ഡയോഡ്സിനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡയോഡിന്റെ കറണ്ട് ഇക്വേഷനെ പറ്റിയാണ്. അല്ല നമ്മൾ പറയും ദ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഈ കാണിച്ചത്. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദി ടോട്ടൽ കറണ്ട് ഇൻ ദി സെമി കണ്ടക്ടർ. എന്ത് സെമി കണ്ടക്ടർ ആണ്? നമ്മുടെ പി എൻ ഡയോഡ് അല്ലേ. അപ്പോൾ ഈ ഡയോഡിന്റെ കേസിലുള്ള ടോട്ടൽ കറണ്ട് ക്യാൻ ബി റിപ്രസെന്റഡ് ബൈ ഐ. will be equal to the equation I0 into e raised to v by vt minus 1. ഓക്കെ, ഇതിൽ I0 എന്ന് പറയുന്നതാണ് എൻ്റെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്താണ് എന്ന് പറയുന്നത് നമ്മൾ വർക്കിംഗ് നോക്കിയ സമയത്ത് നമ്മുടെ ഡയോഡ് റിവേഴ്സ് ബയസ് കണ്ടീഷനിലാവുന്ന സമയത്ത് ദർ ഇസ് എ സ്മോൾ കറണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ദാറ്റ് ഇസ് ദി റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, ഡ്യൂറിങ് ദ റിവേഴ്സ് ബയസ് കണ്ടീഷൻ. പിന്നെ എന്താണ് വി എന്ന് പറയുന്നത്? വി ഇസ് ദി, ഇപ്പം നമ്മൾ ഡയോഡ് ഉണ്ടെങ്കിൽ ഈ ഡയോഡിൻ്റെ അക്രോസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ അല്ലെ, അതാണ് നമ്മുടെ വി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് വി ടി ഡിവൈഡ് ബൈ വി ടി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇക്വലൻ ടു ഓക്കെ കെ ടി ബൈ ക്യൂ. അതിൽ കെ എന്ന് പറയുന്നത് എൻ്റെ ബോൾസ്മാൻ കോൺസ്റ്റന്റ്, ടി എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദി കാരിയേഴ്സ്. ഇവിടുത്തെ കേസിൽ എന്താണ്? ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ക്യൂ. അപ്പോൾ കെ ടി ബൈ ക്യൂ എന്നുള്ള ടേം ആണ് ഈ വി ടിക്ക് ഇക്വലന്റ്. ഓക്കെ, സോ ആ വി ടി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് കോൾഡ് ആസ് ദി വോൾട്ട് ഇക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ ഇക്വലന്റ് വോൾട്ടേജ്. അപ്പോൾ അതാ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഫോർ ദി ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ, അല്ലെങ്കിൽ ദ ഡയോഡ് കറണ്ട് ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ 3 കേസിലാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ഓപ്പൺ സർക്യൂട്ട്. അതായത് ഈ ഡയോഡിന് അക്രോസ് ആയിട്ട് ഇവിടെ ഒരു വോൾട്ടേജ് ഇല്ല, ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഓപ്പൺ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യൽ എന്തെങ്കിലും കറണ്ട് കൊടുക്കുന്നുണ്ടോ? ഇനീഷ്യൽ എന്തെങ്കിലും വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. സിംപ്ലി ആൻ ഈ വി വിൽ ബി ഈക്വൽ ടു 0 അല്ലേ. സോ വി ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? I will be equal to I0 into e raised to v by t. v by vt അല്ലേ വരേണ്ടത്. അപ്പോൾ v0 ആണ്. അപ്പോൾ e raised to 0 minus 1. അപ്പോൾ e raised to 0 എന്ന് പറയുമ്പോൾ വാല്യൂ എന്താണ്? 1. So 1 minus 1 0. 0 into I0 0. So current will be equal to 0. അതായത് when initially നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അപ്ലൈ പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ അവിടെ എനിക്ക് കിട്ടാൻ പോകുന്ന ടോട്ടൽ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതാണ് ഓപ്പൺ സർക്യൂട്ടിന്റെ കേസിൽ. ഇനി സെക്കൻഡ് വൺ പറയുന്നത് നോക്കിയാൽ ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ. ഫോർവേഡ് ബയസ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇനീഷ്യലി ഇവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് വോൾട്ടേജിന് ഞാൻ വി എഫ് എന്ന് പറയാണ്. ഓക്കെ, നമ്മൾ ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി എഫ്. ഓക്കെ, ഫോർവേഡ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ട് സഫിക്സ് പറയുന്നുണ്ട്. സോ സപ്പോസ് ദാറ്റ് നമ്മൾ ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി ഈക്വൽ ടു വി എഫ് ആണ്. ആൻഡ് ദിസ് വോൾട്ടേജ് വി എഫ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദിസ് വാല്യൂ വി ടി ആയിരിക്കണം. ഓക്കെ, ദിസ് വാല്യൂ വി ടിനെക്കാട്ടി ഗ്രേറ്റർ ആവുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഐ വിൽ ബി ഈക്വൽ ടു I0 ഇൻറ്റു ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1 അല്ലേ. അപ്പോൾ വി ബിക്കംസ് വി എഫ് അല്ലേ. അപ്പോൾ വി ഈക്വൽ ടു വി എഫ് ആണ്. സോ വി എഫ് ബൈ വി ടി മൈനസ് 1. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ നോക്കിയേ ഈ വാല്യൂ ഓഫ് വി എഫ് ഇസ് ഗ്രേറ്റർ ദാൻ വി ടി എന്നുള്ള പറയുന്നത് ആണല്ലോ. അതായത് ഈ ന്യൂമറേറ്റർ ടേം ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ വി എഫ് ഇസ് ഗ്രേറ്റർ ദാൻ വി ടി എന്ന് പറയുന്ന സമയത്ത് വി ടി എന്ന് പറയുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റി അല്ലേ അല്ലെ. അപ്പം നമുക്ക് ഈ ഒരു സംഭവത്തിനെ നമുക്ക് 1/0 ഫോമിൽ എടുത്തൂടെ എനിക്ക് അല്ലേ. ഇപ്പോൾ താഴത്തെ ടേം ഭയങ്കര കുറവാണ്. അപ്പം അതിനെ സപ്പോസ് 0 പറയുകയാണെങ്കിൽ 1/0 എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് ഇക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇ റേസ് ടു ഇൻഫിനിറ്റി മൈനസ് 1 എന്ന് കിട്ടും. സോ കമ്പയർ ടു ഈ ഇ റേസ് ടു ഇൻഫിനിറ്റി വാല്യൂ ഈ 1 എന്ന് പറയുന്നത് ഭയങ്കര കുഞ്ഞു വാല്യൂ അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് അങ്ങ് നെഗ്ലക്ട് ചെയ്ത് 0 ആക്കാം. ഓക്കെ, എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ടേം എന്ത് മാത്രമായിരിക്കും? വിൽ ബി ഈക്വൽ ടു I0 ഇൻറ്റു ഇ റേസ് ടു വി എഫ് ബൈ വി ടി. മനസ്സിലായോ? സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ദ ടോട്ടൽ കറണ്ട് അണ്ടർ ഫോർവേഡ് ബയസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ എൻ്റെ ടോട്ടൽ കറണ്ട് ഡിപ്പെൻഡ് ചെയ്ത പാരാമീറ്റർ ഏതൊക്കെയാണ്? ടോട്ടൽ കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിനെയും പിന്നെ ആരെയാണ്? നമ്മുടെ ടെമ്പറേച്ചറിനെയാണ്. വി ടി എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പറേച്ചറിനെയാണ്. സോ ഇറ്റ് ഇസ് ഓൾസോ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ കേസ് പറയുന്നതാണ് റിവേഴ്സ് ബയസ് കേസിൽ. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയസ് കേസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു വി എഫ് എന്നാണ് പറഞ്ഞത്. സിമിലർലി റിവേഴ്സ് ബയസ് കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കണം? നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം. സോ സപ്പോസ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് മൈനസ് വി ആർ ആണ്. അതായത് ഐ എം അപ്ലൈയിങ് വോൾട്ടേജ് വി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വി ആർ വിച്ച് വിൽ ബി ലെസ് ദാൻ വി ടി. ഇവിടെ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ വി ടി ആവുന്ന സമയത്ത് ഫോർവേഡ് ബയസ്, when it is less than Vt എന്ന സമയത്ത് we see that the device will be under reverse bias condition. So applying the same case എന്തായിട്ട് മാറും? I will be equal to I0 into e raised to എന്ത് വരും? minus Vr by Vt minus 1 ഇങ്ങനെയല്ലേ വരുന്നേ. അപ്പോൾ ഇവിടെ നോക്കി e raised to minus ഒരു ടേം അല്ലേ. അതായത് ഇവിടുത്തെ കേസിൽ e raised to minus എന്ന് പറഞ്ഞ ഈ ടേം is actually smaller compared to 1.
അതുകൊണ്ട് ദിസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ് ടു 0. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും I0 ഇൻറ്റു ഇവിടുത്തെ 0 മൈനസ് 1 ദാറ്റ് ഇസ് I വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും മൈനസ് I0. ഓക്കെ, സോ ദിസ് ഇസ് എ കേസ്. അപ്പം മനസ്സിലായോ? ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു I0 ഇൻറ്റു e⁻⁵VT, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. while in the case of reverse bias condition നോക്കി നമുക്ക് കിട്ടുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് വിൽ ബി ഈക്വലന്റ് ടു എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലേ അതിൻ്റെ മൈനസ് വാല്യൂ. കാരണം ഗ്രാഫ് വരുന്നത് എങ്ങനെയല്ലേ ഫോർവേഡ് ബയസിൽ ഇങ്ങനെ വരും അല്ലെ, റിവേഴ്സ് ബയസ് കേസിൽ ഇങ്ങനെയല്ലേ വരുന്നത്, മനസ്സിലായി? അപ്പം അതാണ് ഇതിൻ്റെ ഈക്വലന്റ് മീനിങ് എന്ന് പറയുന്നത്. നമ്മൾ PN ജംഗ്ഷൻ ഡയോഡ് പഠിച്ചു. അപ്പോൾ PN ജംഗ്ഷനിൽ എനിക്കൊരു P സൈഡ് ഉണ്ടായിരുന്നു, N സൈഡ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, നമ്മൾ ഡയോഡിനെ പറ്റി പഠിച്ചു. രണ്ടാമത് വരുന്നതാണ് അബൌട്ട് ദി ട്രാൻസിസ്റ്റേഴ്സ്. അതിലെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഷോർട്ട് ഫോമിൽ നമ്മൾ BJT എന്ന് പറയും. ഓക്കെ, BJT. ഇതേപോലെ നമുക്ക് വേറൊരു ടൈപ്പ് ഉണ്ട്, കോലാസി ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, FET എന്നും പറയും. FETയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, മോസ്ഫെറ്റ്, ഓക്കെ, അതേപോലെ JFET, അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. അപ്പം ഇതെല്ലാം വരുന്ന ക്ലാസിഫിക്കേഷനാണ് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പം ഡയോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ രണ്ട് ടെർമിനൽസ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്കൊരു P സൈഡ് ഉണ്ടായിരുന്നു, ഒരു N സൈഡ് ഉണ്ടായിരുന്നു അല്ലേ. സോ വെൻ വി ആർ കണക്ടിങ് ടു ഡയോഡ്സ് ബാക്ക് ടു ബാക്ക്, മനസ്സിലായോ? ഇപ്പം രണ്ട് ഡയോഡ്സ് ഞാൻ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ഉണ്ടാകുന്നത്. എന്തിനാണ് ഞാൻ കണക്ട് ചെയ്യുന്നത് അല്ലേ? ഡയോഡിൻ്റെ പ്രത്യേകത എന്താണ്? ഡയോഡ് ഫോർവേഡ് ബയസ് കണ്ടീഷനിലാണെങ്കിൽ ഇറ്റ് വിൽ ബി കണ്ടക്ടിങ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് സം കറണ്ട് അല്ലേ. ആൻഡ് അണ്ടർ റിവേഴ്സ് ബയസ് കണ്ടീഷനും അതൊരു ചെറിയ വാല്യൂ ഓഫ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടത് അല്ലേ. ആ കറണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ബിക്കോസ് ഓഫ് ദി തെർമലി ജനറേറ്റഡ് കാരിയേഴ്സ് അല്ലേ. ആ തെർമൽ ജനറേഷൻ എന്തോ ഒരു ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ കുറച്ച് മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാകുന്നു. ആ മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഉണ്ടാകുന്ന കറണ്ടാണ് ഈ ലീക്കേജ് കറണ്ട് എന്ന് നമ്മൾ ആ ഡയോഡിന്റെ റിവേഴ്സ് ബയസ് കാരിയർ നമ്മൾ കണ്ടത് അല്ലേ. അപ്പം അത് നടക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നത് ആ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ഈ ഒരു ചെറിയ വാല്യൂ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് നമ്മൾ കൊടുക്കുന്നത് കാരണം തന്നെ ഒരു സഡൻ സർജൻ കറണ്ടല്ലേ ഉണ്ടാകുന്നത് അല്ലേ. നമ്മൾ ആ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അല്ലേ, റിവേഴ്സ് ബയസിൽ നമ്മളൊരു ചെറിയ വാല്യൂ ഓഫ് ഒരു ചെറിയ തെർമൽ ജനറേറ്റഡ് കാരിയേഴ്സ് എന്ന് പറയുന്ന മൈനോറിറ്റി കാരിയേഴ്സ് കൊടുക്കുന്ന സമയത്ത് അത് കാരണം ദർ ഇസ് എ സഡൻ സർജൻ കറണ്ട് അല്ലേ, ഇൻക്രീസസ്, ഭയങ്കര വാല്യൂ ഓഫ് കറണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ വാട്ട് ഇഫ് വി ആർ ഗിവിങ് മോർ നമ്പർ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ ദിസ് കണ്ടീഷൻ, എന്നാൽ നമുക്ക് ഒരുപാട് വാല്യൂ ഓഫ് കറണ്ട് കിട്ടത്തില്ലേ അല്ലേ, നമുക്ക് ഒരുപാട് വാല്യൂ ഓഫ് കറണ്ട് കിട്ടും. ആൻഡ് അതായത് ഈവൻ ഇൻ റിവേഴ്സ് ബയസ് കണ്ടീഷനിലും എൻ്റെ ഡിവൈസ് കണ്ടക്ട് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് കറണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെയും ട്രാൻസിസ്റ്ററിന്റെ ഉപയോഗം എന്താ വരുന്നത്? ഇപ്പൊ പറഞ്ഞായിരുന്നു റിവേഴ്സ് ബയസ് ഇരിക്കുന്ന ഒരു ഡയോഡിൽ, മനസ്സിലായോ? എനിക്ക് എങ്ങനെയും കുറച്ച് മൈനോറിറ്റി കാരിയേഴ്സ് സപ്ലൈ ചെയ്യാൻ പറ്റിയാൽ എനിക്ക് അവിടെ നിന്ന് ഹൈ വാല്യൂ കറണ്ട് കിട്ടും. പക്ഷെ എങ്ങനെ എനിക്ക് മൈനോറിറ്റി കാരിയേഴ്സ് സപ്ലൈ ചെയ്യാൻ പറ്റും? അതിനുള്ള ഡിഫറെൻറ്റ് മെക്കാനിസംസ് ആണ്. ഒന്നുകിൽ എനിക്ക് താമലി കൊടുക്കാം, താമലി എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യണമെങ്കിൽ അത് കാരണം കാരിയേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ലൈറ്റ് എനർജി, ഒപ്റ്റിക്കലി, ഓക്കെ, ലൈറ്റ് എനർജി കൊടുക്കുന്ന സമയത്ത് ലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മേഡപ്പ് ഓഫ് ഫോട്ടോൺസ് അല്ലേ. അപ്പോൾ അത് കാരണം എനിക്ക് എന്ത് കിട്ടും? എനിക്ക് മൈനോറിറ്റി കാരിയേഴ്സിനെ ഈ പറയുന്ന റിവേഴ്സ് ബയസ് ജംഗ്ഷനിൽ എനിക്ക് കൊടുക്കാൻ പറ്റും, കറണ്ട് കിട്ടും. ആൻഡ് തേർഡ് വേ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മൾ പറയാണ് നമുക്കിപ്പോൾ എന്താ ഉള്ളത്? നമുക്കൊരു റിവേഴ്സ് ബയസ് ജംഗ്ഷൻ ഉണ്ട്. ഓക്കെ, വി ഹാവ് എ റിവേഴ്സ് ബയസ് ജംഗ്ഷൻ. ഈ റിവേഴ്സ് ബയസ് ജംഗ്ഷനിൽ റിവേഴ്സ് ബയസിൽ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇതിന് എക്സ്റ്റേണലി കുറച്ച് മൈനോറിറ്റി കാരിയേഴ്സ് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും നോക്കി, ഇവിടെ ഒരു ഫോർവേഡ് ബയസ് ഡയോഡിനെ കണക്ട് ചെയ്യും. അപ്പോൾ ഈ ഫോർവേഡ് ബയസ് ഡയോഡ് എന്ത് ചെയ്യും? അത് ഈ റിവേഴ്സ് ബയസിലോട്ട് മൈനോറിറ്റി കാരിയേഴ്സിന് സപ്ലൈ ചെയ്യും. ആസ് എ റിസൾട്ട് എന്ത് പറ്റും? ഈ റിവേഴ്സ് ബയസ് ജംഗ്ഷൻ വിൽ ബി കണ്ടക്ടിങ് ആൻഡ് പ്രൊഡ്യൂസിങ് കറണ്ട് ആസ് സച്ച്. മനസ്സിലായോ? അതാ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഇത് ബേസ് ആയിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് BJTs ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ആസ് PNP ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ പഠിക്കുന്നതായിരിക്കും NPN. So PNP and NPN are the two types of BJTs will be studying here. അപ്പോൾ PNP എന്താണ്? PNP എന്ന് വെച്ചാൽ P സൈഡ്, N സൈഡ്, P സൈഡ്, അതിൻ്റെ സ്ട്രക്ചർ അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഒരു NP എന്ന് പറയുന്ന ഒരു റിവേഴ്സ് സാച്ചുറേഷൻ, NP എന്ന് പറയുന്ന ഒരു റിവേഴ്സ് ബയസ്ഡ് ആയിട്ട് ഒരു ഡയോഡ് എടുക്കുകയാണ്. ഇത് റിവേഴ്സ് ബയസ് ആക്കണമെങ്കിൽ ഈ N ഷുഡ് ബി കണക്റ്റഡ് ടു എന്തായിരിക്കണം? ഈ N ഷുഡ് ബി കണക്റ്റഡ് ടു ഒരു നെഗറ്റീവ് വാല്യൂ, പോസിറ്റീവ് വാല്യൂ, ആൻഡ് P ഷുഡ് ബി കണക്റ്റഡ് ടു ഒരു നെഗറ്റീവ് വാല്യൂ അല്ലേ. അപ്പോൾ ഈ റിവേഴ്സ് ബയസിന്റെ കൂടെ ഒരു ഫോർവേഡ് ബയസ് വെക്കണം എന്നല്ലേ എന്നാ പറഞ്ഞ നമ്മൾ പറഞ്ഞേ എന്ന് വെച്ചാൽ ഈ Nന്റെ കൂടെ ഇവിടെ ഒരു P കൂടെ ആഡ് ചെയ്തേ. അപ്പോൾ ഇതൊരു PN അല്ലേ.
അപ്പോൾ ഇതിൻ്റെ ഈ പി സൈഡിൽ ഞാൻ ഒരു പോസിറ്റീവും ഈ എൻ സൈഡിൽ നെഗറ്റീവ് കണക്ട് ചെയ്താൽ ദിസ് ബിക്കെയിം ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ദിസ് ബിക്കെയിം റിവേഴ്സ് ബയസ്ഡ് ആണ്. കോമ്പിനേഷൻ ആയില്ലേ? ഓവർലാപ്പ് എൻ സൈഡ് രണ്ട് സൈഡിലും വരും അല്ലേ? എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഈ ഫോർവേഡ് ബയസിലും വരും റിവേഴ്സ് ബയസിലും വരും, പക്ഷെ കോമൺ ആണ്. മനസ്സിലായോ? സോ ദിസ് ഇസ് ദി വർക്ക്, അല്ലെങ്കിൽ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ പഠിക്കും എന്താ സംഭവിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി ഈ പി എൻ പിയുടെ കേസിൽ ശ്രദ്ധിച്ചോണം. നോക്കി പി ടൈപ്പ് എന്ന് പറയുമ്പം നമ്മളിവിടെ എന്താ പറഞ്ഞേ? ഈ ഫോർവേഡ് ബയസ് ഷുഡ് ബി ഇൻജെക്ടിങ് അല്ലെ മൈനോറിറ്റി കാരിയേഴ്സ് ടു ദി നെക്സ്റ്റ് സൈഡ് അല്ലെ. ഈ റിവേഴ്സ് ബയസിൽ നമ്മൾ മൈനോറിറ്റി കാരിയേഴ്സ് കൊടുക്കണം. ആ മൈനോറിറ്റി കാരിയേഴ്സ് കൊടുക്കുന്നതാണ് ഈ ഫോർവേഡ് ബയസ് എന്ന് പറയുന്നത് ഡയോഡ്. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കി, ഇവിടുത്തെ കേസിൽ നമുക്ക് പി എൻ പി, ഈ എൻ പി ആണ് എൻ്റെ റിവേഴ്സ് ബയസ്. നോക്കി പി ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്, എൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. ആൻഡ് നോക്കി ഇവിടുത്തെ കേസിൽ പി എൻ പറയുന്ന സമയത്ത് എൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്, പി ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമ്മൾ ആദ്യം ഈ പി ടൈപ്പ് പറയുന്നത്. സോ ഈ പി ടൈപ്പിലുള്ള കാരിയേഴ്സ് എന്താണ്? പോസിറ്റീവ് കാരിയേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഹോൾസ് വിൽ ബി ഇൻജെക്റ്റഡ് ടു ദി എൻ സൈഡ്, ഈ എൻ ടൈപ്പിൽ ഇൻജെക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ പി സൈഡ് നമ്മൾ എൻ സൈഡിലോട്ട് നമ്മുടെ ഹോൾസ് ഇൻജെക്ട് ചെയ്യുക ചെയ്യുന്നത്. സോ ഇവിടുത്തെ കേസിൽ ഈ പി ടൈപ്പ് ഇസ് ഇൻജെക്ടിങ് സംതിങ് ഓവർ. അതുകൊണ്ട് വി ക്യാൻ സീ ദാറ്റ് ഈ പി സൈഡ് ഇസ് കോൾഡ് ആസ് എ എമിറ്റർ. ഇറ്റ് ഇസ് എമിറ്റിംഗ് ദ കാരിയേഴ്സ് ഓവർ ടു ദി നെക്സ്റ്റ് സൈഡ്. സോ ഈ പി ടൈപ്പിനാണ് ഇ അല്ലെങ്കിൽ എമിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടൈപ്പ്. അതിന് നമ്മൾ ബേസ് എന്ന് പറയും. കണ്ടു, എൻ ടൈപ്പിൽ നമ്മൾ ബേസ് ബി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ എൻ ടൈപ്പിൽ എന്തുണ്ട്? നമുക്ക് ഹോൾസ് ഉണ്ടല്ലോ അല്ലേ? ഈ ഹോൾസ് വിൽ ബി ടേക്കൺ അപ്പ് ബൈ ദ പി ടൈപ്പ്. ഇവിടെ ഒരു പി ടൈപ്പ് ഉണ്ട് ആൻഡ് ഈ പി ടൈപ്പ് ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ് സൈഡ് അല്ലേ? അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഈ പി ടൈപ്പ് എന്ത് ചെയ്യും? ഇവിടെയുള്ള ഹോൾസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. സോ ദിസ് പി ടൈപ്പ് ഇസ് നൗ ആക്ടിങ് ആസ് എ കളക്ടർ ഫോർ ദി കാരിയേഴ്സ് അല്ലേ? ഇത് അവിടുന്ന് വരുന്ന ആ ഹോൾസിനെ അത് കളക്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. സോ ദിസ് പി ടൈപ്പ് വിൽ ബി ആക്ടിങ് ആസ് എ കളക്ടർ സി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഡയോഡിൽ നമ്മൾ രണ്ട് ടേമിൽ പറയത്തില്ലേ? ഇപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു എൻ സൈഡും ഉണ്ട് പി സൈഡും ഉണ്ട്. അതേപോലെ നമ്മൾ ട്രാൻസിസ്റ്ററിൽ പറയുന്നതാണ് നമുക്ക് മൂന്ന് ടെർമിനൽസ് ഉണ്ട്, വിച്ച് ആർ കോൾഡ് ആസ് ദി എമിറ്റർ സൈഡ്, കളക്ടർ ആൻഡ് ബേസ്. ഓക്കെ, എമിറ്റർ, ബേസ്, കളക്ടർ. ഓക്കെ, എമിറ്റർ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും കാരിയേഴ്സിനെ. ബേസ് എന്ത് ചെയ്യും? അതിനൊരു പർപ്പസ് ഉണ്ട്, അത് ഇന്റർമീഡിയറ്റ് വരുന്ന സംഭവമാണ്. ആൻഡ് സി എന്ന് പറയുമ്പോൾ എന്താണ്? എൻ എന്ന് പറയുമ്പോൾ എന്താണ്? സോറി, ബേസ് എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംഭവം. മനസ്സിലായോ? നമ്മൾ കാരിയേഴ്സിനെ സി വിൽ ബി ദ കളക്ടർ വിച്ച് വിൽ ബി കളക്ടിങ് ദ കാരിയേഴ്സ് ബാക്ക്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും കൊടുക്കുന്നുണ്ട്? നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് റിവേഴ്സ് ബയസ് ആണോ ഇത് ഫോർവേഡ് ബയസ്ഡ് ആണോ തീരുമാനിക്കുന്നത്. മനസ്സിലായി? ഈ കണക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി എമിറ്റർ സൈഡിൽ നമ്മൾ കൊടുക്കുന്ന കറണ്ടിന് എനിക്ക് ഐ എന്ന് പറയാമല്ലോ, എമിറ്റർ കറണ്ട്. അതേപോലെ ബേസിൽ നിന്ന് വരുന്ന കറണ്ടിന് എനിക്ക് ബേസ് കറണ്ട് എന്ന് പറയാൻ പറ്റും, ഐ ബി എന്ന് പറയാൻ പറ്റും. എമിറ്ററിൽ നിന്ന് വരുന്ന കറണ്ടിന് എനിക്ക് എന്ത് പറയാൻ പറ്റും? ഐ സി എന്നും പറയാൻ പറ്റും, കളക്ടർ കറണ്ട്. സോ ദിസ് ഇസ് മൈ ഇൻപുട്ട് കറണ്ട് ആൻഡ് ദിസ് ഇസ് മൈ ഔട്ട്പുട്ട് കറണ്ട്. ഐയും ഐ സിയും വരുന്നുണ്ട് ഇൻ ദ കേസ് ഓഫ് പി എൻ പി ബി ജെ ടി. ഇനി ഇവിടുത്തെ കേസിൽ നമ്മൾ ഈ എമിറ്റർ സൈഡ് പറഞ്ഞില്ലേ, ഈ എമിറ്റർ സൈഡ് കാരിയേഴ്സിനെ അങ്ങോട്ട് ഇൻജെക്ട് ചെയ്യുക ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി സപ്ലൈങ് ദി കാരിയേഴ്സ്. അതുകൊണ്ട് ഈ എമിറ്റർ ഷുഡ് ബി ഹാവിങ് ദ ഹയസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. എന്ന് വെച്ചാൽ അതിൻ്റെ കാരിയറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കണം, കാരണം ഇത് അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ എമിറ്റർ വിൽ ബി ഹാവിങ് ദ ഹയസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. ആൻഡ് ഈ ബേസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ലേ ഈ പി ടൈപ്പ് എന്ത് ചെയ്യും? അതിൻ്റെ മെജോറിറ്റി കാരിയേഴ്സിനെ എൻ ടൈപ്പിലോട്ട് ഇൻജെക്ട് ചെയ്തില്ലേ? അതേപോലെ എൻ ടൈപ്പിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺസ് നേരെ പി ടൈപ്പിലും പോകത്തില്ലേ? അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഇൻ ദ കേസ് ഓഫ് പി എൻ പി ദ മെജോറിറ്റി കാരിയേഴ്സ് ആർ ഹോൾസ്. അതുകൊണ്ട് ഈ ഇലക്ട്രോൺ നമ്മൾ അങ്ങോട്ട് ഇൻജെക്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് കാരണം ഇവിടെ ഒരു കണ്ടക്ഷൻ സംഭവിക്കുന്നില്ല. പി എൻ പി ട്രാൻസിസ്റ്ററിൽ കണ്ടക്ഷൻ സംഭവിക്കുന്നത് ഇസ് ബിക്കോസ് ഓഫ് ദി മെജോറിറ്റി കാരിയേഴ്സ് വിച്ച് ആർ കോൾഡ് ആസ് ദി ഹോൾസ് ആൻഡ് നോട്ട് ബിക്കോസ് ഓഫ് ദി ഇലക്ട്രോൺസ്. അതുകൊണ്ട് എന്നിൽ നിന്ന് പിയിലോട്ട് പോകുന്ന ആ ഒരു പോസിബിലിറ്റി നമ്മളങ്ങ് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് എന്ത് പറ്റണം? പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ പോസിറ്റീവ് ഹോൾസ് അല്ലേ, അത് എൻ ടൈപ്പിൽ വരികയാണെങ്കിൽ എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? സോ ഈ പോസിറ്റീവ് ഹോൾസ് എന്നിൽ വരുന്ന സമയത്ത് അവർ റീകമ്പൈൻ ചെയ്തില്ലേ? റീകോമ്പിനേഷൻ വെച്ചാൽ എന്താണ്? ഒരു എന്ന് വെച്ചാൽ നമ്മുടെ എനർജി ബാൻഡ് ഡയഗ്രം പറഞ്ഞ സമയത്ത് ദിസ് ഇസ് മൈ വാലൻസ് ബാൻഡ് ആൻഡ് ദിസ് ഇസ് മൈ കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺ പോകും, ഇവിടെ ഒരു വേക്കൻസി ഉണ്ടാകത്തില്ലേ? എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് ഈ ഇലക്ട്രോൺ നേരെ റിട്ടേൺ ചെയ്ത് ഈ വേക്കൻസിയിൽ വരും. അപ്പോൾ എന്നിട്ട് അവിടെ ഒരു ഇലക്ട്രോണായിട്ട് മാറും. മനസ്സിലാവും? വേക്കൻസി അത് കവർ ചെയ്യും. അതിനെ നമ്മൾ റീകോമ്പിനേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോണും ഹോളും കൂടെ കമ്പൈൻ ചെയ്ത് ആ വേക്കൻസി അങ്ങ് ക്ലിയർ ചെയ്യും. അതിനാണ് നമ്മൾ റീകോമ്പിനേഷൻ പ്രോസസ് എന്ന് പറയുന്നത് അല്ലേ? ഇവിടുത്തെ കേസിൽ നമ്മുടെ ആവശ്യം എന്താണ്? ഈ ഹോൾസിനെ നമുക്ക് മൂവ് ചെയ്ത് കാരിയർ സൈഡിലോട്ട് നമ്മുടെ കളക്ടർ സൈഡിലോട്ട് കൊണ്ടുവരണം.
അതിന് വേണ്ടിയുള്ള ഒരു ഹോളിൽ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവരാണ്, പക്ഷേ ഇവിടെ വന്നത് റീകമ്പൈൻ ചെയ്ത് പോയാൽ ആ ഹോൾ ഇല്ലാണ്ടായി പോയില്ലേ, അപ്പോൾ നമുക്ക് കളക്ടർ സൈഡിലൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യണം. റീകോമ്പിനേഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബേസിന്റെ വിട്ടിനെ കുറച്ചാൽ പോരെ, അല്ലെ ബേസിന്റെ ആ സൈസിനെ കുറയ്ക്കുകയാണെങ്കിൽ റീകോമ്പിനേഷൻ ഉണ്ടാവും, പക്ഷേ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ബേസിന്റെ കേസിൽ നമ്മൾ മിനിമം വിട്ട് വെച്ച് ഡിസൈൻ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ അതിന്റെ കോൺസെൻട്രേഷനും കുറയ്ക്കണം, അതിന്റെ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷനും കുറയ്ക്കണം, അതിന്റെ വിട്ടും കുറയ്ക്കണം. മനസ്സിലായോ? ലോവസ്റ്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആണ് ബേസിന്. ഇനി കളക്ടറിന്റെ സൈഡ് പറയുമ്പോഴോ, കളക്ടർ ഷുഡ് ബി ഹാവിംഗ് ദ മാക്സിമം ഏരിയ അല്ലെങ്കിൽ മാക്സിമം സൈസ്. കാരണം എന്താണ്? കാരണം അത് അപ്പുറത്ത് വരുന്ന കരിയേഴ്സ് അത് എന്തിനാ ചെയ്യുന്നത്, അക്സെപ്റ്റ് അല്ലേ ചെയ്യുന്നത്. അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് മാക്സിമം സൈസ് ഉണ്ടാവണം. ഓക്കെ, സോ ഇറ്റ് ഷുഡ് ബി ഹാവിങ് ഹൈ പവർ ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി. കാരണം ഫൈനലി ആ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്, ആ കാരിയേഴ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഈ സൈഡിലാണ്. സോ ഇറ്റ് ഷുഡ് ബി ഹാവിങ് ഹൈ പവർ ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി ആൻഡ് ലാർജ് ഏരിയ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പി എൻ പിയുടെ കേസിൽ പറയുന്നത്. ആൻഡ് ഇവിടെ ഇത് പി എൻ പിയുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്, സംതിങ് കോൾഡ് ആസ് ബേസ് വിത്ത് മോഡുലേഷൻ. ഓക്കെ, ബേസ് വിത്ത് മോഡുലേഷൻ എന്താന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇവിടുത്തെ കേസ് ഓക്കെ, നമുക്ക് പി എൻ പി വന്നു അല്ലേ. അപ്പോൾ ഈ പി എൻ എന്ന് പറയുന്ന ഫോർഡ് ബയസ്ഡ് ആയിട്ടിരിക്കുന്ന ഡയോഡിൽ ഇതെൻ്റെ ഡിപ്ലീഷൻ റീജൻ അല്ലേ. അതേപോലെ എൻ പി എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഡിപ്ലീഷൻ റീജൻ എന്ന് പറയുന്നത്. സോ എൻ്റെ ടോട്ടൽ വിത്തിനെ എനിക്ക് ഇത്രയും പറഞ്ഞൂടെ, നോക്കേ, ഇത് തൊട്ട് ഇതുവരെ ഈ ടോട്ടൽ വിത്താണ് എൻ്റെ വിത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ വിത്താണ് എൻ്റെ വിത്ത് ഓഫ് ദി ബേസ് എന്ന് പറയുന്നത്, അതാണ് ഡബ്ല്യു ബി. എൻ്റെ ബേസിന് ടോട്ടൽ വിത്താണ് ഇത്രയും വരുന്നത്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് പറയുമ്പോൾ, വെൻ വി അപ്ലൈ ദിസ് വി സി ബി എന്ന് പറയുന്ന വോൾട്ടേജ് എന്താണ്, ഈ കളക്ടറിൻ്റെയും ബേസിൻ്റെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ്, ബേസിൻ്റെ എമിറ്ററിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് VEB. സോ വെൻ VCB ഇസ് ഇൻക്രീസ്ഡ്, ഓക്കെ, വാട്ട് ഹാപ്പൻസ് നോക്കെ, ബേസ് മോഡുലേഷനിൽ VCB ഇൻക്രീസ് ചെയ്യും. അത് കാരണം ഡിപ്ലീഷൻ റീജിയൻ ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ബേസ് ഇൻക്രീസസ്. എന്ന് വെച്ചാൽ കളക്ടറിൻ്റെയും ബേസിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്യും, ആ ഡിപ്ലീഷൻ വിഡ്ത്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ആ ഡിപ്ലീഷൻ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നോക്കിയാൽ നമ്മൾ എൻ പി എന്ന് പറഞ്ഞില്ലേ, ഇത് ഈ എൻ പി എന്ന് പറയുന്ന സൈഡ് പറയുകയാണെങ്കിൽ അത് മാത്രം വരയ്ക്കുകയാണേ, എൻ പി വരയ്ക്കുകയാണെങ്കിൽ ആ ഡിപ്ലീഷൻ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എൻ ടൈപ്പിലും പി ടൈപ്പിലും അതിൻ്റെ പോർഷൻ കാണുമല്ലോ. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കേസിൽ നമ്മൾ എൻ ടൈപ്പ് ഡിസൈൻ ചെയ്തത് അതിൻ്റെ വിട്ടും ചെറുതാണ്, അതിൻ്റെ കോൺസെൻട്രേഷൻ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കുറവാണ്. സോ ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഈ ഡിപ്ലീഷൻ റീജിയൻ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന്, ആ ഇൻക്രീസ് ചെയ്യുന്നത് ഈസ് ടുവേർഡ്സ് ദ എൻ സൈഡ് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഡിപ്ലീഷൻ ലെയറിന് എനിക്ക് പി ടൈപ്പിൽ എക്സ്റ്റെൻഡ് ചെയ്യും, എൻ ടൈപ്പിലും ഉണ്ട് അല്ലെ. നമ്മൾ ഇങ്ങനെയല്ല വരച്ച്, നമുക്ക് എൻ ഉണ്ടായിരുന്നു, പി ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടെയും ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്, ഇവിടെയുണ്ട്, പി സൈഡിലുണ്ട്, എൻ സൈഡിലുണ്ട്. ഇവിടുത്തെ കേസിൽ എന്നിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്, വിട്ടും കുറവായതുകൊണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ VCB ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡിപ്ലീഷൻ വിത്ത് ഇൻക്രീസ് ചെയ്യുന്നത്, ആ ഡിപ്ലീഷൻ വിത്ത് ഗ്രോ ചെയ്യുന്നത് ഇസ് ടുവേർഡ്സ് ദ എൻ സൈഡ് ആണ്. മനസ്സിലായോ? ആ സൈഡിലല്ല, ഇവിടെയാണ് ഡിപ്ലീഷൻ വിത്ത് കൂടുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻ ടൈപ്പ് നോക്കി, ഇവിടുത്തെ കേസിൽ ആദ്യം ഇങ്ങനെ ആയിരുന്നേ, ആദ്യത്തെ കേസിൽ എൻ ടൈപ്പ് ഇങ്ങനെയായിരുന്നു, എൻ പി ഇങ്ങനെ ആയിരുന്നേ. സെക്കൻഡ് കേസ് നോക്കിയാൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് VCB കൊടുക്കുന്ന സമയത്ത് എന്നിൻ്റെ വിട്ട് നേരെ ഇത് ഇത്രയായിട്ട് റെഡ്യൂസ് ചെയ്തില്ലേ, ഇവിടെ ഇത്രയായിരുന്നത് ഇപ്പോൾ ഇത്രയായി. എന്ന് വെച്ചാൽ നമ്മുടെ ബേസിൻ്റെ വിട്ട് റെഡ്യൂസ് ആയില്ലേ. നമ്മൾ VCB കൊടുത്തു, ഡിപ്ലീഷൻ വിട്ട് കൂടി, ബേസിൻ്റെ സൈഡിലോട്ട് ഡിപ്ലീഷൻ വിട്ട് കൂടിയത്, അതുകൊണ്ട് ബേസിൻ്റെ വിട്ട് അല്ലെങ്കിൽ ബേസിൻ്റെ ടോട്ടൽ വിട്ട് എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ ബേസ് വിട്ട് ഇസ് റെഡ്യൂസ് ടു, അപ്പോൾ ഇവിടുത്തെ ബേസിനെ ഇപ്പോൾ സപ്പോസ് ദിസ് വാല്യൂ WB എന്ന് പറയുകയാണെങ്കിൽ ഈ റെഡ്യൂസ് ചെയ്ത ബേസിനെ എനിക്ക് WB ഡാഷ് എന്ന് പറയാം. സോ WBയിൽ നിന്ന് WB ഡാഷിലോട്ട് റെഡ്യൂസ് ചെയ്തു. സോ ദ ബേസ് വിത്ത് ഗോട്ട് റെഡ്യൂസ്ഡ്. ഈ പ്രോസസ്സിനാണ് ഞാൻ ബേസ് വിത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ബേസിൻ്റെ വിട്ട് കുറയുകയാണെങ്കിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ്? ബേസിൽ പറഞ്ഞു ബേസിൻ്റെ വിട്ട് കൂടുന്തോറും അവിടെ റീകോമ്പിനേഷൻ കൂടും. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഹോൾസിന് നമ്മുടെ കളക്ടർ സൈഡിൽ എത്താൻ പറ്റത്തില്ല. എമിറ്ററിൽ നിന്ന് കളക്ടറിലോട്ട് കാരിയേഴ്സ് പെർഫെക്റ്റ് ആയിട്ട് മൂവ് ചെയ്തില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? നടുക്ക് ബേസ് വന്നുകൊണ്ട്. അപ്പോൾ ഈ ബേസിൻ്റെ വിട്ട് നല്ലോണം കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കാരിയേഴ്സിന് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കാരിയേഴ്സിന് ത്രൂ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, ഒരു നടുക്കൊരു ഇൻഹറൻസ് ഒന്നും ഇല്ലാതെ, നടുക്കൊരു ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് നമ്മുടെ എമിറ്റർ കറണ്ടും കൂടും, എൻ്റെ കളക്ടർ കറണ്ടും കൂടും, ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് കറണ്ടും കൂടും. മനസ്സിലായോ? ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് എന്താണ്, ഈ IB എന്ന് പറയുന്ന കറണ്ട് പറ്റും. IB എന്ന് പറയുമ്പോൾ ബേസിൽ നിന്ന് വരുന്ന കറണ്ട് റെഡ്യൂസ് ചെയ്തില്ല, കാരണം ബേസിൻ്റെ വിട്ട് കുറഞ്ഞു, അവിടെ റീകോമ്പിനേഷൻ സംഭവിക്കുന്നില്ല, അതുകൊണ്ട് അവിടുത്തെ കറണ്ട് IB വിൽ ബി റെഡ്യൂസ്ഡ്. പക്ഷേ നമുക്ക് ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് കറണ്ടും എന്ത് പറ്റി, ഇൻക്രീസ് ചെയ്തു. സോ ദിസ് ഇസ് ദ കേസ് ഓഫ് എ PNP ട്രാൻസിസ്റ്റർ.
സോ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് BGT ആണ് NPN. ഓക്കെ, NPN എന്ന് പറയുന്ന ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കി NPN. ഓക്കെ, സോ ദിസ് PN വിൽ ബി മൈ റിവേഴ്സ് ബയസ് ഡയോഡ്. നോക്കി N കണക്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ്, P കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ്. സോ ദിസ് ഇസ് മൈ റിവേഴ്സ് ബയസ്. അതിൻ്റെ കൂടെ N സൈഡ് കണക്ട് ചെയ്യുന്നു. സോ ദിസ് NP ബിക്കംസ് ഫോർവേഡ് ബയസ്ഡ്. കാരണം നോക്കി N ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ്, P ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. അപ്പോൾ ഫോർവേഡ് ബയസ് സപ്ലൈങ് കാരിയേഴ്സ് ടു ദ റിവേഴ്സ് ബയസ് ജംഗ്ഷൻ. ഓക്കെ, ദിസ് ഇസ് മൈ NPN. അപ്പോൾ ഇവിടെ നോക്കി ഇവിടുത്തെ കേസിൽ നമ്മൾ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. PNPയിൽ മെജോറിറ്റി നോക്കി PNP എന്ന് വെച്ചാൽ 2 P സൈഡാണ് എന്ന് വെച്ചാൽ ഓബിയസ്ലി അവിടെ മെജോറിറ്റി കാരിയേഴ്സ് എന്തായിരിക്കും? ഹോൾസ് ആയിരിക്കും. ഇവിടെ NPN 2 N സൈഡാണ് എന്ന് വെച്ചാൽ ഓബിയസ്ലി മെജോറിറ്റി കാരിയേഴ്സ് എന്തായിരിക്കും? ഇലക്ട്രോൺസും ആയിരിക്കും. അപ്പോൾ അവിടെ ഹോൾസ് മൂവ് ചെയ്തതുപോലെ ഇവിടെ മൂവ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ N സൈഡിൽ മെജോറിറ്റി കാരിയേഴ്സ് എന്നുള്ള ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺസ് നേരെ വന്ന് ഇവിടെ മൂവ് ചെയ്യും, P സൈഡിൽ മൂവ് ചെയ്യും അല്ലേ? P സൈഡ് എന്ന് പറയുമ്പോൾ മെജോറിറ്റി P സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ വിട്ട് ചെറുതായിരിക്കണം. കാരണം എന്തുകൊണ്ടാണ്? കാരണം P ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് വന്ന് ഈ ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നത് അത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. അപ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. നമുക്ക് എന്താ വേണ്ടേ? ഈ ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോണ് നമുക്ക് മൂവ് ചെയ്ത് ഈ N സൈഡിലോട്ട് വരണം. അതുകൊണ്ട് തന്നെ ഈ P ടൈപ്പിൻ്റെ വിട്ട് ഷുഡ് ബി സ്മോളർ അല്ലേ? ഈ P ടൈപ്പ് എന്താണ്? ദിസ് ആക്ട്സ് ആസ് മൈ ബേസ്, ദിസ് ആക്ട്സ് ആസ് മൈ എമിറ്റർ. ആൻഡ് ഇനി N ടൈപ്പ് എന്ന് പറയുമ്പോൾ വിൽ ബി ആക്ടിങ് ആസ് എ കളക്ടർ ഫോർ ഇലക്ട്രോൺസ് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്തെടുക്കുന്നതാണ് N ടൈപ്പ്. സോ ദിസ് ബിക്കംസ് മൈ കളക്ടർ. സോ എമിറ്റർ, ബേസ്, കളക്ടർ. ബേസിൻ്റെ വിട്ട് റെഡ്യൂസ് ചെയ്യണം. റീസൺ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ബാക്കി പ്രോസസ്സ് എല്ലാം സെയിം ആണ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് VEB എന്ന് പറയാം വോൾട്ടേജ്. ഇവിടെ അപ്ലൈ ചെയ്യുന്നത് VCB എന്ന് പറയാം. ഓക്കെ, ഇനി കമ്പയർ ടു NPN ആൻഡ് PNP നമ്മൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ഈ NPN ട്രാൻസിസ്റ്റേഴ്സാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ നമ്മൾ ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ആണ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ആയിരിക്കും കൂടുതൽ കമ്പയർ ടു ഹോൾസ്. കാരണം ഹോൾസിൻ്റെ മാസ് ആക്ച്വലി വലുതാണ്, ഇലക്ട്രോൺസ് ചെറുതാണ്. അപ്പോൾ ഇലക്ട്രോണിക് മാസ് കുഞ്ഞായതുകൊണ്ട് ഒരു സാധനം കുഞ്ഞാണെങ്കിൽ അതിൻ്റെ മൊബിലിറ്റി കൂടത്തില്ലേ? മൊബിലിറ്റി കൂടുന്നത് കൊണ്ട് സ്പീഡ് ഓഫ് ദ ഡിവൈസും കൂടും. മനസ്സിലായി? സ്പീഡ് ഓഫ് ദ ഡിവൈസ് കൂടും, അതുകൊണ്ട് എഫിഷ്യൻസിയും കൂടും. സോ ആസ് എ സ്പീഡ് ഓഫ് NPN ഇസ് മോർ ആയതുകൊണ്ട് വി പ്രിഫർ NPN ട്രാൻസിസ്റ്റേഴ്സ് മോർ ദാൻ PNP. ഇനി രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഇപ്പോൾ ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ഞാൻ ഒരു IC ഇൻറ്റഗ്രേറ്റഡ് ചിപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മാനുഫാക്ചറിങ് ടെക്നിക്സ് ഒക്കെ കുറച്ചും കൂടെ എളുപ്പമാണ് ഫോർ ക്രിയേറ്റിംഗ് ആൻ NPN. PNP ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ പാടാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു PNP ട്രാൻസിസ്റ്റർ എടുക്കുകയാണ്. ഇപ്പോൾ NPN ആണ്, നമ്മൾ PNP എടുത്തിട്ട് അവിടുത്തെ കറണ്ട് കമ്പോണൻസ് എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് എന്താണ്? ഒരു PNP ട്രാൻസിസ്റ്റർ ആണ്. സോ ദിസ് ഇസ് എ PNP ട്രാൻസിസ്റ്റർ. അതിൻ്റെ എമിറ്റർ, ബേസ്, കളക്ടർ. ഓക്കെ, ആൻഡ് ഇത് എമിറ്റർ സൈഡിൽ നിന്ന് വരുന്ന കറണ്ട് എന്താണ്? IA. അവിടെ നിന്ന് വരുന്ന വോൾട്ടേജ് VEB. പിന്നെ ബേസിൻ്റെ കളക്ടറിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് VCB. ആൻഡ് അവിടെ നിന്ന് വരുന്ന കറണ്ട് IC. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട്സ്. IA ഉണ്ട്, IC ഉണ്ട്. അപ്പോൾ IE ആണ് എൻ്റെ ടോട്ടൽ ഇൻപുട്ട് കറണ്ട് ടു ദ ഡിവൈസ്. ആൻഡ് എൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് കറണ്ട് ടു ദ ഡിവൈസ് ആണ് IC. സോ IE ആണ് എൻ്റെ ഇൻപുട്ട് കറണ്ട് ആൻഡ് IC ആണ് എൻ്റെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് മൈ ബേസ്. ഓക്കെ, ദിസ് ഇസ് മൈ ബേസ്. ഇനി നമ്മൾ പറയുന്നത് ഇവിടുത്തെ കേസിൽ നമ്മൾ ആദ്യം ഈ പറയുന്ന ഒരു ജംഗ്ഷൻ എടുക്കാം. നമ്മുടെ PN ജംഗ്ഷൻ, ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ദിസ് ഇസ് എ PNP ഡിവൈസ് അല്ലേ? സോ PNP ഡിവൈസ് ആയതുകൊണ്ട് നമ്മൾ എന്താ പറഞ്ഞേ? ഈ P സൈഡിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ആയ ഹോൾസ് എന്ത് ചെയ്യും? ആ ഹോൾസ് നേരെ ഇവിടെ നിന്ന് വന്ന് അല്ലേ, നേരെ വന്ന് ബേസിലോട്ട് പോവും അല്ലേ? എന്നിട്ട് ബേസിൽ കുറച്ച് റീകമ്പൈൻ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളത് നേരെ കളക്ടറിൽ പോയി അവിടെയും പോവും. എന്നിട്ട് കളക്ടർ എന്ത് ചെയ്യും? അവിടെ നിന്ന് കളക്ടർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന മെജോറിറ്റി കാരിയേഴ്സ് ഇങ്ങനെയാണ് അവിടെ മൂവ് ചെയ്യുന്നത്. സിമിലർലി നമുക്ക് എന്തും പറയാം, നമ്മൾ ഈ ജംഗ്ഷൻ പറയുകയാണെങ്കിൽ ഇവിടുന്ന് വരുന്ന ഹോൾസ് ഈ സൈഡിലോട്ടും പോവും. അതേപോലെ N സൈഡിലുള്ള ഇലക്ട്രോൺസ് ഈ സൈഡിലും വരും എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിനെയാണ് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിൽ നിന്ന് വരുന്ന കുറച്ച് ഇലക്ട്രോൺസ് ഇവിടെയും പോവും. നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ടോട്ടൽ എമിറ്റർ കറണ്ട് എന്ന് പറയുമ്പം വിൽ ബി എ സമ്മേഷൻ ഓഫ് the current which is formed as a result of the movement of holes from emitter to base. അതിന് ഞാൻ IEP എന്ന് പറയാണ്. ഓക്കെ, സോ IEP എന്ന് പറയുന്നത് സഫിക്സ് നോക്കി P ആണ്, എന്ന് വെച്ചാൽ ഹോൾസ് ആണ്. എന്ന് വെച്ചാൽ ഹോൾസിൻ്റെ മൂവ്മെൻറ്റ് ഫ്രം ദി എമിറ്റർ ടു ദി ബേസ്, അത് കാരണം ഉണ്ടായ കറണ്ടാണ് ഈ IEP എന്ന് പറയുന്നത്. പ്ലസ് IEN എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കറണ്ട് which was created due to the movement of electrons from the N side to the P side. ഓക്കെ, N നിന്ന് Pയിലോട്ട് പോകുന്ന കാരണം ഉണ്ടായ കാരണമാണ് IEN എന്ന് പറയുന്നത്.
പക്ഷെ നമ്മൾ എന്താ പറഞ്ഞത്, ഈ IE എന്ന് പറയുന്ന കറണ്ട് നമ്മൾ മാക്സിമം മിനിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. സോ ദിസ് വാല്യൂ ക്യാൻ ബി നെഗ്ലക്റ്റഡ് ടു 0. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുമ്പോൾ എൻ്റെ ടോട്ടൽ എമിറ്റർ കറണ്ട് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, IEP തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഹോൾസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന കറണ്ട് ആയിരിക്കും ടോട്ടൽ കറണ്ട് IE എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ സെക്കൻഡ് പറയുന്ന 2 ഫാക്ടേഴ്സ് ആണ്. അതായത് എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസിയും ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടറും എന്താ നമ്മൾ പറയണം. ഓക്കെ, സോ എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി, എമിറ്ററിൽ നിന്ന് ആ ഹോൾസിനെ നമുക്ക് ഇഞ്ചക്ട് ചെയ്യാനുള്ള എഫിഷ്യൻസി വിൽ ബി ഗിവൺ ബൈ, നോക്കിയ ഈ ഗാമ വിൽ ബി ഈക്വൽ ടു IEP. അതായത് എന്താണ്, ദ എമൗണ്ട് ഓഫ് എമിറ്റർ കറന്റ് വിച്ച് വാസ് ക്രിയേറ്റഡ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ഹോൾസ് ഫ്രം എമിറ്റർ ടു ബേസ് ഡിവൈഡഡ് ബൈ എൻ്റെ ടോട്ടൽ എമിറ്റർ കറണ്ട്. ഇതല്ലേ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ആ വാല്യൂ ആണ് ഞാൻ എൻ്റെ എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ നമ്മൾ ആൽഫ ടി എന്നാണ് പറയുന്നത്. ആൽഫ സഫിക്സ് ടി, ട്രാൻസ്പോർട്ട് ഫാക്ടറിന്റെ ടി വിൽ ബി ഈക്വൽ ടു നോക്കി ICP ബൈ IEP. ICP എന്ന് പറയുന്ന ഫാക്ടർ എന്താണ്? ഓക്കെ, അതായത് ICL എന്ന് വെച്ചാൽ കളക്ടർ കറണ്ട്. കളക്ടറിന്റെ കറണ്ടാണ് നമ്മൾ ഈ പറയുന്ന ICP ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ, ഇവിടെ നിന്ന് ആ ഹോൾസിന് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ കറണ്ടാണ് IEP. ഈ ഹോൾസ് തന്നെ കളക്ടർ സൈഡിൽ എത്തുന്ന സമയത്ത് അത് കാരണം ഉണ്ടാകുന്ന കറണ്ടാണ് ICP. അപ്പോൾ ഇവിടുന്ന് ഈ ഹോൾസ് കാരണം ഇവിടെ ഉണ്ടായ കറണ്ട് IEP, ഇവിടെ ഉണ്ടായ കറണ്ട് ICP. അതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ ആൽഫ ടി എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് നമ്മളിപ്പോൾ ഈ കണ്ടീഷൻ, ഈ എമിറ്റർ ഇരിക്കുകയാണ്, എമിറ്റർ ഇരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് ഈ IEനെയും ICനെ റിലേറ്റ് ചെയ്ത് പറഞ്ഞൂടെ. അതായത് IC ഷുഡ് ബി ഈക്വൽ ടു I എന്നൊരു ഫോമുലയിൽ വരേണ്ടേ. നമ്മൾ പറയാണ് ഈ IC ഷുഡ് ബി ഈക്വൽ ടു ആൽഫ ഇൻറ്റു I എന്ന് പറയാണ്. ഓക്കെ, IC ഈക്വൽ ടു ആൽഫ ഇൻറ്റു I. ആൽഫയുടെ വാല്യൂ എപ്പോഴും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു യൂണിറ്റി ആയിരിക്കും. എന്നാൽ അതാണ് പെർഫെക്റ്റ് കണ്ടീഷൻ. അതായത് ഇവിടുത്തെ കറണ്ട് എന്താണ്, ദാറ്റ് ഷുഡ് ബി റിസീവിങ് ഹിയർ. ആ ഹോൾസിനെ അതേപോലെ എനിക്ക് ഈ സൈഡിൽ കിട്ടണം, പക്ഷേ ഇവിടുന്ന് കുറച്ച് റീകമ്പൈൻ ചെയ്ത് പോകുന്നുണ്ട്. അതിനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആൽഫ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ IC ഈക്വൽ ടു ആൽഫ ഇൻറ്റു I, ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സപ്പോസ് ഞാൻ എമിറ്റർ സൈഡ് ഓപ്പൺ ചെയ്തിട്ടേക്കാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടേക്കാണ്. ഓപ്പൺ ചെയ്തിട്ടേക്കാണെങ്കിൽ അതെന്താണ്, റിവേഴ്സ് ബയസ് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് അവിടെ എമിറ്റർ കറണ്ട് ഉണ്ടോ? ഇല്ല. എമിറ്റർ കറണ്ട് ഇല്ലാണ്ട് ബേസ് കറണ്ട്, എമിറ്റർ കറണ്ട് ഇല്ലാണ്ട് ഔട്ട്പുട്ട് കറണ്ട് IC ഉണ്ടാവൂ? ഇല്ല. ഡയോഡിൻ്റെ കാര്യം ആലോചിച്ചാൽ ഇൻപുട്ട് കൊടുക്കാണ്ട് ഔട്ട്പുട്ട് ഉണ്ടാവൂ? ഇല്ല. ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഫോർവേഡ് ബയസ് ആയിരിക്കും, പക്ഷേ ഇൻപുട്ട് ഇല്ലെങ്കിൽ എന്താണ്, റിവേഴ്സ് ബയസ്ഡ് ആണ്. റിവേഴ്സ് ബയസിൽ പക്ഷേ ഒരു കറണ്ട് ഉണ്ടല്ലോ, എന്താണ്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെ, അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയുന്നത് എമിറ്റർ സൈഡ് ഓപ്പൺ ആകുന്ന സമയത്ത് റിവേഴ്സ് ബയസ് ആയിരിക്കും, അപ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ടാണ് ICBO എന്ന് പറയുന്നത് എൻ്റെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലീക്കേജ് കറണ്ട് എന്ന് പറയും. ഓക്കെ, ലീക്കേജ് കറണ്ട് ആണ്. അല്ലെങ്കിൽ നമ്മൾ ICO എന്നും പറയും അതിന്. ICBO അല്ലെങ്കിൽ ICO എന്നും പറയും, രണ്ടും ലീക്കേജ് കറണ്ട്സ് ആണ്. മനസ്സിലായി. അപ്പോൾ എമിറ്റർ ഉള്ളപ്പോൾ IC വിൽ ബി ഈക്വൽ ടു ആൽഫ ഇൻറ്റു I, എമിറ്റർ ഇല്ലാത്തപ്പം IC വിൽ ബി ഈക്വൽ ടു ICBO. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എമിറ്റർ കറണ്ടിന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, IC എന്ന് പറയാൻ പറ്റും. IC വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, ടോട്ടൽ കളക്ടർ കറണ്ട്, ഫൈനൽ കറണ്ട് IC വിൽ ബി ഈക്വൽ ടു ഇവിടുത്തെ എമിറ്റർ ഉള്ള കേസിൽ ആൽഫ I, എമിറ്റർ ഇല്ലാത്ത കേസിൽ ICBO. അതിൻ്റെ സമ്മേഷൻ ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് റിലേഷൻ ആണ്. IC ഈക്വൽ ടു ആൽഫ IC പ്ലസ് ICBO. Okay, so this is a relation, this is the equation for the output current of a transistor. നമ്മൾ NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും നോക്കി. അതിൻ്റെ സിംബോളിക് റിപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നത് ഒരു PNP ട്രാൻസിസ്റ്ററാണ്. അത് നോക്കി, എമിറ്റർ ടെർമിനലുണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. ഇതൊരു വെസൽ പോലെ വരും അല്ലേ, ഒരു പാത്രം പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് ഈ സൈഡ് P ആയിരിക്കും, ഇത് N, ഇത് P ആയിരിക്കും. ആൻഡ് ഇവിടെ നോക്കി, ഇത് ഒരു NPN ട്രാൻസിസ്റ്റർ ആണ്. വ്യത്യാസം വരുന്നത് PNPയിൽ എമിറ്ററിൻ്റെ ആരോ അകത്തോട്ടാണ് വരുന്നത്, ആൻഡ് NPN ആരോ മാർക്ക് നോക്കി എമിറ്ററിൽ നിന്ന് പുറത്തോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ രണ്ട് സിമ്പിൾസ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് മെയിൻലി 3 കോൺഫിഗറേഷൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻ്റെ കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, ആൻഡ് തേർഡ് വൺ കോമൺ കളക്ടർ. അപ്പോൾ ഇതിലെന്താ ഡിഫറൻസ് വരുന്നത്, ഈ കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, ഇതിൽ ഡിഫറൻസ് വരുന്നത് നമുക്ക് എന്താണ്, ഇപ്പോൾ കോമൺ ബേസ് പറയുകയാണെങ്കിലും ട്രാൻസിസ്റ്റർ ആണ്, നമുക്ക് എമിറ്റർ, ബേസ്, കളക്ടർ ഉണ്ടാവും. സോ ഇൻ ദ കേസ് ഓഫ് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ, എൻ്റെ ബേസിനെ ആയിരിക്കും ഞാൻ ഗ്രൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഇതാണ് കാണിച്ചിരിക്കുന്നത്. നോക്കി, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ. നമുക്ക് ഈ വരച്ചിരിക്കുന്നത് എന്ത് ട്രാൻസിസ്റ്റർ ആണ്, ഇതെന്താണ്, ഇത് ആരോ മാർക്ക് അകത്തായതുകൊണ്ട് ദിസ് ഇസ് എ PNP ട്രാൻസിസ്റ്റർ. ഓക്കെ, ഒരു PNP ട്രാൻസിസ്റ്റർ നമ്മൾ വരച്ചിട്ടുണ്ട്.
അതിൻ്റെ എമിറ്റർ സൈഡിലുള്ള കറണ്ട് ഐ ഇ, അതിൻ്റെ കളക്ടർ സൈഡിലുള്ള കറണ്ട് ഐ സി ആൻഡ് ബേസിലുള്ള കറണ്ട് ഐ ബി. ആൻഡ് നോക്കി എമിറ്ററിൻ്റെയും ബേസിൻ്റെയും ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് വി ഇ ബി. ഓക്കെ, ദിസ് ഇസ് വി ഇ ബി. ഓക്കെ, അതേപോലെ നോക്കി കളക്ടറിൻ്റെ ബേസിൻ്റെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് വി സി ബി. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കേസിൽ എമിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ പി ആണ്. അപ്പോൾ പി സൈഡ് പോസിറ്റീവ്, എൻ സൈഡ് നെഗറ്റീവ്, ഫോർവേഡ് ബയസ് ആണ്. ഇപ്പുറത്തോ കളക്ടർ ആണ് എന്ന് വെച്ചാൽ പി ആണെങ്കിൽ ഇപ്പോൾ പിയും നെഗറ്റീവ്. സോ ദിസ് ഇസ് റിവേഴ്സ് ബയസ്. അപ്പോൾ ഇത് ഫോർവേഡ് ബയസ്ഡ്, റിവേഴ്സ് ബയസ്ഡ്. ആൻഡ് ദ ബേസ് ഇസ് ബീങ് ഗ്രൗണ്ടഡ്. അല്ലെ, ബേസിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ദിസ് ഇസ് എ കോമൺ ബേസ് കോൺഫിഗറേഷൻ. അപ്പോൾ കോമൺ എമിറ്റർ വരികയാണെങ്കിൽ എന്ത് പറ്റും, ഈ എമിറ്ററിനെ ആയിരിക്കും ഞാൻ ഗ്രൗണ്ട് ചെയ്യുന്നത്. കോമൺ കളക്ടർ ആണെങ്കിൽ കളക്ടറിനെ ആയിരിക്കും ഞാൻ ഗ്രൗണ്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ഈ 3 കോൺഫിഗറേഷൻ വരുന്നത്. ഇനി നമുക്ക് ഈ വരച്ചിരിക്കുന്ന കോൺഫിഗറേഷൻ്റെ ഇൻപുട്ട് ക്യാരിയും ഔട്ട്പുട്ട് ക്യാരിയാണ് പഠിക്കേണ്ടത്. നമ്മളിപ്പോൾ ഡയോഡിൻ്റെയും ഫോഴ്സും റിവേഴ്സ് ക്യാരി പഠിച്ചില്ലേ, അതേപോലെ തന്നെ ഒരു ട്രാൻസിസ്റ്റർ വരുന്ന സമയത്ത് നമുക്കതിൻ്റെ ഇൻപുട്ട് ക്യാരിയും അതിൻ്റെ ഔട്ട്പുട്ട് ക്യാരിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇൻപുട്ട് ക്യാര നോക്കിയേ, ഇൻപുട്ട് ക്യാര എന്ന് പറയുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ ക്യാര എന്ന് പറയുന്നു. ഓക്കെ, സോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഗ്രാഫ് ബിറ്റ്വീൻ വി ഇ ബി ആസ് വെൽ ആസ് ഐ ഇ. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ വി ഇ ബി എന്ന് പറയുന്നത്, വേഴ്സസ് ഇൻപുട്ട് കറണ്ട് അല്ലേ ഐ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഗ്രാഫ് വിത്ത് വേരിയിങ് വാല്യൂസ് ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. അതായത് നമ്മൾ വി ഇ ബിനെയും ഐ ഇനെയും കീപ്പ് ചെയ്തിട്ട് വി ആർ വേരിയിങ് ദ വാല്യൂ ഓഫ് വി സി ബി. ഓക്കെ, അതായത് സപ്പോസ് അസ്യൂം ദാറ്റ് എൻ്റെ വി സി ബി ഈക്വൾ ടു 0 എന്ന് വെച്ചാൽ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് സൈഡിൽ 0 ആണ് വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഐഡൻറ്റിക്കൽ ടു ദി ഫോർവേഡ് ക്യാര ഓഫ് ദി ഡയോഡ്. നമ്മൾ ഡയോഡിൻ്റെ ഫോർവേഡ് ക്യാര എങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ വി ഐ ക്യാര വരച്ച സമയത്ത് ഇങ്ങനെയല്ലേ വന്നേ, അല്ല റിവേഴ്സ് സൈഡിൽ ഇങ്ങനെയും വന്നു. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഔട്ട്പുട്ട് വാല്യൂ, ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് ഈ സെയിം ഗ്രാഫ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അത് നോക്കി വി സി ബിയുടെ വാല്യൂ 0 വോൾട്ട് ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഗ്രാഫാണിത് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് വെൻ ഈ വി സി ബിയുടെ വാല്യൂസ് ഇൻക്രീസ്, ഇത് നമുക്ക് വേരിയബിൾ ആണ്, വേരിയബിൾ റെസിസ്റ്ററാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വാല്യൂ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് സപ്പോസ് 3 വോൾട്ട് ആക്കുകയാണെങ്കിൽ ഗ്രാഫ് നോക്കി, ഗ്രാഫ് ഇങ്ങോട്ടായി, ഇതാണ് ഗ്രാഫ്. അതായത് ഗ്രാഫ് ഇതിൽ നിന്ന് അകത്തോട്ട് ഷിഫ്റ്റ് ആയി എന്ന് എനിക്ക് പറയാമല്ലോ. ഓക്കെ, സോ ദിസ് ഇസ് ദ കേസ് ഓഫ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി രണ്ടാമത്തെ കേസ് വരുന്നത് ഡിഫൈനിങ് ദി ഔട്ട്പുട്ട് ക്യാര. അപ്പോൾ ഇൻപുട്ട് ക്യാര എന്ന് പറയുന്നത് എന്താണ്, 2 ഇൻപുട്ട് ടേംസ്, ഇൻപുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറണ്ടിനെയും ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഔട്ട്പുട്ട് ക്യാര എന്തായിരിക്കും നോക്കി, വി സി ബി എന്ന് പറയുന്ന എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേഴ്സസ് ഔട്ട്പുട്ട് കറണ്ട് ഐ സി, അതായിരിക്കും വരുന്നത്. ആൻഡ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 4 ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വോൾട്ടേജ് അല്ലേ പറഞ്ഞത്, ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇവിടെ 4 ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് കറണ്ട് ഐ ആണ്. ഇനി സപ്പോസ് അസ്യൂം ചെയ്യാം വെൻ ഐ ഈക്വൾ ടു 0, ഇൻപുട്ട് കറണ്ട് 0 ആണ്. ഇൻപുട്ട് ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഡയോഡിൻ്റെ കേസ്, അതായത് 2 ട്രാൻസിസ്റ്റർ അതിൻ്റെ ഫസ്റ്റ് ഡയോഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ റിവേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് കറണ്ട് കൊടുത്തില്ലെങ്കിൽ അത് എന്ത് കേസാണ്, ഡയോഡ് റിവേഴ്സ് ബയസിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ബയസ് ഇരിക്കുന്ന സ്റ്റേറ്റിൽ ഞാൻ ഒരു വോൾട്ടേജ് കൊടുക്കും, ആൻഡ് വെൻ ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തുമ്പോൾ ദർ ഇസ് എ സഡൻ സർജ് ഇൻ കറണ്ട് എന്നല്ലേ പറഞ്ഞേ, ആ സെയിം കേസിലൂടെ സംഭവിക്കുന്നത്. ഓക്കെ, അതായത് വെൻ ഐ ഈക്വൾ ടു 0, ഈ ഫസ്റ്റ് ഈ വരച്ചിരിക്കുന്ന ഗ്രാഫില്ലേ, ഇതാണ് ഐ ഇ. ഫോർ ഐയുടെ വാല്യൂ ഈക്വൾ ടു 0 ആംപിയർ കൊടുക്കുകയാണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ നോക്കിയേ. സോ ദിസ് ഇസ് ദ ഗ്രാഫ്. എന്നിട്ട് നമ്മൾ കൺസിക്യൂട്ടീവ്ലി വെൻ ഈ ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകണം. അതായത് ദിസ് ഇസ് 1 ആംപിയർ, 2 ആംപിയർ, 3 ആംപിയർ അങ്ങനെ കൂട്ടി കൊടുക്കും തോറും നമ്മുടെ ഔട്ട്പുട്ട് കറണ്ടും കൂടും. അതായത് വെൻ ഇൻപുട്ട് കറണ്ട് ഇൻക്രീസസ് ഔട്ട്പുട്ട് കറണ്ട് ഓൾസോ ഷുഡ് ഇൻക്രീസ്, അങ്ങനെയല്ല വരേണ്ടേ. സോ ഐയുടെ വാല്യൂ നോക്കിയാൽ കൂടി പോകും തോറും ഈ ഐ സിയുടെ വാല്യൂ നമ്മൾ നോക്കുന്നത് ഈ ആക്സ് അല്ലേ. സോ ഐ 0 ആകുമ്പോൾ ഇതാണ് ഐ സിയുടെ വാല്യൂ, ഐ 1 ആകുമ്പോൾ ഐ സിയുടെ വാല്യൂ ഇതാണ്. അങ്ങനെ ഐ കൂടുമ്പോൾ ഐ സി കൂടി പോകുന്നുണ്ട്. സോ ദിസ് ഇസ് ദി ഔട്ട്പുട്ട് ക്യാര. ഓക്കെ, ഇനി ഈ ഔട്ട്പുട്ട് ക്യാര ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഓപ്പറേഷൻസ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഗ്രാഫിൽ ഈ റീജിയൻ കാണുന്നില്ലേ നിങ്ങൾ. ഓക്കെ, അതായത് ദ റീജിയൻ അണ്ടർ ഐ ഈക്വൾ ടു 0 ആംപിയർ. നമ്മുടെ ഐ ഈക്വൾ ടു 0 ആംപിയർ എന്ന് പറയുന്ന ഗ്രാഫാണിത് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഇത്രയും റീജിയൻ അതിന് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഇറ്റ് ഇസ് കോൾഡ് ആസ് മൈ കട്ട് ഓഫ് റീജിയൻ. അപ്പോൾ കട്ട് ഓഫ് റീജിയൻ എങ്ങനെയാണ് കിട്ടിയത്, കട്ട് ഓഫ് റീജിയനിൽ എൻ്റെ ഐ ഇ വാല്യൂ വാസ് ഈക്വൾ ടു 0. ഓക്കെ, ഇൻപുട്ട് കറണ്ട് 0 ആയിരുന്നു. ഇനി നോക്കിയേ ദിസ് റീജിയൻ, ഈ കാണുന്ന റീജിയൻ. ഓക്കെ, ഈ കാണുന്ന റീജിയൻ എന്താണ്, അതിന് നമ്മൾ പറയുന്നതാണ് സാച്ചുറേഷൻ റീജിയൻ.
ഈ സാച്ചുറേഷൻ റീജിയൻ നമ്മൾ പറയുന്നത് നോക്കി, ഈ വി സി ബിയുടെ വാല്യൂ ഐഡിയലി ഈക്വൽ ടു 0 നമ്മൾ പറയും. ഓക്കെ, അതായത് ടു ദ ലെഫ്റ്റ് ഓഫ് ദിസ് ലൈൻ ഇസ് കോൾഡ് ആസ് മൈ സാച്ചുറേഷൻ റീജിയൻ. രണ്ടാമത്തെയാണ് നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്, വെയർ ഇൻ വിച്ച് മൈ ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി ബി വിൽ ബി ഈക്വൽ ടു 0. ആൻഡ് പിന്നെ വരുന്ന റീജിയൻ എന്താണ്? ഈ റീജിയൻ, ദിസ് റീജിയൻ. അപ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് ആക്റ്റീവ് റീജിയൻ. ഓക്കെ, തേർഡാണ് ആക്റ്റീവ് റീജിയൻ വരുന്നത്. അപ്പോൾ ആക്റ്റീവ് റീജിയനിൽ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ പറയുന്നത്. സോ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് നമ്മുടെ കട്ട് ഓഫ് റീജിയൻ അല്ലേ? ദിസ് ഇസ് മൈ കട്ട് ഓഫ് റീജിയൻ. കട്ട് ഓഫ് റീജിയനിൽ എൻ്റെ ഇൻപുട്ട് കറണ്ട് 0 ആണ്. ഇൻപുട്ട് കറണ്ട് 0 ആണെന്ന് വെച്ചാൽ ഡിവൈസ് ഓൺ ആയിരിക്കും അല്ല, ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല അല്ലേ? I0 ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ് എന്ന് വെച്ചാൽ ഡിവൈസ് വിൽ ബി ഓഫ് ഇൻ ദിസ് മോഡ്. ഓക്കെ, നമ്മൾ ഡിവൈസ് കട്ട് ഓഫ് റീജിയനിൽ ഇരിക്കുന്ന സമയത്ത് അത് ഓഫ് കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്നത്. ഇനി രണ്ടാമത് നോക്കി, നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഓക്കെ, സാച്ചുറേഷൻ മോഡിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡിവൈസ് വിൽ ബി ഇൻ പെർഫെക്റ്റ്ലി ഓൺ കണ്ടീഷൻ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓഫ് കണ്ടീഷൻ, ഇത് കംപ്ലീറ്റ്ലി ഓൺ കണ്ടീഷൻ ആൻഡ് വി ഹാവ് ദിസ് ആക്റ്റീവ് റീജിയൻ. ഓക്കെ, ഓൾസോ കട്ട് ഓഫ് റീജിയനിൽ നമ്മുടെ ഈ രണ്ട് പറയാണ്. ഓക്കെ, വി ബി വി സി ബി പറയാണ്. അതായത് എൻ്റെ ഈ ജംഗ്ഷനും ഈ ജംഗ്ഷനും പറയുകയാണെങ്കിൽ കട്ട് ഓഫ് റീജിയനിൽ ഈ 2 ജംഗ്ഷൻസ് എന്തായിരിക്കും? റിവേഴ്സ് ബയസ് ആയിരിക്കും, കാരണം കണ്ടക്ട് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ സാച്ചുറേഷൻ റീജിയനിൽ പറയുമ്പോൾ ഈ 2 ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ആക്റ്റീവ് റീജിയനിൽ എൻ്റെ വി ഇ ബി എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും ആൻഡ് ദിസ് വിൽ ബി റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ വി സേ ദാറ്റ് നമ്മുടെ ഡിവൈസ് ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ഇനി ഈ ട്രാൻസിസ്റ്ററിന് നമ്മൾ സാച്ചുറേഷൻ റീജിയനിലിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നെങ്കിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ അപ്പോൾ ഓഫ് ആയിരിക്കും. അപ്പോൾ സപ്പോസ് ഞാൻ എൻ്റെ ട്രാൻസിസ്റ്ററിനെ ബിറ്റ്വീൻ ഈ 2 റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ കട്ട് ഓഫിലും സാച്ചുറേഷൻ്റെ ഇടയ്ക്ക് ഇട്ടിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അത് മാറി കട്ട് ഓഫ് സാച്ചുറേഷൻ ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഡിവൈസ് ഓൺ ഓഫ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഡിവൈസിന് എനിക്ക് ടേൺ ഓൺ ഓഫ് അങ്ങനെ ആക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ വിൽ ബി ആക്ടിങ് ലൈക്ക് എ സ്വിച്ച്. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്ററിനെ ഒരു സ്വിച്ച് ആയിട്ട് എനിക്ക് ആക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ദ കട്ട് ഓഫ് റീജിയൻ ആസ് വെൽ ആസ് ദി സാച്ചുറേഷൻ റീജിയൻ. ഇനി സപ്പോസ് എൻ്റെ ഈ ട്രാൻസിസ്റ്ററിനെ ഈ ആക്റ്റീവ് റീജിയനിൽ ഇട്ടാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നെങ്കിൽ then we say that in a transistor will be acting like a basic amplifier. So if we have to use a transistor as an amplifier, നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രാൻസിസ്റ്ററിനെ അതിൻ്റെ ആക്റ്റീവ് റീജിയനിൽ നമ്മളിട്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണ് the transistor will be acting like a switch and the transistor will be acting like a amplifier. മനസ്സിലായി? It is based on the different regions of operation. ഏത് റീജിയൻ ഓഫ് ഓപ്പറേഷനിലാണോ ഞാനിട്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ ട്രാൻസിസ്റ്റർ ഈ 2 ഡിവൈസായിട്ടും ആക്ട് ചെയ്യുന്നത്. ദി സെക്കൻഡ് കോൺഫിഗറേഷൻ ആണ് നമ്മൾ പറയുന്നത് കോമൺ എമിറ്റർ എന്ന് വെച്ചാൽ നോക്കിയേ, നമ്മുടെ സിമ്പിൾ നോക്കിയേ, നമ്മുടെ ട്രാൻസിസ്റ്ററിൽ ഏത് കാണിച്ചിരിക്കുന്നത്? ദിസ് ഇസ് മൈ ട്രാൻസിസ്റ്റർ. ഓക്കെ, ട്രാൻസിസ്റ്റർ നമുക്ക് ബേസ് ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് മൈ ബേസ്, ദിസ് ഇസ് മൈ കളക്ടർ, ഇതിൻ്റെ കളക്ടർ, ഇതിൻ്റെ ബേസ്, ഇതിൻ്റെ എമിറ്റർ ആണ്. നോക്കി, കോമൺ എമിറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എമിറ്ററിനെ ഞാൻ ഗ്രൗണ്ട് ചെയ്തു. അവിടുത്തെ കറണ്ട് ഐ ഞാൻ പറയാണ്, ആരോ വർക്ക് നോക്കി അകത്തോട്ടാ. സോ ദിസ് ഇസ് എ PNP ട്രാൻസിസ്റ്റർ. ഓക്കെ, എന്നിട്ട് നമ്മൾ ബേസ് സൈഡിൽ നിന്ന് വരുന്ന കറണ്ട് IB വിച്ച് ഇസ് മൈ ഇൻപുട്ട് കറണ്ട്. അപ്പോൾ ഈ IB ആണ് എൻ്റെ ഇൻപുട്ട് എന്ന് ഇവിടെ പറയുന്നത്. ആൻഡ് ബേസിൻ്റെയും നോക്കിയേ നമ്മുടെ എമിറ്ററിൻ്റെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് VB. ഇനി ഔട്ട്പുട്ട് കറണ്ട് എന്താണ്? IC തന്നെയാണ്, IC. ഓക്കെ, IC ആൻഡ് ICയുടെയും നമ്മുടെ കളക്ടറിൻ്റെ എമിറ്ററിൻ്റെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് VC. ഇത് ഫോർവേഡ് ബയസ്ഡ്, ഇത് റിവേഴ്സ് ബയസ്ഡ് ജംഗ്ഷൻ. ഓക്കെ, സോ ദിസ് ഇസ് എ സ്ട്രക്ചർ. അപ്പോൾ IB ആണ് ഇൻപുട്ട് ആൻഡ് IC ആണ് എൻ്റെ ഔട്ട്പുട്ടും വരുന്നത്. ഇനി നമുക്ക് 2 കാര്യം പറയാമല്ലോ. അപ്പോൾ ഇൻപുട്ട് കാര്യം എന്ന് പറയുമ്പോൾ ഇതാണ് ഇൻപുട്ട് കറണ്ട് വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ്, IB വേഴ്സസ് VB ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് VC. അപ്പോൾ VCയുടെ വാല്യൂ നമ്മൾ 0 ആക്കുമ്പോൾ ഇതാണ് ഗ്രാഫ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ദി ഫോർവേഡ് ബയസ് കേസ് ഓഫ് PN ജംഗ്ഷൻ. അപ്പോൾ 0 വോൾട്ട് ആണ്. ആൻഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫ് പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ടായിരുന്നു ചേഞ്ച്. ഓക്കെ, മറ്റേ കേസിൽ എന്താണ്? ഗ്രാഫ് അകത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇത് പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി ഔട്ട്പുട്ട് കറണ്ട് കേസിൽ നോക്കിയേ എങ്ങനെയായിരുന്നു? ഗ്രാഫ് വിൽ ബി ബിറ്റ്വീൻ ഔട്ട്പുട്ട് കറണ്ട് വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് കറണ്ട് അല്ലേ? ഇവിടുത്തെ ഇൻപുട്ട് കറണ്ട് എന്താണ്? IB ആണ്. അപ്പോൾ IB 0 ആകുമ്പോഴാണ് നോക്കിയേ ഈ ഷിഫ്റ്റിംഗ് ഉണ്ടോ? അവിടെ ഈ ലൈൻസ് നമ്മൾ ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ഇവിടെ നമ്മൾ ഈ 0 എന്ന് പറഞ്ഞ പോയിന്റ് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ IB ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഈ ലൈൻ പിന്നെ IBയുടെ വാല്യൂ കൂടി പോകുമ്പോൾ ഗ്രാഫ് മേലോട്ട് ഷിഫ്റ്റ് ആയി പോകുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇൻപുട്ട് ക്യാരിയും ഔട്ട്പുട്ട് ക്യാരിയും പറയുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാൻ പറ്റും ഇത് റീജിയൻ ആണ്, കട്ട് ഓഫ് റീജിയൻ. This is my active region and this is my saturation region. 3 regions of operation വരുന്നുണ്ട്.
അപ്പോൾ യൂസിങ് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനും എനിക്ക് 3 റീജൻസ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, കട്ട് ഓഫിൻ്റെയും സാച്ചുറേഷൻ്റെ ഇടയ്ക്കിട്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ചാൽ സ്വിച്ച് ആവും, ആക്റ്റീവ് റീജിയനിട്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ചാൽ അത് സാച്ചുറേഷൻ ആവും, എന്തായിട്ട് മാറും, ആംപ്ലിഫയർ ആയിട്ട് മാറും. ഓക്കെ, ഇതേപോലെയാണ് എനിക്ക് എന്തും പറയാൻ പറ്റും, കോമൺ കളക്ടറും പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ 3 കോൺഫിഗറേഷൻസ് നോക്കി. ഓക്കെ, ഇനി 3 കോൺഫിഗറേഷനിലും നമുക്ക് കറസ്പോണ്ടിങ് ഗെയിൻ പറയാൻ പറ്റും, കറണ്ട് ഗെയിൻ. അപ്പോൾ കറണ്ട് ഗെയിൻ ഇസ് ആക്ച്വലി ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ബിറ്റ്വീൻ ദി ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് ടു ദ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറണ്ട് വെൻ ദ വോൾട്ടേജ് റിമൈൻസ് ദ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ആ കേസിൽ നമുക്ക് ഫസ്റ്റ് സി ബി കോൺഫിഗറേഷൻ പറയാം. സി ബിയുടെ കേസിൽ ഐ സി ആണ് ഔട്ട്പുട്ട്, ഐ ഇ ആണ് ഇൻപുട്ട്. സോ നോക്കി, ആൽഫയാണ് കറണ്ട് ഗെയിൻ റെപ്രസെൻറ്റേഷൻ വിൽ ബി ഈക്വൽ ടു നോക്കി ഡെൽറ്റ ഐ സി, ചേഞ്ച് ഇൻ ഐ സി ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ ഇ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് വി സി ബി. വി സി ബി എന്ന് പറയുമ്പോൾ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് വിച്ച് വിൽ ബി റിമൈനിങ് കോൺസ്റ്റന്റ് ഫോർ എ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സിമിലർലി ഫോർ സി കോൺഫിഗറേഷൻ നോക്കിയേ, നമ്മൾ ആൽഫ പോലെ ബീറ്റയാണ് പറയുന്നത്. Beta will be equal to delta IC by delta IB, output by input, for the output voltage VC remaining constant. അതേപോലെ സി സി കോൺഫിഗറേഷൻ നോക്കി നമ്മൾ ഗാമയാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ഗാമ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ഐ ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ ബി ഫോർ എ കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഇ സി അല്ലെങ്കിൽ വി സി. ഓക്കെ, അപ്പോൾ ഇതാണ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ വിച്ച് ആർ ദി 3 കറണ്ട് ഗെയിൻസ്. ഇനി ഈ കറണ്ട് ഗെയിൻസ് തമ്മിൽ റിലേഷൻ ഉണ്ട്. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്, നമ്മുടെ കളക്ടർ കറണ്ട് നമ്മുടെ എമിറ്റർ കറണ്ട് വിൽ ബി സമ്മേഷൻ ഓഫ് ഐ ബി പ്ലസ് ഐ സി ആയിരിക്കും അല്ലേ. അതായത് വി നോ ദാറ്റ് ഐ ഇ ഈക്വൽ ടു എന്താണ്, ഐ സി പ്ലസ് ഐ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഐ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ഐ സി പ്ലസ് ഡെൽറ്റ ഐ ബി അല്ലേ, ചേഞ്ച് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി ഫ്രം ദ റിലേഷൻ വി നോ ദാറ്റ് ആൽഫ വിൽ ബി ഈക്വൽ ടു എന്താണ്, ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ അല്ലേ. ഓക്കെ, ഞാനിപ്പോൾ മുകളിൽ താഴെ ഐ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. Okay, that is equal to delta IC divided by delta IB whole thing divided by delta IE by delta IB. ഇനി ഈ ഐ എന്ന് പറയുമ്പോൾ എന്താണ്, ഡെൽറ്റ ഐ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഐ സി, ഇവിടുത്തെ ഡെൽറ്റ ഐ സി പ്ലസ് ഡെൽറ്റ ഐ ബി അല്ലേ. ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി എന്താണ് വാല്യൂ വരുന്നത്, ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി എന്ന് പറയുമ്പോൾ ബീറ്റ അല്ലേ. അപ്പോൾ ന്യൂമറേറ്റർ ക്യാൻ ബി റീപ്ലേസ് ബൈ ബീറ്റ ഡിവൈഡഡ് ബൈ താഴെയോ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി പ്ലസ് ഡെൽറ്റ ഐ ബി പ്ലസ് ഡെൽറ്റ ഐ ബി എന്ന് വെച്ചാൽ ഈ വാല്യൂ അഗെയിൻ ബീറ്റ ആണ്. ദിസ് ഇസ് അഗെയിൻ ബീറ്റ പ്ലസ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് ബീറ്റ. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഓക്കെ, ആൽഫ ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1 ആണ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. സിമിലർലി അതേപോലെ നമുക്കിപ്പോൾ നമ്മളിവിടുന്ന് ആൽഫ എന്നല്ല സ്റ്റാർട്ട് ചെയ്തേ, അതേപോലെ ബീറ്റ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബീറ്റയുടെ ഇക്വേഷൻ എങ്ങനെ വന്നേ, ഡെൽറ്റ ഐ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ ബി. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിലും താഴെയും ക്യാൻ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ, ഇതില്ലാത്തത് ഐ അല്ലേ, ഡെൽറ്റ ഐ. അപ്പോൾ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ എന്ന് പറയുന്നത് ആൽഫയാണ്. അപ്പോൾ ന്യൂമറേറ്റർ എന്തായിട്ട് മാറും, ആൽഫ ഡിവൈഡഡ് ബൈ, ഇനി ഡെൽറ്റ ഐ ബി ക്യാൻ ബി റീപ്ലേസ് ബൈ, ഓക്കെ, ഡെൽറ്റ ഐ ബി ക്യാൻ ബി റീപ്ലേസ് ബൈ ഡെൽറ്റ ഐ മൈനസ് ഡെൽറ്റ ഐ സി ഈക്വൽ ടു ഡെൽറ്റ ഐ ബി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡെൽറ്റ ഐ ഇ മൈനസ് ഡെൽറ്റ ഐ സി എന്ന് വരും. ഇനി ഡെൽറ്റ ഐ ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ 1 ആവും, 1 മൈനസ് ഇവിടെ ഡെൽറ്റ ഐ സി ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ ആൽഫ ആയിട്ട് മാറും. അതായത് കിട്ടിയ റിലേഷൻ എന്താണ്, ബീറ്റ വിൽ ബി ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ. ദിസ് ഇസ് ദ സെക്കൻഡ് റിലേഷൻ. ഓക്കെ, ഇതുമാണ് നമ്മുടെ 2 റിലേഷൻസ്. ഇനി നമ്മുടെ ഈ 3 കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചില്ലേ. ഓക്കെ, ഈ 3 കോൺഫിഗറേഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് നമ്മുടെ വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിൻ, ഇൻപുട്ട് ഇമ്പിഡൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ സി വി, സി സി, സി ഇവർ 3 പേരും എന്ത് ആപ്ലിക്കേഷൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊരു ടേബിളായിട്ട് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ നോക്കിയില്ലേ, അപ്പോൾ ഈ വീഡിയോ നോക്കിയതിൻ്റെ നേരെ താഴെ എന്ന് പറയുമ്പോൾ ഒരു ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഡ്രൈവ് ലിങ്ക് ആണ്. അതിനെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ക്രോമിലോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും ഓപ്പൺ ആവും. അപ്പോൾ അതൊരു PDF ആണ്. ആ PDF-ൽ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, ഈ 3 കോൺഫിഗറേഷൻസ് തമ്മിലുള്ള ഡിഫറൻസും ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതും കൂടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ മോഡ്യൂൾ കഴിയും. ഈ മോഡ്യൂളിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് റെഗുലേറ്റഡ് പവർ സപ്ലൈസ് ആണ്. ഓക്കെ, നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ട് എന്ത് ഫോമിലാണ് ഉള്ളത്, AC ഫോമിലാണ് ഉള്ളത് അല്ലേ. AC മെയിൻസ് ആണ് നമുക്ക് വരുന്ന കറണ്ട് 230 വോൾട്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഈ കറണ്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് DC ഫോമിലോട്ട് ആക്കിയാണ് പല ഇലക്ട്രോണിക് ഡിവൈസിനും നമ്മൾ എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ AC to DC എന്ന് പറയുന്ന കൺവേർഷൻ ആവശ്യമാണ്. കൺവേർഷൻ മാത്രമല്ല, ഇപ്പോൾ AC-യിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഈ DC വാല്യൂ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കണം. എന്ന് വെച്ചപ്പോൾ പല ഒരു ഡിവൈസ് എടുക്കുകയാണെങ്കിൽ ആ ഡിവൈസിന് നമ്മളൊരു ഇൻപുട്ട് സ്പെസിഫിക്കേഷൻ പറയും. എന്ന് വെച്ചാൽ അതിൽ ഇൻപുട്ട് കിട്ടേണ്ട വാല്യൂ ചിലപ്പോൾ ഒരു 6 വോൾട്ട് ആണെങ്കിൽ ആ 6 വോൾട്ട് എന്ന് പറയുന്ന വോൾട്ടേജ് അതിന് കൊടുക്കാവൂ. അത് കുറഞ്ഞു കൂടിയ പോയാൽ ഡിവൈസിൻ്റെ കറക്റ്റ് എഫിഷ്യൻസി കിട്ടത്തില്ല, ചിലപ്പോൾ ഡിവൈസ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡിവൈസിന് 6 വോൾട്ട് ആണെങ്കിൽ ആ 6 വോൾട്ട് തന്നെ എനിക്ക് എൻ്റെ ഇൻപുട്ടാക്കി കൊടുക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ആക്ച്വൽ ഇൻപുട്ട്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇൻപുട്ട് കൊടുക്കുകയാണ്, ഇതാണ് എൻ്റെ AC മെയിൻസ് എന്ന് വരുന്ന ഇൻപുട്ട്. അത് നേരെ വന്ന് ഒരു ഡിവൈസ് വഴി പാസ് ചെയ്യുന്നു, എന്നിട്ട് ഇത് ആ AC-ന്ന് DC-ലോട്ട് കൺവേർട്ടായി എൻ്റെ ഡിവൈസ് എന്താണോ ആ ഡിവൈസിലോട്ട് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഈ ഇൻപുട്ട് AC ഇൻപുട്ടിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ വരാം, അല്ലെ ഇൻപുട്ട് വേരിയേഷൻസ് വരാം, ടെമ്പറേച്ചർ കാരണം എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വരാം. ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ദ വേരിയേഷൻസ്, നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഡിവൈസിന് കൊടുക്കുന്ന ഈ DC വാല്യൂ ഷുഡ് ഓൾവേസ് റിമെയിൻ കോൺസ്റ്റന്റ്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന ഈ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് കോൾഡ് ആസ് എ റെഗുലേറ്റഡ് പവർ സപ്ലൈ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സ്കിമാറ്റിക് അവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനീഷ്യലി നോക്കിയേ, നമുക്ക് 230 വോൾട്ട് എന്ന് പറയുന്ന AC മെയിൻസ് ആണ് വരുന്നത്. ഓക്കെ, അത് നേരെ കൊടുക്കുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇനീഷ്യലി വരുന്ന വാല്യൂനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഗിവൺ ടു എ റെക്ടിഫയർ. റെക്ടിഫയേഴ്സ് നമ്മൾ എന്താണെന്ന് പഠിക്കും. ഓക്കെ, നമുക്ക് ഹാഫ് വേവ് ഉണ്ട്, ഫുൾ വേവ് ഉണ്ട്, അങ്ങനത്തെ നമുക്ക് പഠിക്കാനുണ്ട്. എന്നിട്ട് റെക്ടിഫയർ കഴിഞ്ഞ് വരുന്ന ആ സിഗ്നലിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യും. എന്ത് ഫിൽട്ടർ എന്ന് പറയുമ്പോൾ വി ഫിൽട്ടർ ദ റിപ്പിൾ കമ്പോണൻസ് ഫ്രം ദ സിഗ്നൽ. ഓക്കെ, എന്നിട്ട് ഫിൽട്ടർ ചെയ്ത സിഗ്നലിന് ഞാൻ റെഗുലേറ്ററിന് കൊടുക്കും. ആ റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് ഞാൻ ലോഡ് എന്ന് പറയുന്ന ഡിവൈസ്, ആ ഡിവൈസിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നോക്കേ, നമ്മൾ കൊടുക്കുന്നത് ഇനീഷ്യലി കിട്ടുന്നത് AC ആണെങ്കിൽ ഫൈനലി എനിക്ക് കിട്ടുന്ന വാല്യൂ ഒരു DC എന്ന് പറയുമ്പോൾ നോക്കി ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സിഗ്നൽ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് അബൌട്ട് റെക്ടിഫയേഴ്സ്. അപ്പോൾ റെക്ടിഫയേഴ്സ് എന്ന ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺവേർട്സ് ദി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ്. നമുക്കിപ്പോൾ നമ്മുടെ വയറിൽ നിന്ന് കിട്ടുന്ന കറണ്ട് എന്താണ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്താണ്, ഓൾട്ടർനേറ്റിംഗ് കേസിലാണ്, AC ആണ്. അപ്പോൾ ഈ AC വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് AC എന്ന് പറയുമ്പോൾ എന്താണ്, ബൈ ഡയറക്ഷണൽ കറണ്ട്സ് ആണ് അല്ലെ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ കാണുന്ന ഈ സിഗ്നൽ, ഇപ്പം നോക്കിയേ, ദിസ് ഇസ് എൻ AC സിഗ്നൽ, ഇതൊരു സൈനസോഡൽ സിഗ്നൽ അല്ലേ. നോക്കിയേ, അത് ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അപ്പോൾ അതിന് 2 ഹാഫ് സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ അത് ബൈ ഡയറക്ഷണലാണ്. അപ്പോൾ ഈ ബൈ ഡയറക്ഷണൽ സിഗ്നൽസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു യൂണി ഡയറക്ഷണൽ സിഗ്നലിലാക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് റെക്ടിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ റെക്ടിഫയർ ഇസ് എ ഡിവൈസ് വിച്ച് വിൽ ബി പാസിംഗ് ദ കറണ്ട് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. അതിൻ്റെ കണ്ടക്ഷൻ യൂണി ഡയറക്ഷനിലായിരിക്കും. ഇപ്പം നമുക്ക് ഡയോഡിൻ്റെ കേസ് അറിയാമല്ലോ. ഡയോഡ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബേസിക് PN ജംഗ്ഷൻ ആണ്. ഈ ഡയോഡ്സ് ഫോർവേഡ് ബയസ് ആവുന്ന കണ്ടീഷനിൽ മാത്രമേ കറണ്ട് കണ്ടക്ട് ചെയ്യത്തുള്ളൂ ഇൻ വൺ ഡയറക്ഷൻ. റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇറ്റ് ഇസ് ഓൾസോ റെക്ടിഫയർ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് വി ക്യാൻ യൂസ് എ ഡയോഡ് ടു ഫോം എ റെക്ടിഫയർ. സോ വി ഹാവ് ബേസിക്കലി 2 റെക്ടിഫയേഴ്സ്. നമുക്ക് ഹാഫ് വേ റെക്ടിഫയേഴ്സ് ഉണ്ട്, നമുക്ക് ഫുൾ വേ റെക്ടിഫയേഴ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഫുൾ വേവ് ക്യാൻ ബി ഡിസൈൻ യൂസിങ് 2 മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് യൂസിങ് സെൻറ്റർ ടാപ്പ് ആയിരിക്കും. ആൻഡ് രണ്ടാമത്തെ യൂസിങ് ബ്രിഡ്ജ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്താണ് ഈ പറയുന്നത് ഹാഫ് വേ റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഫിഗർ അവിടെ കാണിച്ചിരിക്കുന്നത്. സി ദിസ് ഇസ് എന്താണ്, വി ഹാവ് ദി AC മെയിൻസ്. അതായത് എൻ്റെ മെയിൻ ഇൻപുട്ട് വരുന്ന ഈ സൈഡിലാണ്. നമ്മൾ ട്രാൻസ്ഫോമറിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ് ആണിത്, സെക്കൻഡറി വൈൻഡിങ് ആണിത്, ഇതെൻ്റെ കോറാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡറി വൈൻഡിങ്ങിൽ വരുന്ന എൻ്റെ ഔട്ട്പുട്ടിനെ ഞാൻ എടുത്തിട്ട് ഒരു ഡയോഡിലോട്ട് കൊടുത്തേക്കാണ്. മനസ്സിലായി? കാരണം ഡയോഡ് വിൽ ബി കണ്ടക്ടിങ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അത് ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് മാത്രമേ കറണ്ട് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ആ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഡയോഡിനെ യൂസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഔട്ട്പുട്ട് നമ്മൾ എടുത്തേക്ക് നോക്കി അക്രോസ് റെസിസ്റ്റർ ആണ്. ഓക്കെ, ആറിൽ ആൻഡ് നോക്കി ഇപ്പോൾ ഇവിടെ വരുന്ന ഇൻപുട്ടിനെ നമുക്ക് VI എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ വരുന്ന ഔട്ട്പുട്ടിനെ V0 എന്നും പറയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സപ്പോസ് AC മെയിൻസിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടാണ് ഈ VI എന്ന് പറയുന്നത്. ഓക്കെ, VI സിഗ്നലാണ്, ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്. ഇപ്പോൾ വോൾട്ടേജ് ആണ് VI, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്യൂറിങ് ദ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, അതായത് നമ്മൾ സിഗ്നൽ അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയല്ലേ പോകുന്നത്. സോ നമ്മൾ ഈ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് ഓക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആയിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ രണ്ടിലും. ഓക്കെ, ആ ട്രാൻസ്ഫോമറിൻ്റെ ഈ എൻഡ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഡയോഡിൻ്റെ P സൈഡ് ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് N സൈഡ് ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. അതുകൊണ്ട് ഇത് എന്ത് ബയസ് ആണ്, ദിസ് ഇസ് ഇൻ ഫോർവേഡ് ബയസ്. ഓക്കെ, ഫോർവേഡ് ബയസ് ആവുകയാണെങ്കിൽ എന്ത് പറ്റും, ഈ ഡയോഡ് വിൽ ബി ആക്ടിങ് ആസ് എ ഷോർട്ട് സർക്യൂട്ട് എന്ന് വെച്ചാൽ ഇറ്റ് കണ്ടക്ട്സ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വരുന്ന VI എന്താണോ ആ VI കാരണം ഒരു കറണ്ട് വിൽ ബി ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് I അല്ലേ. എന്നിട്ട് ആ കറണ്ട് നേരെ നമ്മുടെ ലോഡ് വഴിയും പാസ് ചെയ്യും.
അപ്പോൾ ലോഡിന് അക്രോസ് ആയിട്ട് എടുക്കുന്ന വോൾട്ടേജ് വി നോട്ട് ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു എങ്ങനെയാണ് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഈ കറണ്ട് ഐ ഇൻറ്റു ആർ എൽ, ഐ ഇൻറ്റു ആർ എൽ എന്ന് പറയുന്ന വോൾട്ടേജ് ആയിരിക്കും ഈ ആർ എൽ അക്രോസ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. മനസ്സിലായോ? ആൻഡ് ഈ വോൾട്ടേജ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ഇറ്റ്സെൽഫ്. മനസ്സിലായോ? അപ്പോൾ ഡ്യൂറിങ് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് വി നോട്ട് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു ഇൻപുട്ട് വി ഐ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നോക്കി ഇവിടെ ഇൻപുട്ട് എന്താണോ ആ സെയിം സാധനം തന്നെ എനിക്ക് ഇവിടെ കിട്ടും. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത താഴെ നെഗറ്റീവ് പോകും. അപ്പോൾ ഇവിടെ നിന്ന് സംഭവിക്കും? നെഗറ്റീവ് ആണെങ്കിൽ സംഭവിക്കും പറയുമ്പോൾ ഇവിടെ അപ്പിയർ ചെയ്യുന്ന പൊളാരിറ്റി എന്താണോ ആ നേരെ ഇൻവേർട്ടഡ് ആവും. ഓക്കെ, എന്ന് വെച്ചത് ഇവിടെ നെഗറ്റീവും വരും, ഇവിടെ പോസിറ്റീവും വരും. അപ്പം അങ്ങനെയാണ് നോക്കി, ഈ ഡയോഡിൻ്റെ പി സൈഡ് ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ആൻഡ് എൻ സൈഡ് ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. അതായത് ഡയോഡ് എന്ത് ബേസിലാണ്, എന്ത് ബയാസിലാണ്? റിവേഴ്സ് ബയസ് ആണ്. റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് കണ്ടക്ടർ ഈ ഡയോഡ് എന്ത് ചെയ്യും? കണ്ടക്ടർ ചെയ്യത്തില്ല. സോ ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ ഓപ്പൺ സർക്യൂട്ട്. ഇങ്ങനെ ആയിരിക്കും, ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ടിങ്. എന്ന് വെച്ചാൽ കറണ്ട് ഫ്ലോ ചെയ്യൂ, കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല, ഈ ഒരു കറണ്ട് ഉണ്ടാകത്തില്ല. കറണ്ട് ഉണ്ടായില്ലെങ്കിൽ ഈ വി നോട്ട് ഈക്വൽ ടു ഐക്ക് വരും 0, 0 ഇൻറ്റു ആർ എൽ 0. എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിരിക്കും സെക്കൻഡ് കേസിൽ. ഓക്കെ, നമ്മൾ ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഈക്വൽ ടു ഇൻപുട്ട് ആയിരിക്കും. റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇങ്ങനെ പോകും. ഇനി എഗെയിൻ ഡ്യൂറിങ് നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എഗെയിൻ പൊളാരിറ്റി റിവേഴ്സ് ആവും. ഇവിടെ പ്ലസ് ആവും, ഇവിടെ മൈനസ് ആവും. ഡയോഡ് വിൽ ബി ആക്ടിങ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. കറണ്ട് ഉണ്ടാവും, ഔട്ട്പുട്ട് കിട്ടും. സോ ഇവിടുത്തെ കേസിൽ ഔട്ട്പുട്ട് വി നോട്ട് വിൽ ബി ഈക്വൽ ടു ഇൻപുട്ട് എന്ന് പറയുന്നത് ഇത്. മനസ്സിലായോ? അപ്പോൾ ഇതിന് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഓഫ് ഹാഫ് വേ റെക്ടിഫൈ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത് ഇതല്ലേ? ദിസ് ഇസ് എ ഫുൾ സൈക്കിൾ. ഇതിൻ്റെ ഒരു ഹാഫ് സൈക്കിളിനെ മാത്രമാണ് നമ്മൾ റെക്ടിഫൈ ചെയ്ത് കിട്ടുന്നത്. മനസ്സിലായി? ഓരോ സൈക്കിൾസിൻ്റെയും ഹാഫ് പാർട്ട് മാത്രമായിരിക്കും എനിക്ക് കിട്ടുന്നത്. ദസ് ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ഹാഫ് വേ റെക്ടിഫയർ. ഓക്കെ, ദ നെക്സ്റ്റ് റെക്ടിഫയർ ആണ് ദ ഫുൾ വേ റെക്ടിഫയർ യൂസിങ് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ നോക്കിയേ, ഈ വരുന്ന പോലത്തെ സെയിം സർക്യൂട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്ന പോലെ എ സി മെയിൻസ് വരുന്നുണ്ട്, നമ്മളൊരു സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ കൊടുക്കുന്നുണ്ട്. സെൻറ്റർ ടാപ്പ് എന്ന് വെച്ചാൽ നോക്കിയേ, നമ്മൾ ഇവിടെ നിന്ന് ഒരു കണക്ഷൻ കൂടെ എടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡയോഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഡയോഡ് ഉണ്ടായിരുന്നു അല്ലേ? ഈ സെയിം ഡയോഡ് തന്നെ ഇവിടെയും വരും. സോ ദാറ്റ് ഈസ് ഡയോഡ് D1. ആൻഡ് വ്യത്യാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ അപ്പോൾ ഈ ടെർമിനലിനെ ഞാൻ എ എന്നും ഈ നടുക്കുള്ളതിനെ ബി എന്നും താഴെയുള്ളതിനെ സി എന്നും പറയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറഞ്ഞ ടെർമിനൽ നോക്കിയാൽ വി ഹാവ് അനദർ ഡയോഡ് D2. ഇതിന് സെയിം ആയിട്ടുള്ള സിമെട്രിക്കൽ ഡയോഡ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ബി കണക്റ്റഡ് ടു ഈച്ച് അതർ. എന്നിട്ട് നമ്മൾ ബി എന്ന് പറയുന്ന ഈ ഒരു ടെർമിനലിൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ എടുത്തു, എന്നിട്ട് ഗിവൻ അക്രോസ് റെസിസ്റ്റർ RL. അപ്പോൾ ഇവിടെ നിന്നും ഒരു കണക്ഷൻ എടുത്തു, അതിൻ്റെ ഇടയ്ക്ക് ഒരു RL കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? വി ഐ ആയിരിക്കത്തില്ലേ? ഇവിടുത്തെ വോൾട്ടേജ് എന്ന് വെച്ചാൽ വി ഐ ആയിരിക്കും. ആൻഡ് ഔട്ട്പുട്ട് ഇതുവഴി ഒരു കറണ്ടും ഉണ്ടാവും, അത് കാരണം. ആൻഡ് ഔട്ട്പുട്ട് വി നോട്ട് ഇവിടെയാണ് എടുക്കുന്നത്, വിച്ച് വിൽ ബി ഈക്വൽ ടു ഐ ഇൻറ്റു RL ആയിരിക്കും കിട്ടേണ്ടത് അണ്ടർ സർട്ടൻ കണ്ടീഷൻ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുത്തെ കേസിൽ എ സി മെയിൻസിൽ കൊടുക്കുന്ന കറണ്ട് നോക്കിയേ, വോൾട്ടേജ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ എയിം എന്താണ്? നമ്മൾ ഇവിടെ ഹാഫ് വേ റെക്ടിഫിക്കേഷനിൽ ചെയ്തേ അല്ലേ? എന്ന് വെച്ചാൽ ഒരു സൈക്കിളിൻ്റെ ഹാഫ് വേ മാത്രമാണ് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടുന്നത്, മറ്റേ ഹാഫ് വേ ഫിൽറ്റർ ഔട്ട് ചെയ്താൽ പോകുന്നത്. ഇവിടുത്തെ കേസിൽ ഒരു ഫുൾ സൈക്കിൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് സൈക്കിൾസിലും എനിക്ക് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ഇവിടെ ഹാഫ് സൈക്കിൾ, ഒരു ഹാഫ് സൈക്കിളിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടിയുള്ളൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് ഇല്ല. ഇവിടുത്തെ കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും വി ഷുഡ് ബി ഗെറ്റിംഗ് ഔട്ട്പുട്ട്. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഫുള്ളി റെക്ടിഫയറിൻ്റെ കേസിൽ ഈ ഡയഗ്രാം നോക്കി. സർക്യൂട്ടിൽ സപ്പോസ് നമ്മൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഞാൻ കൊടുക്കുന്ന സമയത്ത് ഈ ടെർമിനൽ എയുടെ അക്രോസ് ആയിട്ട് പോസിറ്റീവും സിയുടെ അക്രോസ് ആയിട്ട് നെഗറ്റീവ് ആയിരിക്കും അപ്പിയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ടെർമിനൽ എ വിൽ ബി പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് സി വിൽ ബി നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി അഗെയിൻ. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കി, ഈ ഡയോഡ് D1ൻ്റെ പി സൈഡിൽ നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ എൻ സൈഡ് വിൽ ബി കണക്റ്റഡ് നോക്കി ഇവിടെ നിന്ന് നെഗറ്റീവ് സൈഡ്. അപ്പോൾ ദിസ് വിൽ ബി അണ്ടർ ഫോർവേഡ് ബയസ് കണ്ടീഷൻ അല്ലേ? ഇത് ഫോർവേഡ് ബയസ് ആണ്. ഓക്കെ, ആൻഡ് സെയിം വേ ഇവിടെയോ ഈ സി എന്ന് പറഞ്ഞ ടെർമിനൽ നെഗറ്റീവ് ആയതുകൊണ്ട് സി ഈസ് കണക്റ്റഡ് ടു D2യുടെ പോസിറ്റീവ് സൈഡ്. പക്ഷേ നെഗറ്റീവ് കണക്റ്റഡ് ടു പി സൈഡ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഇൻ റിവേഴ്സ് ബയസ് കണ്ടീഷൻ. ഓക്കെ, സോ അപ്പോൾ ഈ കേസിൽ ഈ ഡയോഡ് കണ്ടക്റ്റിംഗ് ആയിരിക്കും, ഈ ഡയോഡ് ഇവിടെ കാണത്തില്ല. ദിസ് വിൽ ബി ബേസിക്കലി an ഓപ്പൺ സർക്യൂട്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല, പക്ഷേ ഇവിടുന്ന് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. എങ്ങനെയായിരിക്കും നോക്കി, ഇത് കണ്ടക്റ്റിംഗ് അല്ലേ? അപ്പോൾ കറണ്ട് ഈ വി ഐന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് IRL എന്ന് പറയുകയാണെങ്കിൽ ആ IRL വിൽ ബി ഫ്ലോയിങ് ഫ്രം ദ പോയിന്റ് എ ത്രൂ D1 ത്രൂ ദിസ് ഡയറക്ഷൻ. ഓക്കെ, എന്നിട്ട് RL വഴി പാസ് ചെയ്യും, എന്നിട്ട് ബാക്ക് ടു ദ പോയിന്റ് ബി. അപ്പോൾ A D1 RL ബാക്ക് ടു ബി ആണ് ആ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്.
ഓക്കെ, നമ്മളിപ്പോൾ എന്താ പറഞ്ഞേ, ഈ പറയുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വി ഗോട്ട് എൻ ഔട്ട്പുട്ട് അല്ലേ. ആൻഡ് ആ ഔട്ട്പുട്ട് കിട്ടിയത് എപ്പോഴായിരുന്നു? നമ്മുടെ ഡയോഡ് D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് ആയിരുന്നു, D2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ്ഡ് ആയിരുന്നു. ഈ കണ്ടീഷൻ ആയിരുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനിൽ നോക്കിയേ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താണ്? വി ഗെറ്റ് എൻ ഔട്ട്പുട്ട്. ഓക്കെ, ഇനി സെയിം കേസ് ഞാൻ പറയാണ്. ഇപ്പം ഇവിടെ ഈ A ടെർമിനൽ ഇസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് C ടെർമിനൽ ഇസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ കേസിൽ പോളാരിറ്റി റിവേഴ്സ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് ഇസ് കണക്റ്റഡ് ടു ഡിയുടെ പി സൈഡ് എന്ന് വെച്ചാൽ ദിസ് ബിക്കംസ് ഓപ്പൺ സർക്യൂട്ട് ആൻഡ് താഴെ D2 ഇങ്ങനെയല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പി സൈഡ് ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് എൻ സൈഡ് ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇതെന്താവും? ഫോർവേഡ് ബയസ് ആവും, ഇത് റിവേഴ്സ് ബയസ് ആവും. അപ്പോൾ സെക്കൻഡ് കേസ് എന്ന് വെച്ചാൽ എന്താണ്? D1 വിൽ ബി റിവേഴ്സ് ബയസ്ഡ് ആൻഡ് D2 വിൽ ബി ഫോർവേഡ് ബയസ്ഡ് ആണ് നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ കണ്ടീഷനിൽ എന്ത് പറ്റും? ആ കണ്ടീഷനിൽ നോക്കി കറന്റ് വിൽ ബി ഫ്ലോയിങ് ത്രൂ ദിസ് ഡയറക്ഷൻ അല്ലേ. ആദ്യം ഈ ബി എന്ന് പറയുന്ന പോയിന്റ്, ആദ്യം നമ്മളെ ഈ പറയുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിന്റ് വഴി D2 കണ്ടക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് നേരെ വന്നിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇത് ഓപ്പൺ സർക്യൂട്ട് അല്ലേ, അതുകൊണ്ട് RL വഴി പാസ് ചെയ്ത് താഴെ വരും, എന്നിട്ട് ബാക്ക് ടു ദ പോയിന്റ് ബി. അപ്പോൾ ഫ്ലോ ഇങ്ങനെയാണ്, C to D2 to RL ബാക്ക് ടു ബി. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും അവിടെ കറണ്ട് ബ്ലോക്ക് ആയോ? ഇല്ലല്ലോ. സ്റ്റിൽ വി ഗോട്ട് എൻ ഔട്ട്പുട്ട് V0 ഈക്വൽ ടു IRL അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ കറണ്ട് ഉണ്ട്, സെക്കൻഡ് കേസിലും കറണ്ട് ഉണ്ട്. അപ്പോൾ നോക്കി, സെക്കൻഡ് കേസ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുന്ന സമയത്തും ദ ഔട്ട്പുട്ട് ഇസ് ആക്ച്വലി ഈക്വൽ ടു എന്താണ്? VI itself. അതായത് വി ഗോട്ട് ഔട്ട്പുട്ട് ഈക്വൽ ടു ദി ഇൻപുട്ട്. ഇനി പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് നെഗറ്റീവ് എഗെയിൻ പൊളാരിറ്റി റിവേഴ്സ് ആവും, എഗെയിൻ വി ഗെറ്റ് ദി ഔട്ട്പുട്ട്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻസ് മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു ഹാഫ് സൈക്കിളിൽ മാത്രം ഔട്ട്പുട്ട് ഉണ്ടാവും, മറ്റേ ഹാഫ് സൈക്കിളിൽ 0 ആയിരിക്കും. ഇവിടെയോ നമ്മുടെ ഫുൾ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും വി ഗെറ്റ് ദി ഔട്ട്പുട്ട്സ്. സോ ദിസ് ഇസ് ദി ഫുള്ളി റെക്ടിഫൈ യൂസിങ് സെൻഡർ ടൈപ്പ് ട്രാൻസ്ഫോമർ. നെക്സ്റ്റ് നമുക്ക് യൂസിങ് ബ്രിഡ്ജ് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയാൻ റീസൺ നോക്കി, ഇവിടെ നമുക്ക് 4 ഡയോഡ്സ് ഉണ്ട്. ഇവിടുത്തെ കേസിൽ എങ്ങനെ നമ്മൾ സെൻഡർ ടാപ്പിൽ നമ്മൾ 2 ഡയോഡ്സ് യൂസ് ചെയ്തത് അല്ലേ. ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്, ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്, D1 D2. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ നമ്മൾ 4 ഡയോഡ്സ് യൂസ് ചെയ്യുന്നത് ഒരു ബ്രിഡ്ജ് ഫോമിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സിമെട്രിക്കൽ നേച്ചറാണ്. നോക്കി, ഇവിടെ D1 ഉണ്ട്, നമുക്ക് D1 D2 D3 D4 അത് കണക്ട് ചെയ്ത് നോക്കിയാൽ ബാക്ക് ടു ബാക്ക്. ഓക്കെ, അതിന് ഇവിടെ നോക്കി, ഇവിടെ എന്താണ് നമ്മുടെ AC മെയിൻസ് വരുന്നുണ്ട്, അത് നേരെ ട്രാൻസ്ഫോമറിലോട്ട് പോകുന്നുണ്ട്, എന്നിട്ട് നമ്മുടെ ബ്രിഡ്ജ് കണക്ഷനിൽ വരുന്നത്. സോ ഈ പോയിന്റ് ഞാൻ A എന്നും ഈ പോയിന്റ് ഞാൻ B എന്നും പറയാണ്. അങ്ങനെയാണെങ്കിൽ എഗെയിൻ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് പറ്റും? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ ഈ പോയിന്റ് A പോസിറ്റീവ് ആയിരിക്കും, B നെഗറ്റീവ് ആയിരിക്കും. A പോസിറ്റീവ് ആണെങ്കിൽ നോക്കി, ഈ നമ്മുടെ D1ന്റെ പോസിറ്റീവ് പി സൈഡ് ഇസ് കണക്റ്റഡ് ടു ദിസ് പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇതെന്താവും? ദിസ് വിൽ ബി കണ്ടക്ടിങ് നേച്ചർ. സിമിലർലി ഈ D4ന്റെ എൻ സൈഡ് ഇസ് കണക്റ്റഡ് ടു നമ്മുടെ പ്ലസ്, അതുകൊണ്ട് ദിസ് വിൽ ബിക്കം എ ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ, സിമിലർ താഴെ നോക്കി, നെഗറ്റീവ് ഇസ് കണക്റ്റഡ് ടു ഈ D2യുടെ എൻ സൈഡ്, സോ ദിസ് വിൽ ബി കണ്ടക്ടിങ്. ആൻഡ് ഇവിടെ D3യുടെ പി ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ്, സോ ദിസ് അഗെയിൻ വിൽ ബി ബിക്കമിങ് എൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പം നമുക്ക് ഇവിടെയും കണക്ഷൻ ഇല്ല, നമുക്കിത് ഇവിടെയും കണക്ഷൻ ഇല്ല, അപ്പോൾ ഇത്രയും മാത്രമേ കണക്ഷൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ദ കറന്റ് വിൽ ബി ഫ്ലോയിങ് ഫ്രം ദ പോയിന്റ് A അല്ലെ. എയിൽ നിന്ന് എങ്ങോട്ട് പോവും? D1 വഴി പാസ് ചെയ്ത്, ഓക്കെ, എന്നിട്ട് ഇത് റെസിസ്റ്റർ RL പറയുകയാണെങ്കിൽ RL വഴി പാസ് ചെയ്യും, ഓക്കെ, എന്നിട്ട് ബാക്ക് ടു D2 വഴി വരും, എന്നിട്ട് ബാക്ക് ടു ദ പോയിന്റ് B, എന്നിട്ട് ഇവിടെ പോകും. സോ ദിസ് ഇസ് ഡയറക്ഷൻ. ഇങ്ങനെ വന്ന് ഒരു സിഗ്സാഗ് ഷേപ്പിൽ അതിട്ടാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ സിംപ്ലൈസ് ആൻഡ് ഇപ്പോൾ ഇവിടെ എന്ത് പറ്റും? RL അക്രോസ് ആയിട്ട് വോൾട്ടേജ് കിട്ടുമല്ലോ, V0 കിട്ടും. ആൻഡ് V0 വിൽ ബി, ഇപ്പോൾ ഈ കേസിൽ V0 വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VI തന്നെ ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഔട്ട്പുട്ട് എന്ന് വെച്ചാലും ഈക്വൽ ആയിട്ട് ഇൻപുട്ട് ആയിരിക്കും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് പറ്റും? പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. എയിൽ നെഗറ്റീവ് ആൻഡ് ബിയിൽ പോസിറ്റീവ് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഡയോഡ് ഉണ്ട്, ഓക്കെ, ആൻഡ് ഇവിടെ ആ ഡയോഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നെഗറ്റീവ് ഇസ് കണക്റ്റഡ് ടു ഇതിൻ്റെ പി സൈഡ് എന്ന് വെച്ചാൽ ദിസ് വിൽ ബിക്കം എ ഓപ്പൺ സർക്യൂട്ട്, ഇത് കണ്ടക്റ്റിംഗ് ആയിരിക്കും. സിമിലർലി ഇവിടെ പോസിറ്റീവ് ഇസ് കണക്റ്റഡ് ടു ഇതിൻ്റെ പി സൈഡ് എന്ന് വെച്ചാൽ ദിസ് വിൽ ബി ബിക്കമിങ് ഫോർവേഡ് ബയസ്ഡ്. ആൻഡ് നമുക്ക് ഇതിൻ്റെ എൻ സൈഡിലാണ് പോസിറ്റീവ് കണക്ട് ചെയ്യുന്നത്, സോ ദിസ് വിൽ ബി ബിക്കമിങ് എൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ നമുക്ക് ഇവിടെയില്ല ഇവിടെയില്ല, വിച്ച് ഇംപ്ലൈസ് എന്താണ്? കറന്റ് വിൽ ബി ഫ്ലോയിങ് ഫ്രം ദി പോസിറ്റീവ് സൈഡ് അല്ലേ. അപ്പോൾ കറന്റ് ഇവിടുത്തെ കേസിൽ B എന്ന് തുടങ്ങി D3 വഴി പാസ് ചെയ്ത് RL വഴി പാസ് ചെയ്ത് D4 വഴി പാസ് ചെയ്ത് എയിലെത്തുന്നു, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അഗെയിൻ സിഗ്സാഗ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ കണ്ടക്ഷൻ വരുന്നത്, ഈ പാത്തിലായിരിക്കും.
അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റും സെക്കൻഡ് കേസിൽ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ സ്റ്റാർട്ടിങ് ഫ്രം ദ പോയിന്റ് ബി ടു D3 ടു RL ടു D4 ടു ദ പോയിന്റ് എ. ഇവിടുത്തെ കേസിൽ V0 വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VI തന്നെ ആയിരിക്കും. ഇവിടുത്തെ കേസ് നോക്കിയാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും, അങ്ങനെ പോകും. അപ്പോൾ ഈ കിട്ടുന്ന ഔട്ട്പുട്ട് നോക്കി രണ്ടും സെയിം അല്ലേ, ഫുള്ളി റെക്ടിഫിക്കേഷൻ ഔട്ട്പുട്ട്. അപ്പോൾ ഇതാ യൂസിങ് രണ്ട് ടെക്നിക്സ് പറയും നമ്മൾ. ഓക്കെ, നമ്മൾ റെക്ടിഫയേഴ്സ് നോക്കി. അപ്പോൾ ഈ റെക്ടിഫയർ എന്താ ചെയ്യുന്നത്, നമ്മുടെ AC സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് അതൊരു DC വാല്യൂലോട്ട് ആക്കി. പക്ഷെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഹാഫ് വേവ് ഔട്ട്പുട്ട് നോക്കിയില്ലേ, ആ ഹാഫ് വേവിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരുന്നു, ഇങ്ങനെയല്ലേ ഇരുന്നേ. ഓക്കെ, ഇങ്ങനെ പോയി. ഇനി ഫുൾ വേവ് ആണെങ്കിലോ ഇങ്ങനെ പോയി. അപ്പോൾ നമുക്കൊരു DC വാല്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോമുല വരേണ്ടത്. നമുക്ക് ഇങ്ങനെയാണ് പോയി കോൺസ്റ്റന്റ് സിഗ്നലാണ് കിട്ടേണ്ടത്. പക്ഷേ ഇതിപ്പോൾ എന്താണ്, ഇതൊരു പൾസേറ്റിംഗ് ഇൻ നേച്ചർ അല്ലേ. അല്ല, നമുക്കിവിടെ ഓരോ ഇങ്ങനെ റിപ്പിൾസ് ഉണ്ടാകുന്നുണ്ട് അല്ല. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഫോമിലാണ് സിഗ്നൽ ഇരിക്കുന്നത് അല്ല. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് വരേണ്ടത്. അതിന് പറയും ഇങ്ങനെ ഓരോ ഡിപ്സ് ഉണ്ടാവും. ആ ഉണ്ടാവുന്നത് നമ്മൾ റിപ്പിൾസ് എന്ന് പറയും. ഇത് കോൾഡ് ആസ് റിപ്പിൾസ്. ആൻഡ് അത് ഉണ്ടാവുന്നത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് AC കമ്പോണൻസ് ആണ്. ഓക്കെ, നമ്മൾ റെക്ടിഫൈ ചെയ്ത് AC-നെ നിന്ന് നമുക്ക് DC എടുക്കുന്നെങ്കിൽ പോലും അതിൽ അപ്പോഴും കുറച്ച് റിപ്പിൾസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ AC കമ്പോണൻറ്റിന് പ്രസൻസ് ഉണ്ടാവുന്നതുകൊണ്ടാണ് ആ റിപ്പിൾസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്താലേ നമുക്ക് ഈ പറയുന്ന ഒരു പെർഫെക്റ്റ് DC സിഗ്നൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രം നോക്കിയില്ലേ, സ്കിമാറ്റിക്കിൽ അതിൽ റെക്ടിഫൈസ് കഴിഞ്ഞ് വന്ന സർക്യൂട്ട് എന്തായിരുന്നു, ഫിൽറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഫിൽറ്ററിങ് ഓഫ് AC കമ്പോണൻസിന് വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ഫിൽറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി നമ്മളിവിടെ രണ്ട് ഫിൽറ്റേഴ്സിനെ പറ്റിയാൽ പഠിക്കും. നമുക്ക് കുറേ ടൈപ്സ് ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ രണ്ട് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് കപ്പാസിറ്റീവ് ഫിൽറ്റേഴ്സ്. അപ്പോൾ കപ്പാസിറ്റീവ് ഫിൽറ്റേഴ്സ് നോക്കി നമ്മൾ റെക്ടിഫയർ പഠിച്ചല്ലോ. ആ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി ഞാൻ ലോഡിൽ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് ഇത് ഇങ്ങനെയല്ലേ കിട്ടുന്നത്, ഇങ്ങനെ കിട്ടും അല്ലേ. ഡോട്ടിൽ ഞാൻ വരച്ചിരിക്കുന്നേ ഉള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ വി യൂസ് എ കപ്പാസിറ്റീവ് ഫിൽറ്റർ. ഓക്കെ, കപ്പാസിറ്റീവ് ഫിൽറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെന്ന് പറയുമ്പോൾ ഈ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വരികയാണ്. ഓക്കെ, അതായത് ഈ ഒരു സമയത്ത് ഓക്കെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ നോക്കി നമ്മൾ ഷണ്ട് ആയിട്ടല്ലേ കണക്ട് ചെയ്യിക്കുന്നത്, ഷണ്ട് അല്ലെങ്കിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ കപ്പാസിറ്റർ നമ്മൾ പറയുമ്പോൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഓക്കെ, ഈ ഒരു ഹാഫ് സൈക്കിളിൽ നമ്മുടെ റെക്ടിഫയർ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കപ്പാസിറ്ററും ചാർജ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് സമയം എന്ത് പറ്റും, അടുത്ത സമയം എൻ്റെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാണോ കുറയുന്നത്, ഓക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട്. അപ്പോൾ കൂടുന്ന സമയത്ത് കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതാണ് ഞാൻ ഇതിങ്ങനെ വരച്ചേക്കുന്നത്. ഞാൻ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ ചാർജ് ആവുന്നതാണ് ഇത് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയാണ് കപ്പാസിറ്റർ ചാർജ് ആവുന്നത്. എന്നിട്ട് എപ്പോഴാണോ എൻ്റെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുന്നത് ആ സമയത്ത് കപ്പാസിറ്റർ എന്ത് ചെയ്യും, കപ്പാസിറ്ററും ഡിസ്ചാർജ് ചെയ്യണം. പക്ഷെ കപ്പാസിറ്റർ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത് സ്ലോ റേറ്റിലായിരിക്കണം. ദ കപ്പാസിറ്റർ ഷുഡ് ബി ഡിസ്ചാർജ് സ്ലോലി. കപ്പാസിറ്റർ സ്ലോ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഈ RL എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഷുഡ് ബി ഹാവിങ് എ വെരി ഹൈ വാല്യൂ. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, RL വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ പയ്യെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഈ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന നോക്കി ഇങ്ങനെയായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇനി എഗെയിൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ, ആ സമയത്ത് കപ്പാസിറ്റർ എഗെയിൻ നോക്കി ഇവിടെ ചാർജ് ചെയ്യും. എന്നിട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്യും, എഗെയിൻ ചാർജ് ചെയ്യും, എഗെയിൻ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി എൻ്റെ ഇവിടുത്തെ V0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചേക്കുന്നത് ഈ ഡോട്ടഡ് ലൈനിൽ കാണിച്ചേക്കുന്നത് ഇസ് ദി ഔട്ട്പുട്ട് ഓഫ് ദ റെക്ടിഫയർ വിത്തൗട്ട്, ഓക്കെ വിത്തൗട്ട് ദി ഫിൽറ്റർ ആണ് കാണിച്ചേക്കുന്നത്. ഇനി സെക്കൻഡ് കേസ് ഈ റെഡിൽ മാർക്ക് ചെയ്യുന്നത് എന്താണ്, ഇസ് ദി ഔട്ട്പുട്ട് ഓഫ് ദ ഫിൽറ്റർ ഇറ്റ് സെൽഫ്. ഇത് ഇസ് ദി ഔട്ട്പുട്ട് വിത്തൗട്ട് ഫിൽറ്റർ. എവിടെയാണെങ്കിൽ ഇസ് ദ ഔട്ട്പുട്ട് വിത്ത് ദ ഫിൽറ്റർ. അപ്പോൾ നോക്കേ നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെ, ഇതാണ് എൻ്റെ DC വാല്യൂ, കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇങ്ങനെ കിട്ടുന്നത് അല്ല. ഇപ്പോൾ ഈ താഴത്തെ സംഭവം നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് ഓൾമോസ്റ്റ് a DC value nature. മറ്റേതിനെ കാട്ടി ഇമ്പ്രൂവ്മെൻ്റ് അല്ലേ. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് നമ്മൾ പഠിക്കുന്നതാണ് ദ ഇൻഡക്റ്റീവ് ഫിൽറ്റർ. ഇവിടുത്തെ കേസും പർപ്പസ് സെയിം ആണ്. ഇങ്ങനത്തെ സിഗ്നൽ DC സിഗ്നൽ വിത്തൗട്ട് റിപ്പിൾസാണ് കിട്ടേണ്ടത്. നമ്മൾ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ നോക്കി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ് L. എന്നിട്ട് അവിടെ നിന്ന് ഒരു RL കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ RL അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് V0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ റെക്ടിഫൈൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഓക്കെ, അതല്ലേ നീ കാണിച്ചേക്കുന്നത്, ഇങ്ങനെ പോകുന്നുണ്ട് സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് പോകുന്നത്.
നമുക്ക് എന്താ വേണ്ടത്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പം റെക്ടിഫയറിൻ്റെ ഒരു വാല്യൂ, ഇപ്പോൾ ഇൻഡക്ടർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്. ഇനി ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് മോഡ്യൂളിൽ. എങ്ങനെയായിരുന്നു? ഒരു ഇൻഡക്ടർ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ മാഗ്നറ്റിക് സർക്യൂട്ട് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾവേസ് ഒപ്പോസസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ് അല്ലേ. ഇപ്പോൾ ഒരു ഇൻഡക്ടറിന് ഞാൻ ഒരു കറണ്ട്, ഇൻഡക്ടറിൽ ഒരു കറണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ കറണ്ട് കാരണം ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മൾ ബാക്ക് EMF എന്ന് പറയുമ്പോൾ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന കറണ്ട് കാരണം ഉണ്ടാകുന്ന EMF വിൽ ബി ഒപ്പോസിങ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഒപ്പോസസ് കോസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്ന് വെച്ചാൽ ഈ ഇൻഡക്ടർ വഴി ഇപ്പോൾ നമ്മളൊരു കറണ്ടാണ്, കറണ്ട് വേവ് ഫോം ആണ്, കറണ്ട് വോൾട്ടേജും ആവും. ഓക്കെ, ഒരു കറണ്ട് വേവ് ഫോം, കറണ്ട് പാസ്, ഇൻഡക്ടർ വഴി ഒരു കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടർ വിൽ ബി ഡെവലപ്പിംഗ് എ ബാക്ക് EMF which will be opposing that current which initiated that particular EMF. ആ EMF ഉണ്ടാവാൻ കാരണമായ കറണ്ടിനെ അത് ഒപ്പോസ് ചെയ്ത് ആ ഒരു ചേഞ്ച് ഇനീഷ്യേറ്റ് ചെയ്യാതെ നോക്കും. മനസ്സിലായി എന്ന് വെച്ചാൽ നോക്കി, ഇവിടുത്തെ കേസ് റെക്ടിഫയറിന്റെ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡക്ടർ എന്ത് ചെയ്യും? ഇൻഡക്ടറിൽ EMF ഉണ്ടാവും. ആ EMF എന്ത് ചെയ്യും? ഈ ഉണ്ടായ കറണ്ടിനെ എഗെയിൻ ബാക്ക് ടു അതിന്റെ നോർമൽ വാല്യൂലോട്ട് ആക്കാൻ നോക്കും. എന്നിട്ട് വെൻ ദ ഇൻപുട്ട് ഡിക്രീസസ് എഗെയിൻ ഇൻഡക്ടർ എന്ത് ചെയ്യും? ആ ഡിക്രീസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഡിക്രീസ് സംഭവിക്കാണ്ട് ആ ഒരു ഒറിജിനൽ സ്റ്റേറ്റ് ഒരു നോർമൽ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കും. അപ്പോൾ കറണ്ട് ഡിക്രീസ് ചെയ്താലും ഇൻക്രീസ് ചെയ്താലും ഇൻഡക്ടർ എന്ത് ചെയ്യും? അതിനെ ഒപ്പോസ് ചെയ്ത് ഒരു പാർട്ടിക്കുലർ സ്റ്റേബിൾ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, എൻ്റെ ഇൻപുട്ട് ഇങ്ങനെ പോകുന്നെങ്കിൽ പോലും എൻ്റെ ഇൻഡക്ടർ എന്ത് ചെയ്യും? അതിൻ്റെ ഔട്ട്പുട്ടിനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ, അതായത് ഇങ്ങനെ ഒരു വാല്യൂ ആക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന അതാണ് ഈ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതാണ് ദിസ് ഇസ് ദി ഔട്ട്പുട്ട് ഓഫ് ദ റെക്ടിഫയർ ഇറ്റ് സെൽഫ്, അതായത് വിതൗട്ട് ദ ഫിൽറ്റർ. ആൻഡ് ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫിൽറ്റർ യൂസിങ് ഇൻഡക്ടർ ഫിൽറ്റർ. ഓക്കെ, യൂസിങ് ഇൻഡക്ടർ ആസ് ദി ഫിൽറ്റർ കമ്പോണന്റ്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ റെക്ടിഫയേഴ്സ് പറ്റി നോക്കിയേ അല്ലേ? അപ്പോൾ റെക്ടിഫയറിൽ നിന്ന് എനിക്ക് എന്താ കിട്ടിയത്? എനിക്കൊരു DC ഔട്ട്പുട്ട് കിട്ടും. ഇനി ആ വരുന്ന സിഗ്നലിൽ നമ്മൾ നേരെ കൊടുക്കുന്ന നെക്സ്റ്റ് പാർട്ടാണ് ഈ പറയുന്ന റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്റർ ആ സ്കിമാറ്റിക്കിൽ ലാസ്റ്റ് ബ്ലോക്ക് ആയിരുന്നു ഈ പറയുന്ന റെഗുലേറ്റർ. അപ്പോൾ റെഗുലേറ്റർ ചെയ്യുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു DC ഔട്ട്പുട്ട് കിട്ടുമല്ലോ ഫ്രം ദി ഏത് സൈഡാണ്? റെക്ടിഫയർ സൈഡ്. റെക്ടിഫയർ ഫിൽറ്റർ സൈഡിൽ നിന്ന് എനിക്ക് DC ഔട്ട്പുട്ട് കിട്ടും. ഇനി ഈ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പം സപ്പോസ് എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഞാൻ ഏത് ലോഡിലോട്ടാണ് കൊടുക്കുന്നത് ആ ലോഡിൻ്റെ ലോഡ് കറണ്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പാരാമീറ്റർ ചേഞ്ച് ആവുകയാണെങ്കിൽ ഈ പറയുന്ന എൻ്റെ DC ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഫൈനൽ വാല്യൂ കുഡ് ചേഞ്ച്. ഓക്കെ, അത് വേരി ആയെന്ന് വരും. അങ്ങനെ വേരിയേഷൻ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ വേരിയേഷൻ സംഭവിക്കാൻ പാടില്ലാണ്ട് ഈ DC ഔട്ട്പുട്ടിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് ഒരു പാർട്ടിക്കുലർ ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതാണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന റെഗുലേറ്റേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് ദി വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞില്ലേ നമ്മുടെ DC ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യാൻ ബി വേരിഡ് ബിക്കോസ് ഓഫ് 3 ഫാക്ടേഴ്സ് അല്ലേ? ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞത് ഇറ്റ് ക്യാൻ ബി വേരിഡ് ബിക്കോസ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് VI ആയിരിക്കും. രണ്ടാമത് ബിക്കോസ് ഓഫ് ദ ലോഡ് കറണ്ട് IL, ലോഡ് കറണ്ട്. മൂന്നാമത് ബിക്കോസ് ഓഫ് ടെമ്പറേച്ചർ. 3 പാരാമീറ്റേഴ്സ് ആയിരിക്കും വിൽ ബി എന്താണ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ വേരിയേഷൻ ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കി, വേരിയേഷൻ ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് അതിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ V0, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 is due to 3 factors. Okay, del V0, dou V0 by dou Vi into del Vi. Okay, change in output voltage because of change in input voltage. Plus അടുത്തത് dou V0 by dou IL into del IL എന്ന് വെച്ചാൽ change in output because of change in input current, change in load current. അടുത്തത് change in output because of change in temperature T. ഇത് മൂന്നിന്റെ summation ആയിരിക്കും will be leading to the contributing to the variation in output voltage delta V0. Okay, ഇനി del V0, dou V0 by dou Vi നെ ഞാൻ SV എന്ന് പറയാണ്, which is my input regulation factor. Okay, similarly dou V0 by dou IL നെ ഞാൻ R0 പറയാണ്, which is my input resistance, and dou V0 by dou T നെ ഞാൻ പറയാണ്, it is called as ST, which is my temperature coefficient. Okay, അങ്ങനെ 3 പാരാമീറ്റേഴ്സ് ആയിട്ട് പറയാൻ പറ്റും. ഇനി പറയുന്ന റെഗുലേഷൻസിന് നമുക്ക് 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ലീനിയറും സ്വിച്ചിങ്ങും. ലീനിയർ റെഗുലേറ്റേഴ്സ് എന്താണ്? സ്വിച്ചിങ് റെഗുലേറ്റേഴ്സ് എന്താണ്? അപ്പോൾ നമ്മളിപ്പോൾ ഒരു റെഗുലേറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് എടുക്കുകയാണ്, വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എനിക്കൊരു ആക്റ്റീവ് കൺട്രോൾ എലമെന്റ് എന്നൊരു സംഭവം ഉണ്ടാവും. ഓക്കെ, ഒരു ആക്റ്റീവ് കൺട്രോൾ എലമെന്റ് വിച്ച് കുഡ് ബി എന്താണ്? ഒരു BJT, ഒരു ട്രാൻസിസ്റ്റർ ആയിരിക്കാം. ഓക്കെ, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന റെഗുലേഷൻ നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ എലമെന്റ് ആണ് ഈ പറയുന്ന ആക്റ്റീവ് കൺട്രോൾ എലമെന്റ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ,
അപ്പോൾ ലീനിയറിൻ്റെ കേസിൽ ഈ ആക്റ്റീവ് കൺട്രോൾ എലമെൻറ്റിൽ ആ എലമെൻറ്റിൻ്റെ ഇമ്പിഡൻസ് നമ്മൾ ചേഞ്ച് ചെയ്യും. അതായത് ഇതിൻ്റെ ഔട്ടിൻ്റെ ഈ ആക്റ്റീവ് കൺട്രോൾ എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എൻ്റെ വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ റെഗുലേറ്റഡ് വോൾട്ടേജാണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ റെഗുലേറ്റഡ് ഔട്ട്പുട്ടാണ് വരേണ്ടത്. അപ്പം ആ റെഗുലേഷൻ നടത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ whenever there is a variation in these parameters എന്ത് പറ്റും, ഈ ആക്റ്റീവ് കൺട്രോൾ എലമെന്റിന്റെ ഇമ്പിഡൻസ് വിൽ ബി അഡ്ജസ്റ്റഡ്. ഇതിൽ ചേഞ്ച് ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മൾ ഈ എലമെന്റിന്റെ ഇമ്പിഡൻസ് ചേഞ്ച് ചെയ്യും. ആസ് എ റിസൾട്ട് വി ഗെറ്റ് എ റെഗുലേറ്റഡ് ഔട്ട്പുട്ട്. ഇനി എൻ്റെ കേസ് അപ്പോൾ സ്വിച്ചിങ് റെഗുലേറ്റർ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് എന്തുണ്ട്, ഈ പറയുന്ന പോലെ ഒരു ആക്റ്റീവ് കൺട്രോൾ എലമെന്റ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇമ്പിഡൻസ് ചേഞ്ച് ചെയ്യുന്നത് പോലെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ ആക്റ്റീവ് കൺട്രോൾ എലമെന്റ് വിൽ ബി സ്വിച്ച്ഡ് ഓൺ ഓർ ഓഫ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആക്റ്റീവ് കൺട്രോൾ എലമെന്റ് എന്താണോ, ഇപ്പോൾ സപ്പോസ് പറയുന്നത് BJT ആണ് അല്ലേ, അതിന് BJT ആണെങ്കിൽ നമ്മളിങ്ങനെ ഓൺ ചെയ്യും നമുക്കറിയാം അല്ലേ, സാച്ചുറേഷൻ റീജിയനിലാണ്. നമ്മൾ ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കട്ട് ഓഫ് റീജിയനിലാക്കും. അപ്പോൾ സാച്ചുറേഷൻ കട്ട് ഓഫിലാക്കി അത് ഓൺ ഓഫ് ആക്കും. അങ്ങനെ ആ ആക്റ്റീവ് കൺട്രോൾ എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഓണും ഓഫും ആക്കിയിട്ടാണ് എൻ്റെ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ലീനിയർ ആസ് വെൽ ആസ് സ്വിച്ചിങ് റെഗുലേറ്റേഴ്സ്. ഈ രണ്ടാമത് വരുന്ന ക്ലാസിഫിക്കേഷനാണ് സീരീസ് ആൻഡ് ഷണ്ട്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, എന്ത് ആക്റ്റീവ് കൺട്രോൾ എലമെന്റ് ആണോ പറയുന്നത്, ഓക്കെ, നമ്മുടെ ഡയോഡും ആവും അല്ലെങ്കിൽ ഈ പറയുന്ന BJT ട്രാൻസിസ്റ്റേഴ്സും ആവും. എന്താണോ ഞാൻ എൻ്റെ ആക്റ്റീവ് കൺട്രോൾ എലമെന്റ് ഒക്കെ വെച്ചേക്കുന്നത് ആ എലമെന്റ് വിൽ ബി കണക്റ്റഡ് സീരീസ് ടു ദ ലോഡ്. നമുക്ക് ഫൈനലി ലോഡ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു ലോഡ് ഉണ്ടാവും. ഈ ലോഡുമായിട്ട് ഇൻ സീരീസ് ആയിട്ടായിരിക്കും ഞാൻ ഈ എലമെന്റിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്ത് എലമെന്റ് ആണോ ആ എലമെന്റിനെ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യും. ഇനി എൻ്റെ കേസ് ഷണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ പാരലൽ ആണെങ്കിൽ നമ്മുടെ ലോഡ് എങ്ങനെയാണോ വരുന്നത് ഈ ലോഡിന് പാരലായിട്ടായിരിക്കും ഞാൻ എൻ്റെ ഷണ്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഈ സെനർ എന്ന് പറയുന്ന ഡയോഡ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന റെഗുലേറ്ററിനെ നമ്മൾ സെനർ റെഗുലേറ്റർ എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദി സീരീസ് ആൻഡ് ഷണ്ട് റെഗുലേറ്റേഴ്സ് ഓൾസോ. അടുത്തത് നമ്മൾ ബയാസിങ് എന്താണ് ആൻഡ് ക്യൂ പോയിന്റ്സ് എന്താണ് ഇൻ ദ കേസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ഇതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ബയാസിങ്? സി കൺസിഡർ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു എമിറ്റർ ബേസ് കളക്ടർ എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ. ദിസ് ഇസ് എ BJT അല്ലേ, ഒരു BJT ആണ് ആൻഡ് ദിസ് ഇസ് PNP ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി എമിറ്റർ ഇസ് കണക്റ്റഡ്, എമിറ്റർ എന്ന് പറയുന്നത് P സൈഡ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഈ ജംഗ്ഷനിൽ. ഓക്കെ, ആൻഡ് ഈ ജംഗ്ഷനിൽ നോക്കി P ടൈപ്പ് ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് N ടൈപ്പ് ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. സോ ദിസ് ഇസ് ഓൾസോ ഫോർവേഡ് ബയസ് ഇൻ നേച്ചർ അല്ലേ. അപ്പോൾ ഈ രണ്ട് ജംഗ്ഷൻസും ഫോർവേഡ് ബയസ്ഡ് ആയി. ഓക്കെ, ഈ രണ്ട് ജംഗ്ഷനും ഫോർവേഡ് ബയസ്, അതായത് എൻ്റെ എമിറ്റർ ബേസ് ജംഗ്ഷന് ഫോർവേഡ് ബയസ് ആയി, എൻ്റെ കളക്ടർ ബേസ് ജംഗ്ഷന് ഫോർവേഡ് ബയസ് ആയി. ഓക്കെ, എന്ന് വെച്ചാൽ നോക്കി ഇപ്പോൾ ഈ ടേബിൾ നോക്കി നിങ്ങൾ, എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും പല ബയസിംഗ് ആണ്. എമിറ്റർ ബേസ് ഫോർവേഡ് ബയസ്ഡ് ആയി, കളക്ടർ ബേസ് ഫോർവേഡ് ബയസ് ആയാൽ വി സേ ദാറ്റ് നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വർക്കിംഗ് ഇൻ ഇറ്റ്സ് സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ, അതതിൻ്റെ സാച്ചുറേഷൻ റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് ഈ സാച്ചുറേഷൻ, കട്ട് ഓഫ് ആൻഡ് ദി ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്? നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാര പഠിച്ചില്ലേ, ഇതായിരുന്നില്ലേ ഔട്ട്പുട്ട് ക്യാര. ഓക്കെ, ഒരു ബേസിക് ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാര വരച്ചിരിക്കുന്നത് VC വേഴ്സസ് IC ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പല ലൈൻസ് പോകുന്നത്, സ്ലോപ്സ് പോകുന്നത്. ആൻഡ് ദി കറണ്ട് സീംസ് ടു ഇൻക്രീസ് അല്ലേ, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്യാരി നമ്മൾ 3 റീജിയൻസ് ഓഫ് ഓപ്പറേഷൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്തില്ലേ. നമുക്ക് ഇവിടെ കട്ട് ഓഫ് റീജിയൻ, ഇവിടെ ആക്റ്റീവ് റീജിയൻ ആസ് വെൽ ആസ് ഇതെന്താണ് സാച്ചുറേഷൻ റീജിയൻ ആയിട്ടും പറയാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, എൻ്റെ ഈ പറയുന്ന രണ്ട് ജംഗ്ഷൻസും ഫോർവേഡ് ബയസ്ഡ് ആവുകയാണെങ്കിൽ എൻ്റെ ഈ പറയുന്ന ട്രാൻസിസ്റ്റർ വിൽ ബി ഓപ്പറേറ്റിംഗ് ഇൻ ഇറ്റ്സ് സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ, ഇതൊരു സാച്ചുറേഷൻ റീജിയൻ, അത് സാച്ചുറേഷൻ പറയുമ്പോൾ ട്രാൻസിസ്റ്റർ എന്താണ് ഓൺ ആയിട്ടിരിക്കും. ഓക്കെ, ഇനി സപ്പോസ് നോക്കേ ഈ രണ്ട് ജംഗ്ഷൻസ്, ദിസ് ഇസ് റിവേഴ്സ് ബയസ്ഡ് ആൻഡ് ദിസ് ഇസ് ഓൾസോ റിവേഴ്സ് ബയസ്ഡ്. ഇത് രണ്ടും ഫോർവേഡ് ബയസ്ഡ് ആവുന്ന സമയത്ത് എന്താണ് സാച്ചുറേഷൻ, രണ്ടും റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് എന്തായിട്ട് ആക്ട് ചെയ്യും, കട്ട് ഓഫ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നോക്കിയേ രണ്ട് ജംഗ്ഷൻസ് റിവേഴ്സ് ബയസ് ആവുകയാണെങ്കിൽ ദ ട്രാൻസിസ്റ്റർ വിൽ ബി ആക്ടിങ് ഇൻ ഇറ്റ്സ് കട്ട് ഓഫ് റീജിയൻ. അതായത് നമ്മളിത് ഇവിടെ ആയിരിക്കും ട്രാൻസിസ്റ്ററിൻ്റെ റീജിയൻ ഓഫ് ഓപ്പറേഷൻ വരുന്നത്, അതായത് ഇറ്റ് വിൽ ബി ഇൻ ഇറ്റ്സ് ഓഫ് കണ്ടീഷൻ. ഇനി സപ്പോസ് എൻ്റെ ട്രാൻസിസ്റ്റർ നോക്കി ഈ രണ്ട് ജംഗ്ഷൻസ് പറയുന്ന സമയത്ത് ദിസ് ഇസ് ആക്ടിങ് ഇൻ ഇറ്റ്സ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ദിസ് ഇസ് ഇൻ ഇറ്റ്സ് റിവേഴ്സ് ബയസ് കണ്ടീഷൻ. ഓക്കെ, ഇത് റിവേഴ്സ് ബയസിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ദിസ് ഇസ് റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ നോക്കിയേ ടേബിളിൽ നോക്കി ഫോർവേഡ് ബയസ്ഡും റിവേഴ്സ് ബയസ്ഡ് ആവുകയാണെങ്കിൽ നമ്മുടെ റീജിയൻ ഓഫ് ഓപ്പറേഷൻ എന്താണ്, ആക്റ്റീവ് അല്ലെങ്കിൽ ദ ലീനിയർ റീജിയൻ. നോക്കിയേ ഏതാണ്, ഇത് ഈ റീജിയനാണ് പറയുന്നത്, ഇതാണ്. അപ്പോൾ ഇവിടെ ഫോർവേഡ് ബയസ്ഡ് ഇവിടെ റിവേഴ്സ് ബയസ്ഡ് ആവുകയാണെങ്കിൽ അതായത്
നമ്മൾ ഇത് ഫോർവേഡ് ബയസ് ആക്കണമെങ്കിൽ വി ഹാവ് ടു ഗിവ് ദിസ് വോൾട്ടേജ് റൈറ്റ്. ആ വോൾട്ടേജിനാണ് ഞാൻ ബയാസിംഗ് എന്ന് പറയുന്നത്. സോ വെൻ വി ഗീവ് ദ നെസസറി ബയാസ് ടു ബോത്ത് ഓഫ് ദീസ് ജംഗ്ഷൻസ്, എന്ത് പറ്റും? ദ ട്രാൻസിസ്റ്റർ വിൽ ബി വർക്കിംഗ് ഇൻ ഇറ്റ്സ് കറസ്പോണ്ടിങ് റീജിയൻ ഓഫ് ഓപ്പറേഷൻ. നമ്മൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ബയാസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് ഓരോ റീജിയൻ ഓഫ് ഓപ്പറേഷനിലും വർക്ക് ചെയ്യും. അപ്പം അതാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബയാസിങ്. കാരണം നമ്മൾ ആ കറക്റ്റ് ബയാസിങ് കൊടുത്താൽ മാത്രമേ എനിക്ക് എന്ത് റീജിയനിലാണോ എൻ്റെ ട്രാൻസിസ്റ്ററിനെ ഓപ്പറേറ്റ് ചെയ്യിക്കേണ്ടത് ആ റീജിയനിൽ എനിക്ക് കൊണ്ടെത്തിക്കാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ പർപ്പസ് ഓഫ് ബയാസിങ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ കൊണ്ടെത്തിക്കാൻ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ ബയാസിങ് കൊടുക്കുന്ന സമയത്ത് ഇത് ആ പെർട്ടിക്കുലർ റീജിയൻ ഓഫ് ഓപ്പറേഷനിൽ വർക്ക് ചെയ്യും. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് ഈ പറയുന്ന ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂ പോയിന്റ്, ക്വസ്റ്റ്യൻ പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് എന്നും പറയും. ഓക്കെ, ഓപ്പറേറ്റിംഗ് പോയിന്റ്സ്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് എവിടെയാണ് എൻ്റെ റീജിയൻ ഓഫ് ഓപ്പറേഷൻ വരുന്നത് നമ്മൾ കൊടുക്കുന്ന ബയാസിങ് കാരണം. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം ക്യൂ പോയിന്റ്സ് എന്താ നമ്മൾ അറിയണം. മനസ്സിലായോ? ബയാസിങ്ങിന് ആക്ച്വലി രണ്ട് പർപ്പസ് ഉള്ള അതിൻ്റെ ഫസ്റ്റ് പർപ്പസ് നമ്മൾ പറഞ്ഞു. ബയാസിങ്ങിൻ്റെ ഫസ്റ്റ് പർപ്പസ് എന്തായിരുന്നു? ടു ഡിഫൈൻ ദ റീജിയൻ ഓഫ് ഓപ്പറേഷൻ. ടു ഡിഫൈൻ ദ റീജിയൻ ഓഫ് ഓപ്പറേഷൻ യൂസിങ് ദ ക്യൂ പോയിന്റ്സ്. ക്യൂ പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ഡിസൈഡ് ചെയ്യുന്നത്? എൻ്റെ റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ സർക്യൂട്ട് എടുക്കാം. ഓക്കെ, ദിസ് ഇസ് എ ട്രാൻസിസ്റ്റർ. നോക്കി, ദിസ് ഇസ് എ കളക്ടർ റീജിയൻ. അവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ദിസ് ഇസ് എ ബേസ് ആൻഡ് ദിസ് ഇസ് എ എമിറ്റർ വിച്ച് ഇസ് ബീങ് ഗ്രൗണ്ടഡ്. എന്നിട്ട് നോക്കിയാൽ കളക്ടർ നമ്മളൊരു RC എന്നൊരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കളക്ടർ കപ്പാസിറ്റർ. അതേപോലെ ബേസിലോട്ട് നോക്കി RB എന്നൊരു കപ്പാസിറ്റർ, ഒരു റെസിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, RC എന്ന് പറയുന്ന റെസിസ്റ്റർ ആൻഡ് RB എന്ന് പറയുന്ന റെസിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഫുൾ സർക്യൂട്ടിന് ഇൻപുട്ടായിട്ട് നോക്കി VCC എന്ന് പറയുന്ന ഒരു പവർ സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് എ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. അതിൻ്റെയാണ് നമ്മൾ ഔട്ട്പുട്ട് കാര്യം വരച്ചേക്കുന്നത്. ഓക്കെ, ഏത് നോക്കിയേ, നമ്മളിപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ IC വേഴ്സസ് VC അല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ വി നീഡ് ആക്ച്വലി 2 പോയിന്റ്സ്. അതായത് ഈ VC എന്ന് പറയുന്ന ഈ X ആക്സിസിൽ ഒരു പോയിന്റ് എനിക്ക് വേണം, ആൻഡ് IC എന്ന് പറയുന്ന ആക്സിസിൽ ഒരു പോയിന്റ് വേണം. അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ എനിക്ക് വരയ്ക്കണം. ഒരു ലൈൻ വേണമെങ്കിൽ 2 എൻഡ് പോയിന്റ്സ് വേണ്ടേ? ആ 2 എൻഡ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഈ സർക്യൂട്ട് എടുത്തിട്ട് നമ്മൾ ഇതിനെയാണ് പറയുന്നത് ദിസ് ഇസ് ദി കളക്ടർ ലൂപ്പ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദി ബേസ് ലൂപ്പ് എന്ന് പറയും. കളക്ടർ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ നോക്കുന്നത്, ബേസ് ലൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ നോക്കുന്നത്. ആ കളക്ടർ ലൂപ്പ് നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് മെഷ് ഇക്വേഷൻ എഴുതാൻ പറ്റുമോ? ഓക്കെ, സോ ഫ്രം ദി കളക്ടർ ലൂപ്പ് വി റൈറ്റ് ദി മെഷ് ഇക്വേഷൻ. എങ്ങനെ എഴുതും? നോക്കി, ഇവിടെ സാധാരണ മെഷ് ഇക്വേഷൻ എഴുതുന്നത് നമ്മൾ എങ്ങനെയാണ്? വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് അല്ലേ? ദ വോൾട്ടേജ് അക്രോസ് എ ജംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 0 എന്നല്ല എഴുതുന്നത് നമ്മൾ അല്ലേ? നമ്മുടെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വോൾട്ടേജ് എന്താണ്? VCC. സോ VCC. നമ്മുടെ അടുത്ത വരുന്ന സമയം എന്താണ്? റെസിസ്റ്റർ അല്ല, റെസിസ്റ്റർ വഴി പാസ് ചെയ്യുന്ന സമയത്ത് വാല്യൂ എന്താണ്? കറണ്ട് എന്ന് പറയുന്നത്. സപ്പോസ് ഈ റെസിസ്റ്റർ വഴി പാസ് ചെയ്യുന്ന കറണ്ടിനെ ഞാൻ IC എന്ന് പറയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ RC വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? IC ഇൻറ്റു RC. പക്ഷേ റെസിസ്റ്റർ ആയതുകൊണ്ട് മൈനസ്. സോ മൈനസ് IC RC. ഇനി നമ്മൾ നേരെ വരുന്ന നോക്കി ഈ ഒരു ജംഗ്ഷനാണ്. ഓക്കെ, ഈ ഒരു ജംഗ്ഷനിൽ ഓക്കെ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന് ഞാൻ VC എന്ന് പറയുകയാണ്. കാരണം കളക്ടറിൻ്റെ എമിറ്ററിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് VCE. ആൻഡ് നോക്കി, എമിറ്റർ നമ്മൾ ഡയറക്റ്റ്ലി ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അതിന് എനിക്ക് നെഗറ്റീവായിട്ടും ഈ കളക്ടർ ടേമിൽ എനിക്ക് പ്ലസ് ആയിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റും. സോ മുകളിൽ പ്ലസ്, താഴെ നെഗറ്റീവ്. അപ്പോൾ നോക്കി, നമ്മൾ വോൾട്ടേജ് VC എന്ന് പറയുന്നത് പ്ലസ് ടു മൈനസ് അല്ലേ പോകുന്നത്? വോൾട്ടേജ് ഇങ്ങനെയാണ് പോകുന്നത്. അതിന് ഈക്വലൻ്റ് ആണ് ഇത് ഈ വരച്ചേക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് വോൾട്ടേജ് പ്ലസ് ടു മൈനസ് ആണെങ്കിൽ നമ്മൾ വാല്യൂ ഇങ്ങനെ എഴുതും? മൈനസ് എന്നല്ല എഴുതേണ്ടേ അല്ലേ? സോ മൈനസ് VCE വിൽ ബി ഈക്വൽ ടു 0 എന്ന് എഴുതും. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി VCC വിൽ ബി ഈക്വൽ ടു IC RC പ്ലസ് VCE. ഇനി ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ICയിലെ ഒരു പോയിന്റ് വേണം, VCയിലെ ഒരു പോയിന്റ് വേണം. അപ്പോൾ ഈ IC ഓക്കെ, നമ്മൾ ആദ്യം VC എന്ന് പറയുന്ന ഈ X ആക്സിസിൽ ഒരു പോയിന്റ് കിട്ടണമെങ്കിൽ ഓക്കെ ഇൻ ദിസ് ആക്സിസ് നമ്മുടെ വാല്യൂ ഓഫ് IC വിൽ ബി ഈക്വൽ ടു 0 അല്ലേ? നമ്മൾ XY ആക്സിസ് എടുക്കുകയാണ്, നമ്മൾ നോർമൽ XY ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഈ X ആക്സിസിലുള്ള ഓരോ പോയിന്റിലും എൻ്റെ Yയുടെ വാല്യൂ 0 അല്ലേ? അല്ല, നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പോയിന്റ് ആണെങ്കിൽ ഞാൻ അതിനെ 1 0 2 0 അങ്ങനെയല്ല ഡിഫൈൻ ചെയ്യുന്നത് ആണല്ലോ. സിമിലർലി, കാരണം എന്താണ്, ഇവിടെ ഒന്നും Yയുടെ പോയിന്റ്സ് ഇല്ല. സിമിലർലി ഈ ഗ്രാഫ് നോക്കുന്ന സമയം നമ്മൾ VC ആക്സിസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ VCE എന്ന് പറയുന്ന ഈ ആക്സിസിൽ ICയുടെ വാല്യൂസ് എല്ലാം 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇൻ ദി X ആക്സിസ് ഓക്കെ, ഇൻ ദി X ആക്സിസ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താണ്? IC വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കൊന്നും കൂടെ എഴുതാമല്ലോ. ഇക്വേഷൻ നമ്പർ 1 വിൽ ബിക്കം ഇവിടെ VCC വിൽ ബി ഈക്വൽ ടു IC എന്ന് പറഞ്ഞാൽ 0. സോ 0 പ്ലസ് VC.
സോ വി സി ഈക്വൽ ടു വി സി ഇ. അതായത് എൻ്റെ വി സി ആക്സിസിലൊരു പോയിൻ്റാണ് വി സി സി എന്ന് പറയുന്നത്. അപ്പോൾ വി സി ആക്സിലൊരു പോയിന്റ് സപ്പോസ് ഇവിടെ ഞാൻ വി സി സി എന്ന് പറയാണ്. ഓക്കെ, ഇനി സിമിലർലി നമ്മൾ വൈ ആക്സിസ് എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ വൈ ആക്സിസ് എടുക്കുകയാണെങ്കിൽ വൈ ആക്സിസിലെ എല്ലാ പോയിന്റ്സിലും വി സി വാല്യൂ 0 ആവത്തില്ലേ? നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ അവിടെയും പറയാൻ പറ്റും. സോ ഇവിടുത്തെ കേസിൽ വി സി ഇ വിൽ ബി ഈക്വൽ ടു 0. സോ ഇക്വേഷൻ നമ്പർ 1 ക്യാൻ ബി റീറിട്ടൺ ആസ് ഈക്വൽ ടു എന്താണ്? വി സി സി വിൽ ബി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് 0. അതായത് വി നീഡ് ഇക്വേഷൻ ഫോർ ഐ സി അല്ലേ? അപ്പോൾ ഐ സി വിൽ ബി ഈക്വൽ ടു എങ്ങനെ പറയാൻ പറ്റും? വി സി സി ഡിവൈഡ് ബൈ ആർ സി എന്ന് പറഞ്ഞൂടെ എനിക്ക്, അല്ലേ? അപ്പോൾ നമ്മുടെ ഐ സി എന്ന് പറയുന്ന ആക്സിസിലെ ഒരു പോയിന്റ് ആണ് വി സി സി ബൈ ആർ സി എന്ന് പറയുന്നത്. സോ ദീസ് ആർ മൈ 2 പോയിന്റ്സ്. ഇനി 2 പോയിന്റ് കണക്ട് ചെയ്യുന്ന ലൈൻ വരച്ചേ. ദിസ് ഇസ് കോൾഡ് ആസ് മൈ ഡി സി ലോഡ് ലൈൻ. ഓക്കെ, അതിനെയാണ് ഞാൻ പറയുന്നത് എൻ്റെ ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡി സി ലോഡിൽ നമ്മൾ നോക്കി 2 പോയിന്റ്സ് കാരണം ലൈൻ വരച്ചേ. അപ്പോൾ ഇതിൽ അല്ലാണ്ട് കുറേ പോയിന്റ്സ് ഇല്ലേ? ഇങ്ങനെ ഒരു ലൈനിൽ കുറേ പോയിന്റ്സ് കണക്ട് ചെയ്യാൻ പറ്റും. ഈ എല്ലാ പോയിന്റ്സും എൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ക്യൂ പോയിന്റ്സ് ആണ്. ഇനി നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആവശ്യമുള്ള റീജിയൻ ഓഫ് ഓപ്പറേഷൻ നോക്കി സാച്ചുറേഷൻ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യിക്കണമെങ്കിൽ എൻ്റെ ആ സാച്ചുറേഷൻ റീജിയനുള്ള ഒരു ക്യൂ പോയിന്റ് ആണ് എടുക്കേണ്ടത്. ഇനി എൻ്റെ ഡിവൈസ് ആക്റ്റീവ് റീജിയനിൽ ആക്ട് ചെയ്യിക്കണമെങ്കിൽ നോക്കി ഈ ആക്റ്റീവ് റീജിയനിലുള്ള ഏതെങ്കിലും ഒരു ക്യൂ പോയിന്റ് അല്ലേ ഞാൻ ഫിക്സ് ചെയ്യേണ്ടത്, അല്ലേ? എൻ്റെ ആക്റ്റീവ് റീജിയനിൽ ഒരു ക്യൂ പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്യണം. ഇനി എൻ്റെ ഡിവൈസിന് എനിക്ക് കട്ട് ഓഫ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യിക്കണമെങ്കിൽ എൻ്റെ കട്ട് ഓഫ് റീജിയനിൽ ഒരു ക്യൂ പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ ഏത് റീജിയനിലാണോ എൻ്റെ ട്രാൻസിസ്റ്ററിന് ഞാൻ ഓപ്പറേറ്റ് ചെയ്യിക്കേണ്ടത് ആ റീജിയനിൽ കൊണ്ടുപോയി ഒരു ക്യൂ പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്യണം. മനസ്സിലായോ? അപ്പം നമ്മൾ കൊടുക്കുന്ന ബയാസിങ്ങിനനുസരിച്ചിട്ട് എൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ റീജിയൻ ഓഫ് ഓപ്പറേഷൻ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ദീസ് ക്യൂ പോയിന്റ്സ് ഹാസ് ടു ബി ഫിക്സ്ഡ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ റീജിയൻ ഓഫ് ഓപ്പറേഷൻ. ഏത് റീജിയനിലാണ് എനിക്ക് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് ആ റീജിയനിൽ എൻ്റെ ഈ പറയുന്ന ക്യൂ പോയിന്റ്സിനെ ഞാൻ കൊണ്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞ ബയാസിങ്ങിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ പറയുന്നത്. എന്തായിരുന്നു? ടു ഡിഫൈൻ ദ റീജിയൻ ഓഫ് ഓപ്പറേഷൻ വി ഹാവ് ടു ഫിക്സ് ദി ക്യൂ പോയിന്റ്സ്. ഓക്കെ, മനസ്സിലായി? അപ്പോൾ ബയാസിങ്ങിൻ്റെ ഫസ്റ്റ് പർപ്പസ് എന്താണ്? ടു ഫിക്സ് ദി ക്യൂ പോയിന്റ്. അപ്പോൾ ക്യൂ പോയിന്റ് നോക്കി ഞാൻ ഈ ആക്റ്റീവ് റീജിയനിൽ ഇവിടെയാണ് എൻ്റെ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്താൽ ദ ഡിവൈസ് ഇസ് ആക്ടിങ് ഇൻ ഇറ്റ്സ് ആക്റ്റീവ് റീജിയൻ. ഒരു ട്രാൻസിസ്റ്റർ അതിൻ്റെ ആക്റ്റീവ് റീജിയനിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ ആംപ്ലിഫയർ, അല്ലേ? ഒരു ട്രാൻസിസ്റ്റർ അതിൻ്റെ സാച്ചുറേഷൻ്റെയും കട്ട് ഓഫിൻ്റെ ഇടയ്ക്കാണ് മാറി മാറി ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ആ ട്രാൻസിസ്റ്റർ ക്യാൻ ആക്ട് ആസ് എ സ്വിച്ച്. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ ആംപ്ലിഫയറിൻ്റെ കേസ് നോക്കുന്നത് സോ ദ ക്യൂ പോയിന്റ് ഹാസ് ടു ബി ഫിക്സ്ഡ് ഇൻ ദി ആക്റ്റീവ് അല്ലെങ്കിൽ ലീനിയർ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതന്നെ ഒരു ഫസ്റ്റ് പോയിന്റ്. ഇനി ക്യൂ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് മാത്രമല്ല ചില ടെമ്പറേച്ചർ വേരിയേഷൻസ് കാരണം ഈ ക്യൂ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല. ഓക്കെ, അതായത് ക്യൂ പോയിന്റ്സ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തിട്ട് ഇറ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാണ്ട് നമ്മൾ സ്റ്റേബിളാക്കി മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് എൻ്റെ സെക്കൻഡ് പർപ്പസ് ഓഫ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പർപ്പസ് എന്താണ്? ടു ഫിക്സ് ദി നമ്മൾ മെയിൻറ്റെയിൻ ദി ക്യൂ പോയിന്റ്സ് എഗെയിൻസ്റ്റ് ദി ടെമ്പറേച്ചർ വേരിയേഷൻസ്. മനസ്സിലായി? ആദ്യം നമ്മൾ ഫിക്സിങ് ദ ക്യൂ പോയിന്റ്സ് ആണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് മെയിൻറ്റെയിനിങ് ദ ക്യൂ പോയിന്റ് എഗെയിൻസ്റ്റ് ദി ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ്. ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ വരാം, അതേപോലെ ഏജിങ് ഓഫ് കമ്പോണൻസ് വരാം. മനസ്സിലായി? ആ പറയുന്ന ഈ കമ്പോണൻസിന് ഏജിങ് കാരണം, അതേപോലെ ഇഫ് യു ആർ റീപ്ലേസിങ് ഈ ട്രാൻസിസ്റ്റർ എലമെന്റ്സിനെ കൊണ്ട് വേറെ സംതിങ് എലമെന്റ്സ്, അത് കാരണം നമുക്ക് സംഭവിക്കാം. ഓക്കെ, റീപ്ലേസിങ് എലമെന്റ്സ് കാരണം ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ആസ് വെൽ ആസ് ഏജിങ് ഓഫ് കമ്പോണൻസ്. ഇതൊക്കെയാണ് ദ ബേസിക് തിങ്സ് വിച്ച് ക്യാൻ ഓൾട്ടർ ദി പൊസിഷൻ ഓഫ് ദി ക്യൂ പോയിന്റ്സ്. അപ്പോൾ ഇതാണ് ദ റെലവൻസ് ഓഫ് ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ബയാസിംഗ് എന്താണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ക്യൂ പോയിന്റ്സ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് പിന്നെയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ രണ്ട് സെയിം അല്ലേ? പൊട്ടൻഷ്യലും വോൾട്ടേജും അതിനെ ഡിവൈഡാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കേസിൽ ഒരു സിമ്പിൾ ട്രാൻസിസ്റ്റർ കണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? സി ദിസ് ഇസ് എ ട്രാൻസിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർ സി ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ആർ ബി ഉണ്ടായിരുന്നു, ആൻഡ് ഇവിടെ നമ്മൾ അതിനെ ഗ്രൗണ്ട് ചെയ്തു. ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജാണ് വി സി സി. സപ്പോസ് ഈ പറയുന്ന ബേസ് വോൾട്ടേജിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ് അല്ലേ? ഈ റെസിസ്റ്റർ ആർ ബി അല്ലേ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് വോൾട്ടേജിനെ കൊടുക്കുന്നത് അല്ലേ? നമ്മുടെ ബേസ് എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ അല്ലെങ്കിൽ ബേസ് എമിറ്റർ എന്ന് പറയുന്ന ഈ ജംഗ്ഷനെ ബയാസ് ചെയ്യുന്നത് ഈ പറയുന്ന കണക്ഷനാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന വോൾട്ടേജ് ആണ്. വോൾട്ടേജ് അറ്റ് ദിസ് പോയിന്റ് ആണ്. മനസ്സിലായോ? സപ്പോസ് ഈ പോയിന്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് റെസിസ്റ്ററാക്കി പറയുകയാണ്. ഈ ആർ ബി എന്ന് പറയുന്ന റെസിസ്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ദിസ് ഇസ് R1 ആൻഡ് ദിസ് ഇസ് R2 ഇങ്ങനെ ഞാൻ കണക്ട് ചെയ്യാണ്.
അങ്ങനെയാണെങ്കിൽ ഈ ആർ ബി എന്ന് പറയുന്നത് വിൽ ബി അൺഇക്വൽ റെസിസ്റ്റർ അല്ലേ? ഈ R1ന്റെയും R2ന്റെയും പാരലൽ കോമ്പിനേഷനാണ് ഈ ആർ ബി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്ത സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ആർ ബി എന്ന് പറയുന്ന റെസിസ്റ്റർ വി അറേഞ്ച് എ പാരലൽ കോമ്പിനേഷൻ ഓഫ് R1 and R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റേഴ്സ്. അല്ലെങ്കിൽ ദ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് ഗെറ്റ്സ് ഡിവൈഡഡ്. മനസ്സിലായോ? അതാണ് പൊട്ടൻഷ്യൽ ഡിവൈഡ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഞാൻ സെൽഫ് ബയാസിംഗ് എന്നും പറയും, സെൽഫ് ബയാസ് സർക്യൂട്ട് എന്നും പറയും. ഇപ്പോൾ ഇവിടുത്തെ കേസ് നോക്കി, ഇവിടുത്തെ കേസിൽ R1 R2 ഉണ്ട്, ബാക്കിയെല്ലാം സെയിം ആണല്ലോ, RC ഉണ്ട്, RE ഉണ്ട്. ഇനി നമ്മളിവിടെ VCC എന്ന് പറയുന്ന ഒരു സിംഗിൾ പവർ സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തേ. ഈ VCC R1 R2 ഈ ഗ്രൗണ്ട് എന്ന് പറയുന്ന ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഈ പോയിന്റിലുള്ള വോൾട്ടേജിനെ സപ്പോസ് ഞാൻ VR2 എന്ന് പറയുകയാണ്, ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ R2. ഈ പോയിന്റിലുള്ള വോൾട്ടേജിനെ ഞാൻ പറയുന്നതാണ്. നമ്മൾ ഈ ബ്രാഞ്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ബ്രാഞ്ചിലുള്ള ഇനീഷ്യൽ വോൾട്ടേജ് എന്താണ്? VCC. സോ VCC മൾട്ടിപ്ലൈഡ് ബൈ സപ്പോസ് ഇവിടെ നിന്ന് ഒരു കറണ്ട് വരികയാണെങ്കിൽ ഈ കറണ്ട് ആദ്യം പാസ് ചെയ്യുന്നത് ഈ R1 വഴിയല്ലേ, എന്നിട്ടല്ല R2 വഴി പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? R1 എന്ന് പറയുന്ന റെസിസ്റ്റർ എടുക്കാൻ പാടില്ല. ഏത് വഴിയാണോ പാസ് ചെയ്യാത്തത് ഇവിടെ എത്തുമ്പോൾ ഇതുവഴി പാസ് ചെയ്യുന്നു, സോ പാസ് ചെയ്യാത്തത് R2 വഴിയാണ്. സോ മൾട്ടിപ്ലൈഡ് ബൈ R2 ഡിവൈഡ് ബൈ ടോട്ടൽ സം ഓഫ് റെസിസ്റ്റർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ലൂപ്പ് R1 പ്ലസ് R2. അപ്പോൾ ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് VCC × R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആണ് ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ R2. ഈ ഒരു പോയിന്റുള്ള വോൾട്ടേജ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഈ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ ബേസിൻ്റെയും ഈ എമിറ്ററിൻ്റെ അക്രോസ് അല്ലേ? സോ ദിസ് വോൾട്ടേജ് VR2 വിൽ എൻഷുർ ദാറ്റ് ഈ പറയുന്ന ബേസ് എമിറ്റർ എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ ഇസ് ഇൻ ഇറ്റ്സ് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ. ഓക്കെ, അതിൻ്റെ ഫോർവേഡ് ബയസ് കണ്ടീഷനിലാണ് അത് എൻഷുർ ചെയ്യും. ഓക്കെ, ബേസ് എമിറ്റർ ജംഗ്ഷൻ. ഇനി നോക്കി അടുത്തത് നമ്മൾ ഈ VCC എന്ന് പറയുന്ന വോൾട്ടേജ് ഇസ് ഗിവൺ ത്രൂ ദ റെസിസ്റ്റർ RC അല്ലേ? അപ്പോൾ ഈ വോൾട്ടേജ് വിച്ച് ഇസ് ബീങ് ഗിവൺ അക്രോസ് RE വിൽ എൻഷുർ ദാറ്റ് ഈ ജംഗ്ഷൻ CE എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ വിൽ റിമെയിൻ ഇൻ ഇറ്റ്സ് റിവേഴ്സ് ബയസ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ഫോർവേഡ് ബയസ്ഡും ഇത് റിവേഴ്സ് ബയസ്ഡും ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ആക്റ്റീവ് റീജിയനിൽ അല്ലേ? B ഫോർവേഡ് ബയസ്ഡ് ആണ്, C റിവേഴ്സ് ബയസ് എന്ന് വെച്ചാൽ എന്താണ്? ആക്റ്റീവ് റീജിയൻ ഓഫ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, VCC ത്രൂ RC എൻഷുർസ് ദ റിവേഴ്സ് ബയസ് ഓഫ് CE ജംഗ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ഈ RE എന്ന് പറയുന്ന റെസിസ്റ്റർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? RE ഈ RE എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ തെർമൽ സ്റ്റെബിലൈസേഷൻ. ഓക്കെ, അല്ലെങ്കിൽ വി സീ ദാറ്റ് ടു പ്രിവെന്റ് ദി തെർമൽ റൺഅവേ എന്ന് പറയുന്നൊരു കണ്ടീഷൻ. എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ജംഗ്ഷൻസിൽ എന്താണെന്ന് നോക്കി, ഇവിടെ C ജംഗ്ഷൻ ഉണ്ട്, B ജംഗ്ഷൻ ഉണ്ട്. ഓക്കെ, സപ്പോസ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻ ദീസ് ജംഗ്ഷൻസ്. ഓക്കെ, ഈ ജംഗ്ഷൻസിൽ ഒരു കറണ്ട്, ഈ ജംഗ്ഷൻസിലെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അത് കാരണം ഇവിടുത്തെ ലീക്കേജ് കറണ്ടും കൂടും. ഓക്കെ, ലീക്കേജ് കറണ്ട് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ആ ലീക്കേജ് കറണ്ട് കാരണം എന്തും കൂടും? നമ്മുടെ ഈ ഔട്ട്പുട്ട് കറണ്ട് ICയും കൂടാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? IC കൂടിയാൽ പിന്നെ എന്ത് പറ്റും? ഈ ടെമ്പറേച്ചർ കൂടും, പിന്നെയും എഗെയിൻ IC കൂടും. അതായത് ഇങ്ങനെയാണ് ലൂപ്പ് വരുന്നത്. ഇഫ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് കാരണം എന്ത് പറ്റും? എൻ്റെ ICO എന്ന് പറയുന്ന എൻ്റെ ലീക്കേജ് കറണ്ട് കൂടും. ലീക്കേജ് കറണ്ട് കൂടി എന്ത് പറ്റും? IC എന്ന് പറയുന്ന കറണ്ട് കൂടും. കറണ്ട് കൂടി എഗെയിൻ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടി എഗെയിൻ കറണ്ട് കൂടും. അങ്ങനെ പോയി അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് എന്ത് പറ്റും? കളക്ടർ കറണ്ട് ഒരു ലിമിറ്റ് എക്സീഡ് ചെയ്യും, ടെമ്പറേച്ചർ എക്സീഡ് ചെയ്യും, ആൻഡ് ഡിവൈസ് ഡിഗ്രേഡ് ചെയ്ത് പോകും, ഡിസ്റ്റോർഡ് ആയി പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് ആരുടെ വാല്യൂ, REയുടെ വാല്യൂ. അപ്പോൾ REയാണ് ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ തെർമൽ റൺഅവേ എന്ന് പറയും കണ്ടീഷൻ. ഓക്കെ, ഈ തെർമൽ റൺഅവേ എന്ന് പറയുന്ന കണ്ടീഷൻ സംഭവിക്കാണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്ത് നിർത്തേണ്ട ഡ്യൂട്ടിയാണ് ഈ REക്ക് വരുന്നത്. ഓക്കെ, സോ RE ഈസ് യൂസ്ഡ് ഫോർ തെർമൽ സ്റ്റെബിലൈസേഷൻ അഗെയിൻസ്റ്റ് ദി തെർമൽ റൺഅവേ കണ്ടീഷൻ. ഓക്കെ, സോ വെൻ RE ആബ്സെന്റ് ആണെങ്കിൽ എന്ത് പറ്റും? REയുടെ പ്രസൻസ് ഇല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ വിൽ ബി ഡാമേജ് ഡ്യൂ ടു തെർമൽ റൺഅവേ. ഈ RE ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ പ്രിവെന്റ് ദിസ് തെർമൽ റൺഅവേ കണ്ടീഷൻ ആൻഡ് അവിടെ വേറെ എന്തും കൂടെ ചെയ്യും. ഓക്കെ, ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എ റെസിസ്റ്റർ RE വിൽ ഇൻക്രീസ് വിത്ത് ഇൻക്രീസിങ് കറണ്ട്. ഓക്കെ, REയുടെ പ്രസൻസ് കാരണം എന്ത് പറ്റും? ഈ REയുടെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വിൽ ബി ഇൻക്രീസിങ് വിത്ത് ഇൻക്രീസ് ഇൻ കറണ്ട്. ആൻഡ് ഇവിടെ നമ്മളെന്താ പറഞ്ഞാൽ ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്ന പാരാമീറ്ററാണ് ഇൻക്രീസ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ കറണ്ട് കൂടുന്തോറും ആ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഈ വോൾട്ടേജ് ഡ്രോപ്പ് കാരണം ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വിൽ ബി ഇൻ സച്ച് എ ഡയറക്ഷൻ സോ ദാറ്റ് ഈ ബേസ് എമിറ്റർ ജംഗ്ഷൻ വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്സ് റിവേഴ്സ് ബയസ് കണ്ടീഷൻ. മനസ്സിലായോ? ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പിന്റെ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് വിൽ ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഈ ജംഗ്ഷൻ വിൽ ബി ഗെറ്റിംഗ് റിവേഴ്സ് ബയസ്. ആദ്യത്തെ ഫോർവേഡ് ബയസ് ആയിരുന്നല്ലേ, അതിന് റിവേഴ്സ് ബയസ് ആക്കുന്ന രീതിയിലാണ്
ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സപ്പോസ് ഈ ജംഗ്ഷൻ എന്താണ് ഇത് റിവേഴ്സ് ബയസ് ആവുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ ബേസ് കറണ്ട് റെഡ്യൂസ് ചെയ്തില്ലേ അല്ലേ? ഇൻപുട്ട് എന്ന് പറയുന്നതാണ് ബേസ് കറണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ ഐ ബി എന്ന് പറയുന്ന ബേസ് കറണ്ട് റെഡ്യൂസ് ചെയ്യും. ഐ ബി റെഡ്യൂസ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഔട്ട്പുട്ട് കറണ്ട് ഐ സിയും റെഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് ചെയ്യും? സ്റ്റെബിലൈസ് ആവും. ഓക്കെ, ബേസ് റെഡ്യൂസ് ചെയ്യുന്ന കാരണം കളക്ടറും റെഡ്യൂസ് ചെയ്തു. അങ്ങനെ നമുക്ക് സ്റ്റെബിലിറ്റൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇതാണ് ഇവിടുത്തെ വർക്കിങ്ങിൻ്റെ കാര്യം പറയുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന പാരാമീറ്റർ പറയും. ഓക്കെ, ആൻഡ് ഈ കേസിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ടിൻ്റെ കേസിൽ ആ സ്റ്റെബിലിറ്റി ഈസ് കൺസിഡർഡ് ഹാവിങ് എ പ്രിറ്റി ഗുഡ് വാല്യൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് അബൌട്ട് ദി ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ, അല്ലെങ്കിൽ നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയും. കോമൺ എമിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? എമിറ്റർ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ കൈൻഡ് സർക്യൂട്ട് ഇവിടെ കാണിച്ചേക്കുന്നത്. നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് നോക്കിയില്ലേ, അതുമായിട്ട് സിമിലർ അല്ലേ? ഇത്രയും സെക്ഷൻ നോക്കുകയാണെങ്കിൽ അതുമായിട്ട് സിമിലർ ആണ്. ഓക്കെ, ബേസിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് സ്പ്ലിറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇൻപുട്ട് വരുന്ന ബേസിൽ നിന്ന് നോക്കി നമ്മൾ കളക്ടർ കൊടുക്കുന്നുണ്ട്. ബേസിൽ നിന്ന് നമ്മളൊരു കപ്പാസിറ്റർ കൊടുക്കുന്നുണ്ട്, അതിന് സി ബി എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ് ഈ പറഞ്ഞ സി ബി എന്ന് പറയുന്നത്. അത് നോക്കി അവിടെ നിന്ന് ഒരു ഇൻപുട്ട് വി ഐ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അതിനെ ഞാൻ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. സിമിലർലി നോക്കിയേ, ഈ ആർ എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റർ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? തെർമൽ സ്റ്റെബിലൈസേഷന് വേണ്ടി, അല്ലെങ്കിൽ ടു അവോയ്ഡ് ദി തെർമൽ റൺഅവേ പ്രോസസ്. ഇപ്പോൾ ഈ ആർക്ക് പാരലായിട്ട് ഞാൻ സി എന്ന് പറയുന്ന ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ, ഒരു എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നോക്കി നമ്മൾ ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് ഞാൻ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? സി സി എന്ന് പറയുന്നത് എൻ്റെ കളക്ടർ സൈഡിലുള്ള കപ്ലിംഗ് കപ്പാസിറ്റർ. ഇവിടെ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ പോലെ ദിസ് ഇസ് മൈ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. അതിന് എക്രോസ് ആയിട്ട് ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ലോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോഡിന് എക്രോസ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. മനസ്സിലായോ? കണ്ടോ, വി നോട്ട് ഇസ് ടേക്കൺ എക്രോസ് ദി റെസിസ്റ്റർ ആർ എൽ. എന്നിട്ട് ഞാൻ വി സി സി എന്ന് പറഞ്ഞ വോൾട്ടേജും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറയുന്നത് R1 ഔട്ട് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? R1 ഔട്ട് എന്ന് പറയുന്നത് എൻ്റെ വോൾട്ടേജ് ഡിവൈഡർ ബയസ്ഡ് റെസിസ്റ്റേഴ്സ് ആണ് അല്ലേ? എന്നിട്ട് രണ്ടാമത് വരുന്നത് എന്താണ്? ആർ സി എന്ന് പറയുന്ന റെസിസ്റ്റർ ഇസ് ഡിസൈൻ. നമ്മൾ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഡിസൈൻ ചെയ്യേണ്ടത് ഈ ഓരോ റെസിസ്റ്ററിനെയും കപ്പാസിറ്ററിനെയും. ആൻഡ് ഈ ആർ സി ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് എൻ്റെ ക്യൂ പോയിന്റ് പൊസിഷനെ. ഓക്കെ, സോ ആർ സി വിൽ ബി ഡിസൈഡിങ് ദ ക്യൂ പോയിന്റ്. പിന്നെ പറയുന്നത് എന്താണ്? ആർ ഇ എന്താ ഇവിടെ പറഞ്ഞത്? ആർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ് ഫോർ തെർമൽ സ്റ്റെബിലൈസേഷൻ. എന്നിട്ട് നമ്മുടെ സി ബി എന്ന് പറയുന്ന എൻ്റെ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. അതേപോലെ സി സി എന്ന് പറയുന്നത് എൻ്റെ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? കളക്ടർ കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് പർപ്പസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? നോക്കി, നമ്മുടെ ഔട്ട്പുട്ട് സൈഡിൽ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ചില കേസിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ വരുന്ന സിഗ്നലിൽ ഐ ഹാവ് ടു ബ്ലോക്ക് ദ ഡി സി. ഓക്കെ, വി ഹാവ് ടു ബ്ലോക്ക് ദ ഡി സി പാർട്ട് ആസ് വെൽ ആസ്. നോക്കി, ഇതൊരു ആംപ്ലിഫയർ അല്ലേ? സപ്പോസ് എനിക്ക് ഇതിനെ വേറൊരു ആംപ്ലിഫയറുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യണം. മനസ്സിലായി? കുറച്ച് കൂടുതൽ ഗെയിൻ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വി നോട്ടിനെ എടുത്തിട്ട് ഞാൻ ഇതേപോലെ വേറൊരു ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്യും. അതിന് നമ്മൾ പറയുന്നത് കാസ്കേഡിങ് പ്രോസസ്സ് എന്ന് പറയും. അപ്പോൾ കാസ്കേഡിങ് പ്രോസസ്സിന് വേണ്ടി നമ്മൾ ആരെ കണക്ട് ചെയ്യുന്നത്? ഈ ഒരു പാർട്ടിൻ്റെ അല്ലേ? ഓക്കെ, സോ സി സി ഹാസ് ടു പർപ്പസ്. ഫസ്റ്റ് ടു ബ്ലോക്ക് ദ ഡി സി ആസ് വെൽ ആസ് ഫോർ കാസ്കേഡിങ് പർപ്പസ്. മനസ്സിലായി? കാസ്കേഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ബാക്ക് ടു ബാക്ക് കണക്ഷൻ. ഇനി ഈ പറയുന്ന സി എന്താണ്? സി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് മൈ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. ഓക്കെ, എന്നിട്ട് പറയുന്നത് വി സി സി. വി സി സി എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഇൻപുട്ട് പവർ സപ്ലൈ ആണ്, ഇൻപുട്ട് ബയാസിംഗ് ആണ്. ഇറ്റ് ഈസ് ഗിവൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ഷുഡ് ബി ആക്ടിങ് ആസ് എൻ ആംപ്ലിഫയർ. എന്ന് വെച്ചാൽ ഈ ബയാസ് കാരണം എൻ്റെ ഡിവൈസ് ഷുഡ് ബി ആക്ടിങ് ഇൻ ഇറ്റ്സ് ലീനിയർ റീജിയൻ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയൻ. അത് കാരണം എൻ്റെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് ആക്റ്റീവ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഇസ് എ ബയാസ് ടു പുട്ട് ദ ട്രാൻസിസ്റ്റർ ഇൻ ഇറ്റ്സ് ആക്റ്റീവ് റീജിയൻ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്രാഫ് ഷോയിങ്. നോക്കിയേ, വൈ ആക്സിൽ അതിൻ്റെ ഗെയിൻ ആണ്. ഗെയിൻ എന്ന് വെച്ചാൽ ഇതിന് കിട്ടുന്ന ഔട്ട്പുട്ട്. ഗെയിൻ ഇസ് ഈക്വൽ ടു എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഓക്കെ, എൻ്റെ ഡിവൈസിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ വി ഔട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്ന് പറയുന്നത് വി ഐ. അതിൻ്റെ റേഷ്യോ ആയിരിക്കും ഗെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഡിവിഷൻ, ആ റേഷ്യോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സർക്യൂട്ട് കാരണം എനിക്ക് അഡീഷണലി എന്താണ് കിട്ടിയത്. മനസ്സിലായോ? ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് സൈഡിൽ വന്നപ്പോൾ അതിന് അഡീഷണലി എന്താണ് കിട്ടിയത്? ദാറ്റ് ഇസ് മൈ ഗെയിൻ. ഓക്കെ, അപ്പോൾ ആ ഗെയിൻ ആണ് ഇവിടെ വരച്ചേക്കുന്നത്. ഇൻ ഡി ബി ആണ്, ഡെസിബൽ സ്കെയിലാണ് വരച്ചേക്കുന്നത്. ഇനി നോക്കിയാൽ വൈ ആക്സ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ആണ്, ഇൻ ലോഗ് സ്കെയിലും ആണ്. അപ്പോൾ ഈ ഗ്രാഫാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. ദിസ് ഇസ് കോൾഡ് ആസ് മൈ ഫ്രീക്വൻസി റെസ്പോൺസ് ഗ്രാഫ്. ഓക്കെ, ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഐഡിയലി പറയുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഔട്ട്പുട്ട് ഷുഡ് ബി കോൺസ്റ്റൻറ്റ്.
എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത സമയത്ത് എപ്പോഴും ഇതിൻ്റെ ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആയി പോകണം. ഫ്രീക്വൻസി പറഞ്ഞ സമയത്ത് ഈ ഗെയിൻ ചേഞ്ച് ആവാൻ പാടില്ല. പക്ഷേ ഇവിടുത്തെ കേസ് ഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു, ഈ ഒരു പാർട്ടിക്കുലർ റീജിയനിൽ മാത്രമാണ് നമ്മുടെ ഗെയിൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് കുറയുന്നുണ്ട്, ഇവിടെ വന്നിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നതിന് ഞാൻ പറയുകയാണ്, സപ്പോസ് ദീസ് ആർ മൈ ലോ ഫ്രീക്വൻസീസ് ആൻഡ് സപ്പോസ് ദീസ് ആർ മൈ ഹൈ ഫ്രീക്വൻസി പറയാണ്. അപ്പോൾ ലോ ഫ്രീക്വൻസി അതിൻ്റെ ലിമിറ്റാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നോക്കി F1 എന്ന് പറയുന്ന ഫ്രീക്വൻസി കഴിയുന്ന സമയത്ത് നമ്മുടെ വാല്യൂസ് കുറഞ്ഞു വരികയാണ്. F2 എന്ന് പറയുന്ന ഫ്രീക്വൻസി കഴിയുന്ന സമയത്തും കുറഞ്ഞു വരികയാണ്. അതിൻ്റെ റീസൺ എന്താ നമ്മൾ പറയേണ്ടത്? ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഈ റീജിയനിൽ മാത്രം നമ്മുടെ ഗെയിൻ കോൺസ്റ്റന്റ് ആണ്. പിന്നെ അതിന് ശേഷം വരുന്ന രണ്ട് ലിമിറ്റിലും ഗെയിൻ നേരെ കുറഞ്ഞാണ് പോകുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? റീസൺ വരുന്നത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ജംഗ്ഷൻ കപ്പാസിറ്റൻസും കപ്ലിംഗ് കപ്പാസിറ്റൻസും ആണ്. നമുക്കിവിടെ രണ്ട് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സിലെ നോക്കി, ഇൻപുട്ട് സൈഡിൽ CB ഉണ്ട്, ഔട്ട്പുട്ട് സൈഡിൽ CC ഉണ്ട്. ദീസ് ആർ മൈ 2 കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. അതേപോലെ നോക്കി ഇവിടെ എത്ര ജംഗ്ഷൻ ഉണ്ട്? ദിസ് ഇസ് എ ജംഗ്ഷൻ, ഇവിടെയും ഇവിടെയും. ഈ 3 ജംഗ്ഷനിൽ ആക്ച്വലി ഒരു കപ്പാസിറ്റൻസിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഗ്രാഫിൽ സർക്യൂട്ടിൽ വരയ്ക്കത്തില്ല, പക്ഷെ ആ ഒരു കപ്പാസിറ്റൻസിന്റെ പ്രസൻസ് ഉണ്ടാവും. നമ്മൾ അതിനെ മില്ലർ തിയറം എന്നൊക്കെ പറയും. അതിന് ഇവിടെ ബോധറാവേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നത് there are junction capacitance as well as there are coupling capacitance. അപ്പോൾ ഇവരുടെ ഇൻഫ്ലുവൻസ് കാരണമാണ് നമ്മൾ പറയുന്നത് ഈ ഗെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഗെയിൻ ഞാൻ പറഞ്ഞില്ല, ഗെയിൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഗെയിൻ ഈക്വൽ ടു V0/Vi ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതുന്ന ലോഗ് സ്കെയിലല്ലേ? ഓക്കെ, ലോഗ് സ്കെയിൽ എഴുതുന്നേ. അതുകൊണ്ട് ഗെയിൻ വിൽ ബി ഈക്വൽ ടു, ഓക്കെ, ഗെയിൻ ഇൻ ഡെസിബൽസ് വിൽ ബി ഈക്വൽ ടു, ഡെസിബിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 20 ലോഗ് എടുക്കണം. സാധാരണ ഗെയിൻ ഈക്വൽ ടു V0/Vi ആണ്. അതിന് ഡെസിബിളിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ലോഗ് സ്കെയിൽ, അതിൻ്റെ 20 log V0/Vi ആണ് ഇക്വേഷൻ ഫോർ ഗെയിൻ. ഓക്കെ, ഇനി ലോ ഫ്രീക്വൻസി. ഈ പറയുന്ന ലോ ഫ്രീക്വൻസിയിൽ എന്തുകൊണ്ടാണ് ഗ്രാഫ് താഴോട്ട് പോകുന്നത്? ബിക്കോസ് ഓഫ് 2 റീസൺസ് ആണ്. ഒന്നാമത്തത് ബിക്കോസ് ഓഫ് ദ ഡ്രോപ്പ് അക്രോസ് CB ആൻഡ് CC. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ CB and CC എന്ന് പറയുന്ന രണ്ട് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കാരണമാണ് അത് ഡിക്രീസ് ആവുന്നതും ആ സ്റ്റീപ്പ് ആവുന്നതും. രണ്ടാമത്തെ റീസൺ ബിക്കോസ് ഈ C എന്ന് പറയുന്നത് എന്താണ്? C എന്ന് പറയുന്നത് എൻ്റെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. സോ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ബൈപ്പാസ് ദ AC സിഗ്നൽസ് ടു ദ ഗ്രൗണ്ട്. മനസ്സിലായോ? ഇത് AC സിഗ്നൽസിന് ഇവിടെ ഉള്ള സിഗ്നലിൻ്റെ AC പാർട്ടും DC പാർട്ടും ഉണ്ടാവും ഒരു സിഗ്നലിന്. ഓക്കെ, ഒരു സിഗ്നലിന് AC പാർട്ടും ഉണ്ടാവും, DC പാർട്ടും ഉണ്ടാവും. ഈ കപ്പാസിറ്റർ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ AC പാർട്ടിനെ എടുത്ത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം. ഓക്കെ, അതാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ലോ ഫ്രീക്വൻസിലാവുന്ന സമയത്ത് ഈ പറയുന്ന C എന്ന് പറയുന്ന കപ്പാസിറ്റർ ഈ പറയുന്ന AC സിഗ്നൽസിനെ പെർഫെക്റ്റ് ആയിട്ട് ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ടിലോട്ട് വിടത്തില്ല. അപ്പോൾ അത് കാരണമാണ് ഈ പറയുന്ന ഒരു സ്ലോപ്പിന്റെ കേസ് ഓഫ് ഗെയിൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ ഡ്രോപ്പ് അക്രോസ് CB and CC. രണ്ടാമത്തത് C cannot effectively bypass AC signal to ground. അപ്പോൾ അതാണ് ഈ ലോ ഫ്രീക്വൻസിയിൽ സംഭവിക്കുന്നത്. ഇനി ഹൈ ഫ്രീക്വൻസി വരുന്ന സമയത്തും there is a decrease. എന്തുകൊണ്ടാണ് ചോദിക്കുന്ന സമയത്ത് നോക്കി, അറ്റ് ഹൈ ഫ്രീക്വൻസി ഷോർട്ട് സർക്യൂട്ടിംഗ് എഫക്ട്സ് ഓഫ് ജംഗ്ഷൻ കപ്പാസിറ്റൻസ് വിൽ ബി ഹാപ്പനിങ്. നമ്മൾ ഇവിടെ പറഞ്ഞത് ബിക്കോസ് ഓഫ് ദ കപ്ലിംഗ് കപ്പാസിറ്റൻസ്, ഇവിടെ പറയുന്നത് ബിക്കോസ് ഓഫ് ദ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. നോക്കി ഏതൊക്കെ CBയും BEയും. നോക്കി നമ്മുടെ CB എന്ന് പറയുമ്പോൾ എന്താ? ഈ ജംഗ്ഷനാണ്. CB എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ അല്ലേ? ഈ ജംഗ്ഷനിലും അതേപോലെ BE എന്ന് പറയുന്ന ഈ ജംഗ്ഷനിലും ഉള്ള ജംഗ്ഷൻ കപ്പാസിറ്റൻസിന്റെ ഷോർട്ട് സർക്യൂട്ടിംഗ് എഫക്ട്സ് ആണ്. ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ലൈനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഷോർട്ട് സർക്യൂട്ടിംഗ് എഫക്റ്റ് കാരണമാണ് ഹൈ ഫ്രീക്വൻസിയിൽ നമ്മുടെ ഗെയിൻ ഡിക്രീസ് ആയി പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ പറയുന്നത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് essay ആയിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഈ ഫുൾ essayയിലും പറയേണ്ടത്. ഇനി പറയേണ്ടത് നോക്കി, നമ്മളിവിടെ പറഞ്ഞില്ലേ, ലോ ഫ്രീക്വൻസിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു റെഫറൻസ് പോയിന്റ് ആണ് ഈ പറയുന്ന F1. ആൻഡ് ഹൈ ഫ്രീക്വൻസി സ്റ്റാർട്ട് ചെയ്യുന്ന റെഫറൻസ് പോയിന്റ് ആണ് F2 എന്നും പറയുന്നത്. ആൻഡ് ഈ രണ്ട് പോയിന്റ്സിനെയും നമ്മൾ പറയുന്നതാണ് ദീസ് ആർ കോൾഡ് ആസ് മൈ ഹാഫ് പവർ ഫ്രീക്വൻസി. ഓക്കെ, ദീസ് ആർ കോൾഡ് ആസ് മൈ ഹാഫ് പവർ ഫ്രീക്വൻസി. ഹാഫ് പവർ എന്ന് വിളിക്കാൻ ഒരു റീസൺ ഉണ്ട്. കാരണം ഇപ്പം ഈ ഒരു പോയിന്റ് അല്ലേ, ഈ മാക്സിമം ഗെയിനിൽ എൻ്റെ സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് മാക്സിമം പവർ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റ്സിന് കറസ്പോണ്ടിങ് എനിക്ക് 50% ഓഫ് ദി മാക്സിമം പവർ ആയിരിക്കും കിട്ടുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ മാക്സിമം പവറിൻ്റെ എക്സാക്ട്ലി 1/2 ഹാഫ് ആയിരിക്കും ഈ രണ്ട് പോയിന്റ്സിലും റിഫ്ലക്ട് ചെയ്ത് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയും. ഈ F1നെ എൻ്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും, അല്ലെങ്കിൽ ലോ ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയും. ഈ F2നെ ഞാൻ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അപ്പർ ഹാഫ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും പറയും, അപ്പർ ഹാഫ് പവർ ഫ്രീക്വൻസി എന്നും പറയും. Okay, so this is about the RC coupled amplifier.